Good day to all of you. ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഇയർ ഫുൾ ടോപ്പിക്കിൻ്റെ ഡിസ്കഷനാണ്. സോ ക്വസ്റ്റ്യൻസ് എടുക്കാം. സോ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് എ റോഡ് 11.05. അപ്പോൾ ഒരു റോഡിൻ്റെ ലെങ്ത് 11.05 പ്ലസ് ഓർ മൈനസ് 0.05. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇറ്റ് ഈസ് കറക്റ്റ് അപ് ടു രണ്ടാമത്തെ ഡെസിമൽ പ്ലേസ് അല്ലേ, സെക്കൻഡ് ഡെസിമൽ പ്ലേസ്. പിന്നെ ലീസ്റ്റ് കൗണ്ട് ഓൾസോ സെക്കൻഡ് ഡെസിമൽ പ്ലേസ് വരെ. ദാറ്റ് മീൻസ് ആക്യുറസി അപ് ടു സെക്കൻഡ് ഡെസിമൽ പ്ലേസ്. അപ്പോൾ 2 റോഡ്സ് എന്ന് പറയുമ്പോൾ L1 ഈസ് ഈക്വൽ ടു L2. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ L1 പ്ലസ് L2, അതായത് 2L1. അപ്പോൾ അത് 22.10 പ്ലസ് ഓർ മൈനസ് എറർ എന്താണ് 0.05 ഇൻറ്റു 2. 0.05 ഇൻറ്റു 2 അപ്പോൾ 0.10. കാരണം അഡീഷനും സബ്ട്രാക്ഷനും എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് ഫൈനൽ ആൻസറും അത്രയും ഡെസിമൽ പ്ലേസ് കാണണം. അപ്പോൾ ഇവിടെ ആക്യുറസി അപ് ടു രണ്ടാമത്തെ സ്ഥാനം. അപ്പോൾ ഇവിടെയും 0.1 ഇട്ടാൽ പോരാ, 0.10 ഇടണം. സോ ഇവിടെയും ആഡ് ചെയ്യുമ്പോഴും 2 സ്ഥാനം 22.10. സോ അതുകൊണ്ട് ചോയ്സ് ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Force is equal to alpha divided by density plus beta squared. So dimensional formula left hand സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കണം. പിന്നെ അറിയേണ്ടത് ഡിനോമിനേറ്റർ. ഇപ്പോൾ ഒരേ ഡയമെൻഷണൽ ഫോർമുല ഉള്ള 2 ക്വാണ്ടിറ്റീസെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പാടും. എ പ്ലസ് ഓ മൈനസ് ബി ചെയ്യണമെങ്കിൽ എനും ബിനും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ബീറ്റ സ്ക്വയർഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും ഡെൻസിറ്റി തന്നെയാണ്, ബീറ്റ സ്ക്വയർഡിൻ്റെ ഡെൻസിറ്റിയാണ്. പക്ഷേ ഇവിടെ ബീറ്റ ചോദിച്ചില്ല, അപ്പോൾ ഡിനോമിനേറ്റർ ഡെൻസിറ്റിയാണ്. സോ ലെഫ്റ്റ് സൈഡിൽ ഫോഴ്സ് ആണ്, ആൽഫ അറിഞ്ഞുകൂടാ, താഴെ ഡെൻസിറ്റി പ്ലസ് എന്തായാലും അത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ആൽഫയുടെ ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഫോഴ്സ് ഇൻറ്റു ഡെൻസിറ്റി. ഫോഴ്സ് എന്താണ് ml T⁻². ഡെൻസിറ്റി മാസ് ബൈ വോളിയം, അപ്പോൾ ml⁻3. സോ ആൻസർ എന്താ വരും? ഇവിടെ m⁻², പിന്നെ L⁻1ഉം -3ഉം, L⁻², T⁻². സോ m⁻², L⁻−2, T⁻², അതായത് ചോയ്സ് ഇ. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കും, മൾട്ടിപ്ലൈങ് ഡിവൈഡിങ് ആകുമ്പോൾ ഡിഫറെൻറ്റ് ഡയമെൻഷണൽ ഫോർമുല ആകാം. അപ്പോൾ അങ്ങനെ ഡിനോമിനേറ്ററിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഡെൻസിറ്റി ആണ്. അപ്പോൾ ആൽഫ കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The maximum height attained by a projectile is increased by 10%, keeping same angle of projection. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഫോർമുല uy²/2g. uy എന്ന് പറയുമ്പോൾ u sin തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, അതായത് പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി u, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ 2uy/g അല്ലെങ്കിൽ 2u sin θ/g. ഈ 2 ഫോർമുലയിൽ നിന്ന് നമ്മളൊരു റിസൾട്ട് പഠിച്ചു വയ്ക്കും. എന്താണ്? ക്യാപിറ്റൽ എച്ചും ക്യാപിറ്റൽ ടിയും തമ്മിലുള്ള ബന്ധം. h is equal to gt² divided by 8. ഈ എച്ചിൻ്റെ ഫോർമുലയും ടീൻ്റെ ഫോർമുലയും ഇത് സോൾവ് ചെയ്യും. സോ ദാറ്റ് മീൻസ് എനി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എച്ചും ടിയും തമ്മിലുള്ള ബന്ധം h പ്രൊപ്പോർഷണൽ ടു t². ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, h പ്രൊപ്പോർഷണൽ ടു t². അപ്പോൾ ഇവിടെ അതാണ് മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും സെയിം ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ഫോർ എ ഗിവൺ ആംഗിൾ എച്ചും t² തമ്മിലുള്ള ബന്ധം മാക്സിമം ഹൈറ്റ് പ്രൊപ്പോർഷണൽ ടു t². അപ്പോൾ ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റും എച്ചും തമ്മിലുള്ള ചേഞ്ചാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ എടുത്താൽ ∆h/h × 100 ആണ്
ഇവിടെ പെർസെൻറ്റേജ് തന്നിരിക്കണം is equal to 2 into delta t by t into 100 അല്ലേ. അതിൽ മാക്സിമം ഹൈറ്റ് ഇൻക്രീസ് ബൈ 10%. അപ്പോൾ ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇൻറ്റു 100 ആണ് 10%. അപ്പോൾ is equal to 2 into delta t by t into 100. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര കൂടി? സോ ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 10% ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ എത്ര വരും? 5% വരും. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻക്രീസസ് ബൈ 5%. ചോയ്സ് എ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഫോർമുല നേരിട്ട് അറിയാമെന്നുള്ളവർ നേരെ ഈ ഫോർമുല എഴുതിയാൽ മതി. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു ജി ടി സ്ക്വയർഡ് ബൈ 8 അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള ബന്ധം എച്ച് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A simple pendulum with a bob of point mass m and length r. So ഇത് പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ് r. ഇത് പെൻഡുലം സ്മോൾ ബോബ് is made to move along a circular path in the vertical plane. അപ്പോൾ ഇത് വേർട്ടിക്കൽ സർക്കിളിൻ്റെ കാര്യമാണ്. പക്ഷേ വേർട്ടിക്കൽ സർക്കിളിൻ്റെ കാര്യത്തിൽ ഓസിലേറ്ററി മോഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കണ ഓസിലേറ്ററി മോഷൻ, ദാറ്റ് ഈസ് അത് വേർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ആവണില്ല. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ബോബ് ഇവിടം വരെ പോകണു. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദ വെലോസിറ്റി മസ്റ്റ് ബി ഇവിടുത്തെ കേസിലെ വെലോസിറ്റി എന്താണ്? ഇവിടെ ദിസ് ബോബിൻ്റെ ദിസ് ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ്. ഇതാണ് പെൻഡുലം, ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. സോ ദിസ് ഇസ് ലെങ്ത് ഇസ് എൽ, ദിസ് ലെങ്ത് ഇസ് ഓൾസോ എൽ. സർക്കിൾ അല്ലേ, സർക്കിളിൻ്റെ ആർക്കാണ് ഈ എല്ലാണ് ആർ. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ ഹാഫ് എം വി സ്ക്വയർ ആൻഡ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0, ദാറ്റ് ഇസ് എം ജി ആർ. സോ ദാറ്റ് മീൻസ് വി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 2gr. പക്ഷെ അത് ഇവിടം വരെ വരുമ്പോൾ വെലോസിറ്റി 0 ആവും. ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ എന്താ പറ്റണം? ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ഇവിടം വരെ എത്തരുത്, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 2gr ആവണം. സോ ദാറ്റ് മീൻസ് ദ മിനിമം വെലോസിറ്റി ഇസ് വി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 2gr എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് റീച്ചിങ് ഇവിടം വരെ എത്തും. ഓക്കെ, ഇറ്റ്സ് റീച്ചിങ് ടിൽ ദിസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. അപ്പോൾ ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ വെലോസിറ്റി മസ്റ്റ് ബി ദ മിനിമം വെലോസിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 2gr. ദാറ്റ് മീൻസ് ഈ ബോബ് ഇങ്ങനെയാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ഇവിടെ വരുമ്പോൾ വെലോസിറ്റി 0 ആവാൻ പാടില്ല. സോ ദ വെലോസിറ്റി മസ്റ്റ് ബി മിനിമം വെലോസിറ്റി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് 2gr. ഓക്കെ, മിനിമം വെലോസിറ്റി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് 2gr. ആൻഡ് ഇവിടെ വേർട്ടിക്കൽ സർക്കിൾ ആകുമ്പോഴത്തേക്ക് to complete the vertical circle, the minimum velocity at the bottom to complete the vertical circle. To complete the vertical circle, minimum velocity at the bottom is minimum velocity at the bottom is root of 5gr. ഇത് ടു കംപ്ലീറ്റ് ദ വെർട്ടിക്കൽ സർക്കിൾ. പക്ഷേ ഇവിടെ വെർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല, ഓസിലേറ്ററി മോഷനേ ആവുള്ളൂ. സോ ഇവിടുത്തെ മിനിമം വെലോസിറ്റി മസ്റ്റ് ബി സ്മോളർ ദാൻ റൂട്ട് ഓഫ് 5gr. ഓക്കെ, അപ്പോൾ സ്മോളർ ദാൻ റൂട്ട് ഓഫ് 5gr ആൻഡ് ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് 2gr. ഒളി ദാൻ അത് ഇങ്ങനെ പെൻഡുലമാണെങ്കിൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിവിടം വരെ എത്തൂല, ദാറ്റ് ഈസ് ഈ ഹൈറ്റ് വരെ എത്തൂല. ഈ ഹൈറ്റ് വരെ എത്തി വെലോസിറ്റി 0 ആയ എന്ത് പറ്റും? ടപ്പോന്ന് താഴോട്ട് വീഴും. ഇനിഷ്യൽ വെലോസിറ്റി 0, അപ്പോൾ അത് ഗ്രാവിറ്റി കാരണം താഴോട്ട് വീഴും. അപ്പോൾ അത് വരാൻ പാടില്ല. സോ വെലോസിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് 2gr ബട്ട് ലെസ് ദാൻ റൂട്ട് ഓഫ് 5gr. എന്നാലേ ഓസിലേറ്ററി മോഷൻ നടക്കും. Point okay? So that point is important. The bob performs oscillatory motion if the velocity is greater than root of 2gr and velocity less than root of 5gr. So choice D. ഇത് മനസ്സിലാക്കിയിട്ട് റിസൾട്ടായിട്ട് ഓർത്തോണം. ഓസിലേറ്ററി മോഷൻ. സോ വെർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ താഴത്തെ മിനിമം വെലോസിറ്റി ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 5gr. അതിനെക്കാട്ടിയും കൂടാൻ കുറയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body is projected with a velocity v1
from a point A as shown in the figure. So, this figure this point this velocity is V1. This angular projection is given as 30 degree. Okay, here 30 degree mark ചെയ്തിട്ടുണ്ട് കണ്ടോ. So, it's marked 30 degree. ഇവിടെ 30 degree mark ചെയ്തിട്ടുണ്ട് 30 degree. കണ്ടല്ലോ 30 degree. So, V1. ഇനി at the same time ഇതാണ് A. At the same time another body is projected upwards from B. B ഏത് point ആണ്? B is ഇവിടെ maximum height ഉണ്ട് ഈ point. ഇതാണ് B. From B with a velocity V2. അപ്പോൾ vertical velocity V2 ആണ്. The point B lies vertically below the highest point. ഇതാണ് highest point, maximum height h. For both the bodies to collide. So, both the bodies to collide ആണെങ്കിൽ എങ്ങനെ വരും? ഈ പാർട്ടിക്കിൾ ഇത് ബി ഇവിടെ നിന്ന് വേർട്ടിക്കലി മുകളിലോട്ടായിട്ട് ഇത് ഇവിടെ എത്തണ നിമിഷം കൊണ്ട് ഇത് ഇവിടെ നിന്ന് ഇവിടെ എത്തും. അപ്പോൾ ദേ വിൽ കൊളൈഡ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് രണ്ടിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റി എടുത്താൽ റിലേറ്റീവ് വേർട്ടിക്കൽ വെലോസിറ്റി, relative motion of A with respect to B. ഞാൻ vertical motion എടുക്കണം. vertical motion എടുക്കുമ്പോൾ രണ്ടുപേരുടെയും ഇനിഷ്യൽ vertical acceleration രണ്ട് മേളിലോട്ട് എറിയുമ്പം vertical acceleration G താഴോട്ടാണ് രണ്ടുപേർക്കും G താഴോട്ടാണ് ഈ പോയിൻറ്റിനും ഈ പോയിൻറ്റിനും. ഓക്കെ, ബോഡീസിനും. അപ്പോൾ രണ്ട് ആക്സിലറേഷൻസും വേർട്ടിക്കൽ ആക്സിലറേഷനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് റിലേറ്റീവ് വേർട്ടിക്കൽ ആക്സിലറേഷൻ ഇസ് 0. റിലേറ്റീവ് വേർട്ടിക്കൽ ആക്സിലറേഷൻ 0 ബിക്കോസ് ബോത്ത് ദ ജീസ് ആർ വേർട്ടിക്കലി ഡൗൺവേർഡ്സ്. രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് വാല്യൂ 0 വരും. ഓക്കെ, അപ്പോൾ വേർട്ടിക്കൽ മോഷനിൽ റിലേറ്റീവ് വേർട്ടിക്കൽ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് റിലേറ്റീവ് വേർട്ടിക്കൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ തമ്മിൽ മുട്ടണമെങ്കിൽ റിലേറ്റീവ് മോഷൻ എന്താണ്? V1 sin theta. ഓക്കെ, V1 sin theta ആണ്. ഇവിടുത്തെ vertical velocity V2. That is what is happening is V1 sin theta minus V2, that is relative vertical velocity into time should be 0. എന്നാലേ തമ്മിൽ മുട്ടു. ഓക്കെ, so that means time 0 അല്ല. അതുകൊണ്ട് V1 sin theta is equal to V2 or എന്തോ ചോദിച്ചിരിക്കുന്നത് V2 divided by V1. അപ്പോൾ V2 divided by V1 എന്ന് പറയുമ്പോൾ sin theta, that is sin 30. sin 30 is half. ഇവിടെ 0.5. So, V2 divided by V1 is 0.5. Choice B. Point okay? So, both bodies collide എന്ന് പറയുമ്പോൾ may put one with respect to the other. Relative vertical velocity 0. So, that means രണ്ടിൻ്റെയും vertical velocity same or relative vertical distance travelled will be the same. That is രണ്ടിൻ്റെ vertical distance traveled will be the same. അതായത് relative vertical distance traveled is the same. vertical distance കാണാൻ relative vertical acceleration 0 ആയതുകൊണ്ട് velocity constant, അപ്പോൾ relative velocity multiplied by time is equal to 0. So, V1 sin theta is equal to V2. Point okay? അടുത്ത question. So, answer is 0.5. Next question. Number 6. 2 masses 2 gram and 8 gram. So, ഒന്നിൻ്റെ മാസ് 2 gram, മറ്റേൻ്റെ മാസ് 8 gram. Equal kinetic energy. Kinetic energy യുടെ ഫോർമുല in terms of momentum p squared divided by 2m. So, equal kinetic energy constant ആണ്. അതിൻ്റെ അർത്ഥം p squared by 2m is a constant. That means p squared proportional to m. അല്ലേ, 2 is a constant, p squared by m is a constant എന്ന് പറയുമ്പോൾ p squared proportional to m. So, p proportional to root m. So, p1 by p2 എന്ന് പറയുമ്പോൾ അത് root of m1 divided by m2. m1 root of 2 divided by 8. അപ്പോൾ root of 1 by 4. അപ്പോൾ എന്താ വരും 1 by 2. So, ratio 1:2. Ratio is 1:2. Choice B. Clear? Kinetic energy constant, p squared by 2m constant. So, p squared proportional to m.
P proportional to root n. So P1 by P2 will be root of M1 by M2. That simplify cheyumbo answer 1:2 nu kittum. That's okay. Adutha question. Direct theory aanu. U1 and U2 are the initial and V1 and V2 the final velocity of colliding bodies. So, the coefficient of restitution E nu parayumbo velocity of separation divided by velocity of approach. Alla anganella parana. Velocity of separation divided by velocity of approach. എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസ് ബിഫോർ കൊളിഷൻ M1 U1 M2 U2 ആണെങ്കിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ U1 അപ്രോച്ചിങ് U2, അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് U1 മൈനസ് U2. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ M1ൻ്റെ വെലോസിറ്റി V1 M2ൻ്റെ വെലോസിറ്റി V2 ആണെങ്കിൽ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ V2 മൈനസ് V1. സോ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. സോ അവരെഴുതിയിരിക്കണ ഈ മൈനസ് ശ്രദ്ധിച്ചോണം. അവർ എഴുതിയിരിക്കുന്ന E is equal to minus V1 minus V2 divided by U1 minus U2. That's the same as V2 minus V1 divided by U1 minus U2. നമ്മൾ എഴുതിയ അതേ സാധനം തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. ഈ ഡെഫിനിഷൻ എഴുതിയില്ലെങ്കിലും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുമ്പോൾ E is equal to 1. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ E is equal to 1. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ E is equal to 0. സാധാരണ കൊളിഷൻസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും ആയിരിക്കില്ല ഇൻഇലാസ്റ്റിക്കും ആയിരിക്കില്ല പെർഫെക്റ്റ്ലി. സോ E ജനറലി ലൈസ് ബിറ്റ്വീൻ he can take values greater than or equal to 0 and less than or equal to 1. അപ്പോൾ any number from 0 to 1. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആകുമ്പോൾ E is equal to 1. Alright. സോ ഇവിടെ E is equal to 1. ഡയറക്റ്റ് തിയറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The speed of a homogeneous solid sphere. Solid sphere. So the solid sphere is rolling down an incline. ഒരു റോളിംഗ് ആണ്. റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻ ആകുമ്പോൾ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ റോളിംഗ് നടക്കില്ല. ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ഈ ഗ്രാവിറ്റി മാത്രമേ ഉള്ളെങ്കിൽ, ഇഫ് ദർ ഇസ് ഓൺലി ഫോഴ്സ് ആക്ടിങ് ഇസ് ഗ്രാവിറ്റി, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ ബോഡി റോൾ ചെയ്യൂ. And whether the body rolls down the slope or the body rolls up the slope, friction is always directed up the slope. Friction is always directed up the slope. Body താഴോട്ട് റോൾ ചെയ്താലും മേളിലോട്ട് റോൾ ചെയ്താലും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ അപ്പ് ദ സ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ റോളിംഗ് ആകുമ്പോഴത്തേക്ക് മെക്കാനിക്കൽ എനർജി ഈസ് എ കോൺസ്റ്റൻ്റ് അറിയാമല്ലോ. സോ ദാറ്റ് മീൻസ് ഈ ഹൈറ്റ് h ആണെങ്കിൽ ഇവിടെ എത്ര വെലോസിറ്റി V ആണെങ്കിൽ എന്താ പറ്റും, ഹാഫ് m v² into 1 plus k² by r². That's a total kinetic energy at the bottom that is obtained from potential energy mgh. Rolling ആകുമ്പോൾ there is no loss in energy due to friction theory. So half mv² into 1 plus k² by r² is equal to mgh, or simplify ചെയ്യുമ്പം എം ആൻഡ് എം ക്യാൻസൽ ചെയ്യും. നേരിട്ട് ഫോമിൽ ഓർക്കണമെങ്കിൽ ഓർത്തോളൂ. V² എന്ന് പറയുമ്പോൾ 2gh ഡിവൈഡഡ് ബൈ 1 പ്ലസ് k² ബൈ r². ഇവിടെ ബോഡി സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ k² ബൈ r² എന്ന് പറയുമ്പോൾ 2/5 ആണ്. സോ 1 പ്ലസ് 2/5 എന്ന് പറയുമ്പോൾ 7/5. സോ ദിസ് ബിക്കംസ് 2gh ഡിവൈഡഡ് ബൈ 7/5 മോളിപ്പോൾ. സോ 10gh ഡിവൈഡഡ് ബൈ 7. ഇതാണ് V². നമുക്ക് എന്താ വേണം, വി വാണ്ട് V. സോ V വിൽ ബി റൂട്ട് ഓഫ് 10gh ഡിവൈഡഡ് ബൈ 7. റൂട്ട് ഓഫ് 10gh ഡിവൈഡഡ് ബൈ 7, ചോയ്സ് E. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ് സ്ഫിയറിന് k² ബൈ r² 2/5 ആണ്. റിങ്ങിനാണെങ്കിൽ റിങ്ങിന് k² ബൈ r² 1 ആണ്, അതാണ് മാക്സിമം. ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3. സോളിഡ് സ്ഫിയർ നമ്മൾ പറഞ്ഞ പോലെ 2/5. പിന്നെ ഡിസ്ക് ആണെങ്കിൽ 1/2 അല്ലേ. അപ്പോൾ ഇവിടെ ഹോളോ സ്ഫിയർ ഇങ്ങനെ ഓർക്കണമെന്ന് എളുപ്പം. ഡിസ്കിന് 1/2, സോളിഡ് സ്ഫിയറിന് 2/5. ഇതാണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് k² ബൈ r². പിന്നെ റിംഗ് ഈസ് ഇക്വലൻ ടു
hollow cylinder rolling about its own axis. Disk is equivalent to solid cylinder rolling about its own axis. അപ്പോൾ ഈ k²/r² വാല്യൂസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ ചോയ്സ് എ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Two particles of equal mass go round a circle of radius r. അപ്പോൾ ഈ മാസ് m, ഈ മാസ് m, രണ്ടുപേരും they are going in a circle. ഇങ്ങനെ they are going in a circle of radius r. So this is r. ഇതും ഐഡൻറ്റിക്കൽ ആണ്, ഇതും r. രണ്ടും ഐഡൻറ്റിക്കൽ ആണ്, രണ്ടും r. ദാറ്റ് മീൻസ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? എമ്മും എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2r. ഇതാണ് അതിൻ്റെ ക്യാച്ച്. ഡിസ്റ്റൻസ് 2r. ഇനി വാട്ട് ഈസ് കൺവേർട്ടഡ് ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് under the action of the mutual gravitational attraction. അപ്പോൾ gravitational force of attraction is providing the centripetal force for rotation. Okay, so gravitational force of attraction എന്ന് പറയുമ്പോൾ g m1 m2 divided by distance squared. ഇവിടെ g m into m by distance 2r ആണ്. അപ്പോൾ 2r the whole square. So g m1 m2 by distance squared is equal to mv squared by r. Radius r ആണ്, mv squared by r. ഇതേ കണക്ക് ടൈം പീരീഡ് ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം വി സ്ക്വയർഡ് ബൈ ആറിന് പകരം എം ആർ ഒമേഗ സ്ക്വയർഡ് ഇട്ടിട്ട് ഒമേഗ എന്ന് പറയുന്നത് 2π/t അല്ലേ? ഒമേഗ 2π/t. ഫ്രീക്വൻസി ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ 2πf. അപ്പോൾ പലതരം കണക്ക് ഇവിടെ വരാം. ഇതിപ്പോൾ വി ചോദിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് വി കണ്ടുപിടിക്കണം. സോ ഒരു എം ക്യാൻസൽ ആവും, 1m ക്യാൻസൽസ്. സിംപ്ലിഫൈ യുവർ ഓൺ വേ. അപ്പോൾ ജി എം ഡിവൈഡഡ് ബൈ 4r² ആണ് വി സ്ക്വയർഡ് ബൈ ആർ. ഒരാറും കൂടെ ക്യാൻസലായി. സോ വാട്ട് റിമെയിൻസ്? വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ജി എം ബൈ 4r, അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് 4ൻ്റെ റൂട്ട് 2, 1/2 റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ. സോ 1/2 റൂട്ട് ഓഫ് ജി എം ബൈ ആർ. ചോയ്സ് സി. ഇവിടെ തെറ്റാന്നുള്ള ചാൻസ് രണ്ട് മാസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് r അല്ല 2r ആണ്. കാരണം അവരോട് സർക്കിളിൻ്റെ റേഡിയസ് ആണ് r. അപ്പോൾ തമ്മിലുള്ള ദൂരം 2r. അതാണ് അതിൻ്റെ ക്യാച്ച്. പിന്നെ ടൈം പീരീഡോ ഫ്രീക്വൻസിയോ സ്പീഡോ ഒമേഗയോ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the work done in blowing a bubble of radius r is w, bubble has two free surfaces. So work done എന്ന് പറയുമ്പോൾ numerical value of surface tension multiplied by increase in surface area. Okay, എന്ന് പറഞ്ഞാൽ surface energy numerically equal to surface tension. So surface tension ആണ്. ഇവിടെ അതേ ബബിളിൻ്റെ കാര്യം പറയണം. അപ്പോൾ സർഫസ് ടെൻഷൻ ഞാൻ ടി എന്ന് വിളിച്ചാൽ ഇവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഒറിജിനലി ബബിൾ ഇല്ല, പിന്നെ ഒരു ബബിളായി. സോ ഇറ്റ് ഈസ് ഡബ്ല്യു ഇസ് ടി ഇൻറ്റു ബബിൾ ഹാസ് ടു ഫ്രീ സർഫസസ്. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ 4πr². സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 4π ബിഗ് r². ഇതാണ് ആദ്യത്തെ ഡബ്ല്യു. Then what is the work done? What is W2? T into radius 2r ആണ്. അപ്പോൾ 2 ഇൻറ്റു 4π ഇൻറ്റു 2r the whole square. ശരിക്കും പറഞ്ഞാൽ T ഇൻറ്റു 2 ഇൻറ്റു 4π കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എൻട്രൻസിന് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇനഫ്. ഇതിപ്പോൾ ഞാൻ സ്റ്റെപ്പായിട്ട് കാണിച്ചു. ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് റേഡിയസ് സ്ക്വയർ, അത്രേ ഉള്ളൂ. സോ W2 ഡിവൈഡഡ് ബൈ W വിൽ ബി 2r the whole square divided by r the whole square. അപ്പോൾ 2r by r the whole square, that is 4. So W2 is equal to 4W. Answer C. Okay, അപ്പോൾ സെയിം ബബിൾ ആയതുകൊണ്ട്, സെയിം ലിക്വിഡ് ആയതുകൊണ്ട് the surface tension സെയിം. 2 ഇൻറ്റു 4π ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ W പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയർ മതി ഈ കണക്കിൽ. സോ ആൻസർ 4W. ചോയ്സ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pressure inside a closed vessel is reduced by drawing out some gas. അപ്പോൾ ഗ്യാസ് കുറച്ച് വെളിയിലെടുത്താൽ that means number of molecules of the gas inside will become less. ലാംഡ മീൻ ഫ്രീ പാത്തിൻ്റെ ഫോർമുല 1/√2
pi d squared n. Lambda mean free path, d diameter of the molecule, n എന്ന് പറയുന്ന concentration എന്ന് പറയുമ്പോൾ number of molecules per unit volume. ഇതാണ് n. അപ്പോൾ കുറച്ച് ഗ്യാസ് when you are drawing out some gas, number of molecules കുറയും. അപ്പോൾ ഈ ഫോർമുലയിൽ n കുറയും. അപ്പോൾ ഇതിൽ n കുറയും, അപ്പോൾ പ്രഷർ കുറയുന്ന അർത്ഥം. മോളിക്യൂൾസ് കൂടുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ n കുറയുമ്പോൾ എന്താ പറ്റും? ലാംഡ കൂടും. ഡിനോമിനേറ്റർ കുറഞ്ഞപ്പോൾ ആൻസർ കൂടി. സോ ലാംഡ ഈസ് ഇൻക്രീസ്. സോ ചോയ്സ് ബി. ഓക്കെ. എക്സസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഫ്രീ സർഫസ് ആണ്. അപ്പോൾ 2 ഫ്രീ സർഫസ് ആകുമ്പോൾ എക്സസ് പ്രഷറിൻ്റെ ഫോർമുല 4s/r ആണ്. എസ് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ ടി എന്ന് വിളിക്കാം. ടി സ്റ്റാൻഡ്സ് ഫോർ സർഫസ് ടെൻഷൻ. അപ്പോൾ ബബിൾ ആയതുകൊണ്ട് 2 ഫ്രീ സർഫസ്. ഡ്രോപ്പ് ആണെങ്കിൽ എക്സസ് പ്രഷറിൻ്റെ ഫോർമുല ഇൻസൈഡിൻ്റെ ഫോർമുല 2s/r, 2t/r. ടി സർഫസ് ടെൻഷൻ എന്ന് വിളിക്കണം. ബബിൾ ആകുമ്പോഴത്തേക്ക് 4t/r. അപ്പോൾ രണ്ടും ബബിളാണ്, അതുകൊണ്ട് എക്സസ് പ്രഷർ പ്രപ്പോർഷണൽ ടു 1/r ആണ്. ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. So excess pressure inside one soap bubble is 3 times that inside the other soap bubble. അപ്പോൾ delta P proportional to 1/r ആണ്. അപ്പോൾ 1/r1 is 3 times 1/r2. ഓക്കെ. അപ്പം R1. സോ ഇവിടെ സിംപ്ലിഫൈ ആസ് യു ലൈക്ക്. ഞാൻ 3 ഇപ്പുറത്ത് കൊണ്ടുവന്നു. 1/3 is equal to R1/r2. ക്ലിയർ? പ്രയാസമാണെങ്കിൽ R2 is equal to 3R1. അപ്പോൾ R1/r2 എന്ന് പറയുമ്പോൾ 1/3. നമുക്ക് വേണ്ട എന്താ? വോളിയം ഓഫ് ദ ഫസ്റ്റ് ബബിളാണ്, സ്ഫിയറാണ്. വോളിയം 4/3πr³. സോ വോളിയം 1/വോളിയം 2 4/3πr³ ആണ്. അപ്പോൾ പ്രപ്പോർഷണൽ ടു റേഡിയസ് ക്യൂബ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് R1/r2 ദ ഹോൾ ക്യൂബ്ഡ്. സോ വോളിയം 1 divided by volume 2 will be R1/r2 the whole cubed, that is 1/3 cubed. 3 into 3 into 3, 27. So 1/27. Choice D. All these are simple but normally Varana questions are. Okay. Choice D. Next one. Next question. In the indicator diagram, net work done. അപ്പോൾ ഇവിടെ ഈ വർക്ക് ഡൺ, ഏരിയ എൻക്ലോസ് ബൈ ദ പി വി ഗ്രാഫ് നമുക്കറിയാം. ഏരിയ എൻക്ലോസ് ബൈ ദ പി വി ഗ്രാഫ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, സപ്പോസ് ഇറ്റ്സ് എ ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ വിൽ ബിക്കം പോസിറ്റീവ്. ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, നെറ്റ് വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. ഓക്കെ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. ഇവിടെ നമ്പർ 1ഉം നമ്പർ 3യും, നമ്പർ 1 ആൻഡ് നമ്പർ 3, ഇത് നമ്പർ 1, ഇത് നമ്പർ 3. നമ്പർ 1 ആൻഡ് നമ്പർ 3 ഐഡൻറ്റിക്കൽ സർക്കിൾസ് ആണ്. ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസും കണ്ടോ, മറ്റേത് ക്ലോക്ക് വൈസും ആണ്. അപ്പോൾ അതിൻ്റെ ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ്, രണ്ടും ഒരേ ഏരിയയാണ്, അത് തമ്മിൽ ക്യാൻസൽ ചെയ്യും. പിന്നെ ബാക്കി ആരുണ്ട്? 2 മാത്രമേ ഉള്ളൂ. So network is done is only because of 2. And 2 എങ്ങനെ കൊടുക്കണോ? 2 is ഇങ്ങനെ കാണിച്ചിരിക്കണം, ആൻറ്റി ക്ലോക്ക് വൈസ്. ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. സോ ആൻസർ നെറ്റ്വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Average value of kinetic energy and potential energy over one time period. Kinetic energy and potential energy രണ്ടായാലും minimum values of those energies is 0 and maximum values is half m omega squared e squared നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ maximum value is equal to total energy. അപ്പോൾ average value will become, average value kinetic energy ആയാലും potential energy ആയാലും it is 1/4 m omega squared a squared. അപ്പോൾ രണ്ടും 1/4 m omega squared a squared. സോ ചോയ്സ് ഡി. m omega squared a squared മുകളിലാണ്, അതിന് ക്ലിയർ ആണല്ലോ. 1/4 പിന്നെ m omega squared a squared. അത് പിന്നെ ആ പ്രിൻ്റ് കുറച്ച് താഴോട്ട് വന്നാലും ക്ലിയർ ആണല്ലോ, ഇങ്ങനെയാണ്.
So answer is D. Another question. A particle undergoes simple harmonic motion having time period t. Time taken for 3/8 of an oscillation. So, നമുക്ക് certain standard results അറിയേണ്ടത് ഇത് mean position, ഇത് ഒരു സൈഡിലെ എക്സ്ട്രീം പൊസിഷൻ, അതായത് ഇവിടെ വെലോസിറ്റി 0, ഇവിടെ മറ്റേ സൈഡിലെ എക്സ്ട്രീം പൊസിഷൻ പാർട്ടിക്കിൾ തിരിയാണ്, ഇവിടെയും വെലോസിറ്റി 0. ഓക്കെ, ഇത് മീൻ പൊസിഷൻ ടു എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുമ്പോൾ T/4 ആണ് എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് എൻ ഓസിലേഷൻ ആണ്. എന്നിട്ട് ഇത് അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് വെച്ചോളൂ. ദാറ്റ് ഈസ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് A/2. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് മീൻ പൊസിഷൻ ടു എക്സ്ട്രീം പൊസിഷനാണ് ആംപ്ലിറ്റ്യൂഡ് ഇത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുത്തിട്ട് റിസൾട്ട് ഓർക്കേണ്ട, ഇവിടെ ഈ പകുതി സമയം എടുക്കണ കുറവാണ്. അപ്പോൾ ഇവിടെ T/12ഉം ഈ സാധനം T/6ഉം ആണ്. അതുപോലെ ഇപ്പുറത്തും സിമെട്രിക് ആണ്, ഇവിടെ എന്ത് കാണിക്കുന്നു അതേപോലെ ഇപ്പുറത്തും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ടൈം ടേക്കൺ ഫോർ 3/8 ഓഫ് എൻ ഓസിലേഷൻ. 3/8 ക്യാൻ ബി റിട്ടൺ ആസ് 2 + 1/8, അതായത് 2/8 + 1/8 അല്ലേ? 2/8 + 1/8. 2/8 എന്താണ്? 1/4. 1/4 ഓഫ് എൻ ഓസിലേഷൻ. 1/4 ഓസിലേഷൻ പ്ലസ് 1/8 എന്താണ്? ഹാഫ് ഓഫ് 1/4 ഓസിലേഷൻ. ഹാഫ് ഓഫ് 1/4 ഓസിലേഷൻ. അപ്പോൾ ഇവിടെ 1/4 ഓസിലേഷൻ. സോ ബോഡി ടൈം പീരിയഡ് T ഇവിടെ നിന്ന് തുടങ്ങി 1/4 ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ പോയി, ഇവിടെ നിന്ന് ഇവിടം വരെ പോയി. ഇതാണ് 1/4 ഓഫ് എൻ ഓസിലേഷൻ. അപ്പോൾ അതിൻ്റെ സമയം T/4 ആണ്. പിന്നെ അതെന്തോ ചെയ്തു, ഈ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഇനി ആ 1/4 പകുതി എന്ന് പറയുമ്പോൾ ഇവിടം വരെ, ഇവിടം വരെ എന്ന് പറയുമ്പോൾ ടൈം എത്ര? T/6 ആണ്. അണ്ടർസ്റ്റുഡ്? ഇവിടം തൊട്ട് എക്സ്ട്രീം വരെ പോയി 1/4 ഓസിലേഷൻ, വെലോസിറ്റി 0 ആയി. പിന്നെ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടം വരെ. സോ T/6. സോ വി വോണ്ട് എന്താ വേണം? T/4. സോ ടോട്ടൽ ടൈം ഇസ് T/4 പ്ലസ് T/6. സോ T ഇൻറ്റു 1/4 പ്ലസ് 1/6. സോ T ഇൻറ്റു ഇവിടെ എന്താ വന്നു? 12 എടുത്താൽ സിംപ്ലിഫൈ യുവർ ഓൺ വേ. 12 എടുത്താൽ 3 + 2. സോ ആൻസർ 5T/12. സോ ടോട്ടൽ ടൈം ടേക്കൺ 5T/12. ചോയ്സ് C. Choice C. All right? Clear? 3/8 of an oscillation. Next question. For a stationary wave ആണ്, velocity of a stationary wave 0. അറിയാലോ? 2 waves same velocity traveling in opposite direction ആണ്, 2 progressive waves, but the speed of the stationary wave is 0. So stationary wave equation is given as y is equal to 4 sin pi x divided by 15 multiplied by cos 96 pi t. This is in the form 2a sin kx cos omega t. Okay, 2a is the amplitude of each progressive wave. ഒരാൾ മുമ്പോട്ട് പോകണോ, മറ്റേ പുറകോട്ട് പോകണോ. A amplitude of each progressive wave. അപ്പോൾ ഇവിടെ amplitude of each progressive wave, each progressive wave എന്ന് പറയുമ്പോൾ അത് ചോദിച്ചിരുന്നെങ്കിൽ അത് 4/2 2 ആയിരുന്നു, 2 യൂണിറ്റ്സ് ആയിരുന്നു. ഓക്കെ, പക്ഷെ അത് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നോഡും ആൻറ്റി നോഡും. സോ ദിസ് ഇസ് ദ സ്റ്റേഷനറി വേവ്. സൈൻ കെ എക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സൈൻ കെ എക്സ് ഇസ് ഈക്വൽ ടു 0, ഡിസ്പ്ലേസ്മെൻറ്റ് 0. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് നോഡാണ്. അങ്ങനെയും ചോദിക്കാം. നോഡ് ഇവിടെ ആൻറ്റി നോഡാണ്. അപ്പം നോഡ് ടു ആൻറ്റി നോഡ് λ/4. നോഡ് ടു നോഡ് എന്ന് പറയുമ്പോൾ λ/2 ആണ്. അപ്പം നോഡ് ടു ആൻറ്റി നോഡ് λ/4 ആണ്. ഓക്കെ, λ/4 ആണ് ചോദിച്ചിരിക്കുന്നത്. കെ എന്താണ്? കെ എന്ന് പറയുമ്പോൾ 2π/λ. സോ λ is equal to 2π/k. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഇസ് കെ? ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് കെ ആണ്, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ അത് π/15 ആണ്. ഓക്കെ, സോ കെ ഇസ് π/15.
So lambda 2 pi divided by pi by 15. That means 30. So lambda is 30 centimeter. Our actually x is in centimeter എന്ന് പറയാനുള്ളതാണ് ക്വസ്റ്റ്യനിൽ. പക്ഷേ വേറെ സെൻറ്റിമീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ വി വോണ്ട് വാട്ട് നോട്ട് ടു ആൻറ്റി നോട്ട് എന്ന് പറയുമ്പോൾ ലാംഡ ബൈ 4. സോ ലാംഡ ബൈ 4 എന്ന് പറയുമ്പോൾ 30 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് 7.5 സെൻറ്റിമീറ്റർ. So answer 7.5 centimeter, choice A. Alright. Another question. N1, N2, N3 are the fundamental frequencies of three segments into which a string is divided. So, this string ആണ് frequency. ഇത് ഓരോ segment, ഇതാണ് ഒരു segment എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റ് ഇതിൻ്റെ ലെങ്ത് L1, ഇത് L2, ഇത് L3 ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ L1 പ്ലസ് L2 പ്ലസ് L3. ഓക്കെ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ബേസിക് ഫോർമുല ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1/2L root of T by mu. T tension, mu linear density. So F proportional to 1/L. F proportional to 1/L or L proportional to 1/F. ഇവിടെ എഫിന് പകരം n യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ proportional to 1/L. So that means L is equal to L1 plus L2 plus N3. L proportional to 1/N. L1 1/N1. L2 1/N2. L3 1/N3. എല്ലാവരുടെയും ആ proportional to, അതായത് ആ കോൺസ്റ്റൻറ്റ് തമ്മിൽ ക്യാൻസൽ ആവും. So 1/N is equal to 1/N1 plus 1/N2 plus 1/N3. ടോട്ടൽ ലെങ്തിൻ്റെ ഫ്രീക്വൻസി കാണുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ഫോർമുല, ഇതിൻ്റെ നമ്പർ പ്രോബ്ലം ആയിട്ട് വരാം. സോ ചോയ്സ് എ. ചോയ്സ് എ. ക്ലിയർ? നെക്സ്റ്റ് വൺ. Frequency of a radar, frequency is given as 780 megahertz. Mega 780 multiplied by 10 raised to 6 hertz. Frequency of the reflected wave is increased by 2.6. അപ്പോൾ വേവ് ഇങ്ങനെ മുമ്പ് റഡാറിൽ പോയി സ്ട്രൈക്ക് ചെയ്തിട്ട് വേവ് മുമ്പോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരണം, തിരികെ. ഓക്കെ. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി എയർപ്ലെയിൻ വി ആണെങ്കിൽ ഡെൽറ്റ എഫിൻ്റെ ഫോർമുല എഫ് ഇൻറ്റു 2v/c. റഡാറിൽ മൈക്രോവേവ് വെലോസിറ്റി ട്രാവലിംഗ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് c 3 × 10⁸ m/s. സോ എഫ് തന്നിട്ടുണ്ട്. ഡെൽറ്റ എഫ്, ദറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഉണ്ട് ഇൻ കിലോ ഹെർട്സ്. സോ ഡെൽറ്റ എഫ് ഇസ് ഗിവൺ ആസ് 2.6 കിലോ ഹെർട്സ്. 2.6 × 10⁻³ ഹെർട്സ്. എന്നിട്ട് വി കാണണം, എഫ് അറിയാം. സോ വി എന്ന് പറയുമ്പോൾ ഡെൽറ്റ എഫ് multiplied by c divided by 2f. Delta f multiplied by c divided by 2f. So delta f 2.6 into 10⁻³ c 3 into 10⁸ divided by 2 f. F is 780 into 10⁻⁶. സിംപ്ലിഫൈ, നിങ്ങളുടെ ഇഷ്ടം പോലെ സിംപ്ലിഫൈ ചെയ്യാം. സോ 10⁻⁶ ആൻഡ് 10⁻⁸, 10⁻². ക്ലിയർ? ഇവിടെ 2 ആൻഡ് 2.6 1.3 വരും. പിന്നെ അപ്പോൾ ബാക്കി 3യും 780, 3 ആൻഡ് 780, 3 2s are 6, 3 6 are 18. അപ്പോൾ എന്താ വന്നു? കാൽക്കുലേഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സോ ഇറ്റ് ഈസ് എനിക്ക് ചെയ്തത് 1.8 അല്ല 1.3 മൾട്ടിപ്ലൈഡ് ബൈ 10⁻³ 10⁻², 10⁻5 താഴെ ഡിവൈഡഡ് ബൈ 2 പോയി. പിന്നെ ആകെ 26 × 10, 26 × 10. ക്ലിയർ? അപ്പോൾ 1.3 × 10⁻⁴, അതായത് 13 × 10⁻³ ഡിവൈഡഡ് ബൈ 26. 13 × 26 × 2. 1000/2. 1000/2 എന്ന് പറയുമ്പോൾ 500.
So answer becomes 500 meter per second, അതായത് 0.5 kilometer per second. Calculation simplifying കഴിഞ്ഞിട്ട് calculation your own way ചെയ്ത് ആൻസർ എടുത്താൽ മതി. So choice B 0.5 kilometer per second. അടുത്ത question. A balloon contains 10 grams in air. അപ്പോൾ 10 grams of air, അതാണ് അതിൻ്റെ അർത്ഥം. എയർ ബിഗിൻസ്, അപ്പോൾ 10 grams ആണ്. അപ്പോൾ മാസ്, എയറിൻ്റെ മാസ് 10 grams ആണ്. സോ മാസ് 10 grams. Air begins to escape from a small hole in the bottom at the rate of 4 centimeter per second. 4 centimeter per second. അപ്പോൾ per second ഇറങ്ങിപ്പോണ എയറിൻ്റെ സ്പീഡ് 4 centimeter ആണ്. ആൻഡ് കംപ്ലീറ്റ്ലി ദാറ്റ് മീൻസ് ഫുൾ എയറും ടൈം 2 seconds കൊണ്ട് അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറി. സോ എയർ മുമ്പോട്ട് പോകുമ്പോൾ ബലൂണിന് ഫോഴ്സ് വരുമല്ലോ. സോ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം. സോ ഇറ്റ്സ് ആക്ച്വലി ഡി പി ബൈ ഡി ടി. സോ ഡി ബൈ ഡി ടി ഓഫ് എം വി. സോ ഇൻ അതർ വേർഡ്സ് ഈ കേസിൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അത്രേ ഉള്ളൂ. ബിക്കോസ് ഫൈനൽ മൊമെൻറ്റം 0 ആയി, അത് ഫൈനലി കംപ്ലീറ്റ് ഷ്രിങ്ക് ആയി. സോ മാസ് ഇൻറ്റു വെലോസിറ്റി ബൈ ടൈം. എല്ലാം ആൻസർ സി ജി എസിലാണ്. സോ വി ലീവ് ഇറ്റ് ഇൻ സി ജി എസ്. Mass 10 gram, velocity 4, time 2. So answer 20, CGS system number 20 dynes. Choice 4. Alright. Another question. The linear momentum of a particle increases by 50%. Kinetic energy. Kinetic energy, linear momentum തമ്മിലുള്ള ബന്ധം p square divided by 2m. That means kinetic energy proportional to p square. അതേ ബോഡിയാണ്. So kinetic energy 2 divided by kinetic energy 1 is p2 by p1 the whole square. So linear momentum increases by 50% എന്ന് പറയുമ്പോൾ അര കൂടി. So p1 p എന്ന് വിളിച്ചാൽ p2 becomes p plus 50%, 50 by 100. 0.5 p, 1.5 അപ്പോൾ 1.5 p. ഓക്കെ, 1.5 ആയിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ 3/2 ആയിട്ട് വയ്ക്കാം, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി. 1.5 വെച്ച് ചെയ്താലും കുഴപ്പമില്ല. സോ p2 by p1 becomes 3/2. സോ കൈനറ്റിക് എനർജി 2 divided by kinetic energy 1 is p2 by p1 is 3/2 the whole square. So that is 9/4. That is Ke2 by Ke1. Percentage increase in kinetic energy. Percentage increase in kinetic energy. Basic formula, final value minus initial value divided by initial value into 100. Or എളുപ്പം Ke2 by Ke1 minus 1 into 100. So Ke2 by Ke1 9/4 minus 1 into 100. So 9 minus 4, 5/4 into 100. 500/4, which is 125%. ഇത്ര ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്ര സ്റ്റെപ്പ് എഴുതിയെന്നേ ഉള്ളൂ. സ്ട്രേറ്റ് അവേ Ke2 by Ke1 will be p2 by p1 the whole square. Percentage increase in kinetic energy is Ke2 by Ke1 minus 1 into 100 എന്ന് പറഞ്ഞ് നേരെ അങ്ങ് ചെയ്യാം. So answer 125%. Alright. Next one. Two particles initially at rest. അതാണ് അതിൻ്റെ key point. Initially at rest. Initially at rest എന്ന് പറയുമ്പോൾ അതിൻ്റെ initial velocity of center of mass 0 ആണ്. പിന്നെ they are moving towards each other because of mutual force of attraction. എന്ന് പറഞ്ഞാൽ അത് internal force ആണ്. Internal force ആണ്. പുറത്തുനിന്ന് ആരെയും തള്ളിയല്ല, തമ്മിലുള്ള attraction ആണ്. അപ്പോൾ internal ഫോഴ്സ് ആണ് മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഓൾസോ 0. സോ ചോയ്സ് 4. ഓൾറൈറ്റ്. ഇവിടെ ഇനിഷ്യലി അഡ്രസ്ഡ് ആണ് ഇവിടെ കീവേഡ്. പിന്നെ
attracting because of mutual force. അപ്പോൾ തമ്മിലുള്ള ഫോഴ്സ്, internal force, external force 0. അപ്പോൾ velocity of center of mass is a constant. അപ്പോൾ തുടക്കത്തിൽ 0 ആയതുകൊണ്ട് finally also it becomes 0. Next question. What is the specific heat of ice at 0 degrees melting into water at 0 degrees? അപ്പോൾ ice at 0 is getting converted to water at 0. അപ്പോൾ change in temperature 0. അല്ലേ? ഐസും 0, വാട്ടറും 0. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0. സ്പെസിഫിക് ഹീറ്റ് ബേസിക് ഫോർമുല ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ സ്പെസിഫിക് ഹീറ്റ് ഇസ് ക്യൂ ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇവിടെ എന്താ വരും? ഡെൽറ്റ തീറ്റ 0. ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ ആൻസർ ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ഐസോതേർമൽ പ്രോസസ്സാണിത്. ഐസോതേർമൽ പ്രോസസ്സിന് സ്പെസിഫിക് ഹീറ്റ് ഇൻഫിനിറ്റി. ചോയ്സ് 2. Isothermal process, temperature constant, change in temperature 0. So that's an isothermal process. Specific heat of such a process is infinity. Next one. Simple question. A cross B യുടെ മാഗ്നിറ്റ്യൂഡും A dot B യുടെ മാഗ്നിറ്റ്യൂഡും. A cross B യുടെ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് AB sin തീറ്റയാണ്. A dot B യുടെ മാഗ്നിറ്റ്യൂഡ് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ എ ബി കോസ് തീറ്റ. അപ്പോൾ ഇത് രണ്ട് ഈക്വലാണ്. ഇക്വേഷൻ 1 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 2. സോ എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ എ ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ഓർ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ചോയ്സ് സി. ഓൾറൈറ്റ്. എ ക്രോസ് ബി ഇസ് എ വെക്ടർ അറിയാം. ഇവിടെ മാഗ്നിറ്റ്യൂഡാണ്. എ ഡോട്ട് ബി സ്കെയിലർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. എഫ് എക്സ് ഗ്രാഫാണ്. ഏത് ഗ്രാഫിൻ്റെയും വൈ കോർഡിനേറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ എക്സ് കോർഡിനേറ്റ് ഗിവ്സ് യു ഏരിയ. അപ്പോൾ ഏരിയ ഈസ് എഫ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ്. ഇൻ അതർ വേർഡ്സ് വർക്ക് ഡൺ. ആൻഡ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് എനർജി തിയറം അനുസരിച്ച് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് കൺസെപ്റ്റ്. സോ ഈ ഗ്രാഫ് ഇതൊരു ട്രപ്പീസിയമാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഇസ് ഈക്വൽ ടു 12 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്താണ്? ഈ ലെങ്ത് L2 എന്ന് വിളിക്കാം, ഈ ലെങ്ത് L1, ഹൈറ്റ് h. അപ്പോൾ ഏരിയ ഇസ് ഗിവൺ ബൈ ഹാഫ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് L1 പ്ലസ് L2 മൾട്ടിപ്ലൈഡ് ബൈ h. അല്ലേ? സോ ഏരിയ ഇസ് ഗിവൺ ബൈ ഹാഫ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇവിടെ L1 എന്ന് പറയുന്നത് 0 to 12 പ്ലസ് L2 മുകളിലത്തെ ലെങ്ത് 4 തൊട്ട് 8 വരെ. അപ്പോൾ അത് 4 ഇൻറ്റു ഹൈറ്റ് ഇസ് ദാറ്റ് ഫോഴ്സിൻ്റെ 10. സോ 160 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 80. ഇതാണ് വർക്ക് ഡൺ. ഇനി പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം rest, that means initial velocity 0. So W is equal to half mv squared minus 0. Clear? So work done 80, mass 100 gram തന്നിട്ടുണ്ട്. So 100 gram എന്ന് പറയുമ്പോൾ അത് 0.1 kilogram അല്ലേ? So mass is equal to 100 gram, 0.1 kilogram. So V is equal to 2W by m into root. So 2 into 80 divided by 0.1 the root. 160 by 0.1 എന്ന് പറയുമ്പോൾ 1600 root. So answer is 40 meter per second. Initial velocity 0 അല്ല എന്നുണ്ടെങ്കിൽ half m v squared minus u squared ചെയ്യണം. ഓക്കെ, ഈ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് ക്ലിയർ. ഏരിയ കണ്ടിട്ട് ഇനി അഥവാ മുകളിലും താഴെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെയല്ലേ ഉള്ളൂ. സപ്പോസ് താഴെ ഏരിയ ഉണ്ടായിരുന്നെങ്കിൽ A1 മൈനസ് A2 എടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. A1 മൈനസ് A2 ദാറ്റ് വിൽ ഗിവ് യു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 equal masses M1 and M2 are moving in the same straight line.
equal masses. അപ്പോൾ the key word there is equal masses. ശ്രദ്ധിക്കില്ല M1 M2 എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. The key word is two equal masses M1 and M2 എന്ന് പറഞ്ഞാൽ M1 is equal to M2. Equal masses ആയതുകൊണ്ട് elastic collision. Next word is elastic collision. അപ്പോൾ equal masses, elastic collision. After collision they exchange their velocities. അപ്പോൾ U1 plus 3m U2 minus 5 ആണെങ്കിൽ V1 will be minus 5 and V2 will be plus 3. അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും വെലോസിറ്റീസ്. സോ മൈനസ് 5 ആൻഡ് പ്ലസ് 3. ചോയ്സ് ഡി. ടു ഈക്വൽ മാസസ് M1 ആൻഡ് M2 ഇട്ടുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കില്ല. ദ കീ വേർഡ് ഇസ് ഈക്വൽ. പിന്നെ ഇലാസ്റ്റിക് കൊളിഷൻ. ആഫ്റ്റർ ഇലാസ്റ്റിക് കൊളിഷൻ ടു ഈക്വൽ മാസസ് ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി ഇസ് മാക്സിമം 100% ട്രാൻസ്ഫർ ആണ് ആൻഡ് ദേ എക്സ്ചേഞ്ച് ദിയർ വെലോസിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ. A meter stick is held vertically. So, this meter stick ആണ്. That means അതിൻ്റെ ലെങ്ത് 1 meter. ഞാനിപ്പോൾ L വെച്ച് പറയാം. In general L. ഈ കണക്കിൽ L 1 meter ആണ്. And is then allowed to fall. So, തുടക്കത്തിൽ യൂണിഫോം ആണ്. മാസ് ഇവിടെ ഇത് L/2. So, തുടക്കത്തിൽ അതിൻ്റെ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി ആണ് which is mg L/2. And അത് താഴോട്ട് വീഴുമ്പോൾ ഈ എൻഡ് ഫിക്സ്ഡ് ആണ്. The end at the floor does not slip. So, this point A remains here. അത് ഇങ്ങനെ വീഴും. So, that same rod comes here. Okay, അപ്പോൾ rotational kinetic energy ആണ്. So, this is converted to rotational kinetic energy half I omega squared. Moment of inertia of a rod rotating about one end is ml squared by 3. So, it becomes mg L/2 is equal to half I എന്ന് പറയുന്നത് ml squared by 3 half I omega squared. Okay, so m cancel ആവും, ഒരു L cancel ആവും, 2 പോയി. So you get omega squared is equal to 3g by L എന്ന് വരും. ഇവിടെ V ആണ്. ഒമേഗ കണക്കിന് ചോദിക്കുകയായിരുന്നു, ഇവിടെ V ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ദാറ്റ് ഈസ് ഇവിടെ വന്ന് വീഴുമ്പോൾ ഈ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാണ്. സോ V ഇസ് ഈക്വൽ ടു L ഒമേഗ. സോ ഒമേഗയുടെ ഫോർമുല ചിലവർ ഈ ഫോർമുല റിസൾട്ടായിട്ട് ഓർത്ത് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഓർക്കാം 3g by L. സോ ഒമേഗ ഈസ് റൂട്ട് ഓഫ് 3g by L. V ഇസ് ഈക്വൽ ടു L ഒമേഗ. അപ്പോൾ V ഇസ് L ഒമേഗ. V L ഒമേഗ ബിക്കോസ് ദേ ഹാസ് ദ എൻഡ് ഒരു അറ്റം ചോദിച്ചുകൊണ്ട് L ഒമേഗ എന്ന് പറയുമ്പോൾ L ഈ റൂട്ട് L വെട്ടിയിട്ട് യു ഗെറ്റ് റൂട്ട് ഓഫ് 3gL. ഈ ഫോർമുലയായിട്ട് ഓർത്ത് വയ്ക്കണവരുണ്ട് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഓർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം സ്ട്രേറ്റ് അവേ. സോ അല്ലെങ്കിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് യു നൗ ഗെറ്റ് ദ റിസൾട്ട് V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3gL. സോ 3 ഇൻറ്റു 9.8 ഇൻറ്റു L 1 meter. സോ റൂട്ട് ഓഫ് 3 8s are 24 carry to 29.4. റൂട്ട് ഓഫ് 29 നമുക്കറിയാം 5 സ്ക്വയർഡ് 25ഉം 6 സ്ക്വയർഡ് 36 എന്നും അറിയാം. അപ്പോൾ 5നും 6നും ഇടയ്ക്ക് ഒറ്റ നമ്പറേ ഉള്ളൂ. 5നും 6നും ഇടയ്ക്ക് ഒറ്റ നമ്പറേ ഉള്ളൂ, അതുകൊണ്ട് അത് ബി. ഓക്കെ, 5നും 6നും ഇടയ്ക്ക് 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. പക്ഷേ വേണ്ട, 5 പോയിൻ്റ് ഒറ്റ നമ്പറേ ഉള്ളൂ. സോ ചോയ്സ് ബി എന്ന് സ്ട്രേറ്റ് അവേ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ 27. In a thermodynamic process. So, thermodynamic, first law of thermodynamics, delta Q is equal to delta U plus delta W. Okay, heat absorbed ആണെങ്കിൽ delta Q positive. പിന്നെ increase in internal energy ആണെങ്കിൽ delta U positive. പിന്നെ വർക്ക് ഇസ് ഡൺ ബൈ ദ ഗ്യാസ് ആണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവ്. തിരിച്ചാണെങ്കിൽ നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഹീറ്റ് ഇസ് ഗിവൺ ഔട്ട്, ഡെൽറ്റ ക്യൂ നെഗറ്റീവ്. ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി, ഡെൽറ്റ യു നെഗറ്റീവ്. വർക്ക് ഇസ് ഡൺ ഓൺ ദ ഗ്യാസ്, ഡെൽറ്റ ഡബ്ല്യു നെഗറ്റീവ്. ഇവിടെ 400 joules of heat is given to the gas. That means delta Q heat is absorbed. So it is plus 400 joules. And 100 joules of work is also done on it,
on it. That's the keyword. It is done on it. Work is done on the gas. By is positive. So on is negative. So that is minus 100. Clear? So basic formula, delta Q is equal to delta U plus delta W. Upper delta U is another delta Q minus delta W. So delta U becomes delta Q 400 minus delta W is minus 100. This type of problems is very important. So answer plus 500 joules. Delta U plus 500 എന്ന് പറയുമ്പോൾ increase in internal energy. Internal energy increases by 500 joules. Alright. അടുത്ത question. A pendulum clock is 5 seconds fast at a temperature 15 degrees Celsius. അപ്പോൾ pendulum T is equal to 2 pi into root of L by G അറിയാം. T proportional to root L. പിന്നെ എന്താ അറിയാം? അപ്പോൾ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ സമ്മറിൽ ലെങ്ത് കൂടും, ടൈം പീരിയഡ് കൂടും. അപ്പോൾ ക്ലോക്ക് വിൽ റൺ സ്ലോ. സമ്മർ എന്ന് പറയുമ്പോൾ ചൂട് കാലത്ത്. അപ്പോൾ ചൂട് കാലത്ത് ക്ലോക്ക് വിൽ റൺ സ്ലോ. അപ്പോൾ ഇറ്റ് വിൽ ലൂസ് ടൈം. വിൻ്ററിൽ നേരെ മറിച്ച്, വിൻ്റർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറവാകുമ്പോൾ ക്ലോക്ക് വിൽ റൺ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഗെയിൻസ് ടൈം. അപ്പോൾ ഇവിടെ a pendulum clock is 5 seconds fast. So that means temperature less. 5 seconds fast at temperature 15. അപ്പോൾ correct temperature, calibrated temperature or the true temperature theta ആണെങ്കിൽ ഈ 15 അതിൻ്റെ കുറവാണ്. So that means theta is greater than 15 എന്ന് കിട്ടി. ഇനി and so that means again in time fast എത്ര ഓടി? It is 5 seconds fast. Fastest 5 seconds. അതുപോലെ 10 seconds slow. അപ്പോൾ ഇവിടെ സ്ലോ 10 seconds ആണ്. 10 seconds slow. സെക്കൻഡ് സ്ലോ എപ്പോൾ ചൂടാകുമ്പോഴത്തേക്ക്. അപ്പോൾ ചൂടാവുമെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഹൈയാണ്. സോ ദാറ്റ് മീൻസ് ഏത് ഹൈയാ? 30 degree Celsius is greater than theta. ഇനി so number of seconds gained or lost, number of seconds, basic formula, number of seconds gained or lost, basic formula, gain or loss in time t is half alpha delta theta into tr. Clear? അപ്പോൾ ഇവിടെ ആൽഫ ലീനിയർ എക്സ്പാൻസിവിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ഇൻ എ ഗിവൺ ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ തീറ്റ ഇസ് നമ്പർ ഓഫ് സെക്കൻഡ്സ് ഗെയിൻഡ് ഓർ ലോസ്റ്റ്. സോ അപ്പോൾ 5 seconds fast. സോ 5 seconds, നമ്പർ ഓഫ് സെക്കൻഡ്സ് 5 seconds fast പ്രൊപ്പോർഷണൽ ടു എന്താണ്? 5 seconds fast എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു തീറ്റ മൈനസ് 15ഉം പിന്നെ 10 seconds സ്ലോ. അപ്പോൾ 10 seconds ആകുമ്പോൾ 30 is more than theta. അപ്പോൾ proportional to theta 30 minus theta. Clear? ബാക്കി simplify and find out the correct temperature. Divide ചെയ്യുമ്പോൾ 10 by 5. That means 2 is equal to right hand side 30 minus theta divided by theta minus 15. Cross multiply. 2 theta minus 30 is equal to 30 minus theta. So 3 theta is equal to 60. Or theta is equal to 20 degree Celsius. So the clock shows correct time at 20 degree Celsius. ഇതും ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് കണക്കാണ്. എപ്പോഴാണ് ഗെയിൻ ചെയ്യണത്, എപ്പോഴാണ് ലൂസ് ചെയ്യണത്. ഓക്കെ. ആൻഡ് നമ്പർ ഓഫ് സെക്കൻഡ്സ് ഗെയിൻഡ് ഓർ ലോസ്റ്റിൻ്റെ ബേസിക് ഫോർമുല. ഓൾ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോയിലിംഗ് വാട്ടർ. ഇതേ കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടു. ബോയിലിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ ബോയിൽസ് അറ്റ് 100 degree Celsius. ഇത് ബോയിലിംഗ് വാട്ടർ ടു സ്റ്റീം. അപ്പോൾ സ്റ്റീം ഇസ് ഓൾസോ അറ്റ് 100 degree Celsius. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി. നമ്മൾ നേരത്തെ ഐസ് അറ്റ് 0 ടു വാട്ടർ അറ്റ് 0 എന്താ പറഞ്ഞു? ഡെൽറ്റ തീറ്റ 0, സ്പെസിഫിക് ഹീറ്റ് ഇൻഫിനിറ്റി. സെയിം തിങ്. So specific heat is infinite. Choice C. Next question. A steel wire of length 0.2 meter and cross sectional area 1 millimeter squared is attached to 2 rigid supports.
രണ്ടറ്റം ഫിക്സ്ഡ് ആണ്. rod is not allowed to expand or contract, so it is under stress. Temperature during a change in tension. So that എന്താണ് ടെൻഷൻ്റെ ബേസിക് ഫോർമുല അറിയാമല്ലോ, ടെൻസൈൽ ഫോഴ്സ് ഇതിൻ്റെ ബേസിക് ഫോർമുല YA ആൽഫ ഡെൽറ്റ തീറ്റ അല്ലേ. ഇതാണ് ഫോഴ്സ്. സ്ട്രെസ് ആണെങ്കിൽ Y ആൽഫ ഡെൽറ്റ തീറ്റ. സ്ട്രെയിൻ ഇസ് ടെൻസൈൽ സ്ട്രെയിൻ വിൽ ബിക്കം strain is equal to delta L by L, that is alpha delta theta. Okay, so basic formula Y is equal to stress by strain. All the formula area. Stress എന്ന് പറയുമ്പോൾ Y into strain and stress is force divided by area. So tensile force ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ tensile force ആണ് change in tension YA alpha delta theta. Y Young's modulus. യൂണിറ്റ് എല്ലാം SI സിസ്റ്റം തന്നെയാണ്. അപ്പോൾ Y 2 into 10 raised to 11. Y ഏരിയ 1 millimeter squared. millimeter squared മീറ്റർ ആക്കാൻ മൾട്ടിപ്ലൈ ബൈ 10 raised to -6 -3 the whole square. അപ്പോൾ മീറ്റർ സ്ക്വയർഡ് ആയി. YA ലീനിയർ എക്സ്പാൻസിവിറ്റി ഈസ് ഓൾറെഡി ഗിവൺ ഇൻ പ്രോപ്പർ യൂണിറ്റ്സ് പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ പെർ കെൽവിൻ 10 raised to -5. ടെമ്പറേച്ചർ എത്ര മാറി? 40 in 20. 40 minus 20, 20. So 20. Simplify that. So, ഇവിടെ 2, 1.1, 20. 2 into 2, 4. 4 into 1.1 was 0 in 11. ഇനി ബാക്കി 10 raised to 11 minus 6 minus 5. ഇതെല്ലാം പോയി. ഇത് 10 raised to 0, that's 1. So 11 into 4, 44 Newton. So answer 44 Newton, choice C. Okay, calculation എഴുതിയിട്ട് your own way simplify ചെയ്യാം. Next question 31. So section A 30 questions, section B 20 questions you have to answer 15 അറിയാലോ. 31 ഇത് direct theory ആണ്. Two spherical soap bubbles of radii R1 and R2 in vacuum coalesce under, that is joined together under isothermal conditions. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോതേർമൽ കണ്ടീഷൻ PV is a constant വെച്ചിട്ടാണ് ആറിൻ്റെ ഫോർമുല √R1² + R2². ഓക്കെ, ഡയറക്റ്റ് തിയറി. ഇത് പ്രോബ്ലം ആയിട്ടും വരാം. R1 R2 തന്നിട്ട് R കാണാൻ പറയാം. സോ ചോയ്സ് C. 32. An open pipe and a closed pipe resonate to the same tuning fork. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എടുത്താൽ ഓപ്പൺ പൈപ്പ്, ക്ലോസ് പൈപ്പ്. അപ്പോൾ ഓപ്പണിന് V/2L1, ക്ലോസ്ഡിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L2. V ക്യാൻസലായി. You want L1/L2. So cross multiply ചെയ്യുമ്പോൾ 4L2 ആണ് 2L1. So L1/L2 will become 4 divided by 2, that is 2/1. So answer 2:1, choice B. Be very careful, simplify ചെയ്യുമ്പോൾ. Simple question. Next one. Surface is frictionless, ratio of T1 and T2. So ഇവിടെ this is T1, ഇത് T1, T1, ഇത് T2. So 3 kilogram, T2 tension 12 kilogram. ഇത് T1. Okay, so T1, ഇത് T2. കോമൺ ആക്സിലറേഷൻ ആണ് എല്ലാവർക്കും. സോ T1 is pulling ആരൊക്കെ 12 + 3 into common acceleration. T2 is pulling only 3 kilogram divided by 3 into AC. So AC cancel. AC stands for common acceleration. So T1/T2 is equal to 15 divided by 3, that is 5:1. So choice D, 5:1. Simple, but mass is connected by a string, very important ആണ്. ഈ ഫോഴ്സ് ചരിഞ്ഞിരിക്കണം നമുക്ക് വേണ്ട, ബിക്കോസ് ദേ ആസ്കിങ് യു ദ റേഷ്യോ. അപ്പോൾ AC കോമൺ ആയതുകൊണ്ട് കോമൺ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണ്ട, അത് ക്യാൻസൽ ചെയ്ത് പോകും.
Next question. An open organ pipe has a fundamental frequency 100. Now, open organ pipe fundamental frequency V by 2L. What frequency will be produced if one end is closed? Now, that pipe length is a closed pipe. That fundamental frequency V by 4L. Now, either V by 2L is 100. Okay, V by 4L it is half of V by 2L. That means it is 100 by 2, that is 50. Closed pipe in the frequencies and the closed pipe odd harmonics only, F, 3F, 5F, etc. That's 50, 3 into 50, 150. 5 into 50, 250, etc. So, choice B. Answer choice B. Next question. Satellite goes along an elliptical path. Kepler's laws are elliptical path. Satellite goes with the sun at one of the foci of the ellipse. Rate of change of arc length. This arc length. This arc length and change in length is the area measure. So, delta A by delta T works out to be delta L by delta T. Okay, and you know angular momentum, elliptical orbital angular momentum 2m into delta A by delta T. You also know angular momentum is proportional to root r. So, that means delta L by delta T is proportional to root r. Okay. So, it is proportional to root r. Answer r raised to half, choice C. Alright. Next one. A horse, 35 questions on a section A, sorry, pinne. അടുത്ത 15 10 ചെയ്യണം section B. A horse pulls the cart. Which of the following? അപ്പോൾ horse pulls the cart. അപ്പോൾ force എങ്ങനെ വരണം? So it is horse മുമ്പോട്ട് പോകുമ്പോൾ ഹോഴ്സിൻ്റെ കാല് ഗ്രൗണ്ടിൽ പുറകോട്ടാക്കുമ്പോൾ ആ ഫ്രിക്ഷൻ മുമ്പോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ? That horse, when you are walking, your feet is moving backwards. So friction tends to oppose that motion. So friction is pulling the cart backwards. So which of the following forces makes the cart move? So force exerted by the horse on the ground. So force exerted by the horse on the ground, friction between the hoof and the ground pushes the cart forward. So that's just the wind. Next question. Diagram. This is Venturi meter diagram. This is X, this is X, this is Y. Clear? Speed of water at X is given. Upper wider pipe. Upper area of X is greater than area of Y. Greater than area of Y. Figure area. Adonda A1 V1 is equal to A2 V2. Area kudiya velocity korayum. So velocity of X is less than velocity of Y. Then the height difference, that is this H, this is H. Height difference is given as 5.1 millimeter. This is vellam, upper 5.1 into 10 raised to 3 meter of water. This is given. Then a horizontal flow on. Horizontal flow on velocity upper area kudiya Ax greater than Ay. Vx less than Vy. Appa kinetic energy kornya pressure energy kudu. Appa Px greater than Py. One form of energy decreases, the other form of energy increases. Appa basic formula P1 my horizontal flow ana. So P1 minus P2 is equal to half rho V2 squared minus V1 squared. Horizontal flow amba pressure energy, kinetic energy matre ullu. Rho is the density of water. You would have Px more than Py. So Px minus Py.
Px minus Py is equal to half density of water. എല്ലാം CGS ആണ്. ഓക്കെ, അതുകൊണ്ട് CGS ചെയ്യാം. അപ്പോൾ P1 minus P2 density of water 1 gram per cc. CGS answer is also in CGS. അപ്പോൾ ഈ വെലോസിറ്റി 5.1 millimeter എന്ന് പറയുമ്പോൾ 0.51 centimeter. 0.51 centimeter മീറ്റർ ആക്കണ്ട. സോ ഹാഫ് റോ 0.51 ദാറ്റ് മീൻസ് 51 into 10 raised to minus 2 into V2 squared minus V1 squared. V2 squared minus V1 squared എന്ന് പറയുന്നത് Px minus Py. V2 Vy squared minus Vx squared. Clear? Vx is given, Vy കാണണം. So Px minus Py. Px minus Py corresponds to H rho G. H height difference എത്ര 5.1 millimeter. ഇവിടെ തെറ്റി, ഒരിക്കലും കൂടെ പറയാം. സോ ഇതാണ് ഫോർമുല, ഒരിക്കലും കൂടെ പറയാം. ഈ റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, ഞാൻ കയറി 5.1 ഹൈറ്റ് അല്ലേ, ഒരിക്കലും കൂടെ പറയാം. സോ Px minus Py is H rho G, that is 0.51 centimeter. Density of water 1, G 10 meter per second square, that means 1000 centimeter per second square, 10 raised to 3. So that becomes 510 Px minus Py. You are doing CGS, അപ്പോൾ Newton per meter square ന് പകരം dynes per centimeter square. So Px minus Py is 510. Half density of water 1 gram per cc. V2. So number 38. 3 rods same material എന്ന് പറയുമ്പോൾ K constant, same cross section അപ്പോൾ A constant, each rod is same length L constant. Basic formula Q by T is equal to Ka d theta divided by dx. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ആണ്, ഇങ്ങനത്തെ കണക്കൊക്കെയാണ് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഹീറ്റ് ഇസ് ഫ്ലോയിങ് ഫ്രം ഈ 90 to theta, ഈ 90 to theta and comes to theta to 0. That means Q2 by T plus Q3 by T will be equal to Q1 by T. അപ്പോൾ അതിൽ Ka കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ആകെ d theta by dx എടുത്താൽ മതി. സോ d theta 90 minus theta, എല്ലാ റോഡും സെയിം ലെങ്ത് ആണ്, പ്ലസ് 90 minus theta divided by L, അപ്പോൾ അത് 2 and 3 ആയി, is equal to theta minus 0 by L. L ക്യാൻസൽ ചെയ്ത് പോയി. So 90 plus theta 180 minus 2 theta ആണ് theta. So 180 is equal to 3 theta, or theta becomes 180 divided by 3, so that is 60 degree Celsius. Choice B. So choice B. Okay. അടുത്ത question. 10 tuning forks arranged in increasing order of frequency in such a way that any two nearest tuning forks produce 4 beats per second. Increasing order ആണ്, അപ്പോൾ ഏറ്റവും ആദ്യത്തെയാണ് മിനിമം. സോ ആദ്യത്തെ F ആണെങ്കിൽ രണ്ടാമത്തെ F പ്ലസ് 4, അതായത് 1 into 4. ഇത് ആദ്യത്തെ, ഇത് രണ്ടാമത്തെ. മൂന്നാമത്തെ ആകുമ്പോൾ 2 into 4 ആണ്, ഇതാണ് മൂന്നാമത്തെ. അപ്പോൾ മൂന്നാമത്തെ ആകുമ്പോൾ 2 അങ്ങനെ. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി 10 എണ്ണമാണ്, അപ്പോൾ നാലാമത്തെ ആകുമ്പോൾ 3 into 4 അങ്ങനെ അങ്ങനെ. 10ാമത്തെ ആകുമ്പോൾ F plus 9 into 4 വരും, ബിക്കോസ് മൂന്നാമത്തെ 2 into 4 ആണല്ലോ. സോ ഹയസ്റ്റ് ഫ്രീക്വൻസി is twice that of the lowest. That means F plus 9 into 4 is 2F. So F is equal to, F അപ്പുറത്തോ 9 4 36. അപ്പോൾ F 36 ആണ് എങ്കിൽ ഹയസ്റ്റ് എത്ര? ഹയസ്റ്റ് 2F ആണ്. So that means it is 72. So 36 and 72, choice D. അപ്പോൾ ഹയസ്റ്റ് 72, ലോവസ്റ്റ് 36. Next question. Number 40. A block rests on an inclined plane. So inclined plane ആണ്. Block rests on an inclined plane. Angle is slowly increased
so that block slides down when the angle becomes 30 degree. So ആദ്യം സ്ലൈഡ് ചെയ്യണില്ല, പിന്നെ just when the angle is 30 degree it just begins to slide down. Just begins to slide down എന്ന് പറഞ്ഞാൽ അത് ആംഗിൾ ഓഫ് റീപ്പോസ് ആണ്. അപ്പോൾ തീറ്റ ലെസ് ദാൻ 30 വരെ അത് സ്ലൈഡ് ചെയ്തില്ലായിരുന്നു, പിന്നെ കൂട്ടി വന്നപ്പോൾ ജസ്റ്റ് സ്ലൈഡിങ് ഡൗൺ ആകുമ്പോൾ അത് ആംഗിൾ ഓഫ് റീപ്പോസ് ആണ്. സോ ആംഗിൾ ഓഫ് റീപ്പോസ് എന്ന് പറയുമ്പോൾ താഴത്തെ എം ജി സൈൻ തീറ്റയും മുകളിൽ മ്യൂ എം ജി കോസ് തീറ്റ, മ്യൂ എസ് എം ജി കോസ് തീറ്റയും ഈക്വൽ ആണ്. സോ ദാറ്റ് മീൻസ് മ്യൂ എസ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ടാൻ ഓഫ് ദി ആംഗിൾ ഓഫ് റീപ്പോസ് എന്നറിയാം. സോ ഹിയർ ഇറ്റ് ഇസ് ടാൻ 30 ആൻഡ് ടാൻ 30 is 1/√3. So answer 1/√3. It's the angle of repose, choice 4. Next one. Two soap bubbles A and B are formed at the two open ends. അപ്പോൾ ബബിളിൻ്റെ എക്സ്ട്രാ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ 4s/r. ദാറ്റ് മീൻസ് റേഡിയസ് കുറവാണെങ്കിൽ പ്രഷർ എക്സ്ട്രാ പ്രഷർ കൂടുതലാണ്. So total pressure inside is also more because it's outside pressure plus the extra pressure. Bulb A smaller ആണ്. അപ്പോൾ bulb A smaller ആകുമ്പോൾ the extra pressure inside A will be greater than inside B. അത് smaller ആണ്. Bulb A is smaller, so അതിൻ്റെ excess pressure will be more. അപ്പോൾ വാൽവ് തുറക്കുമ്പോൾ air flows from higher pressure to lower pressure. So air will flow from higher pressure to lower pressure എന്ന് പറഞ്ഞാൽ air flows from A to B. A to B. That is smaller bubble ആണ്. സ്മോളർ ബബിളിൽ നിന്ന് വലിയ ബബിളിലോട്ട് പോകും. അപ്പോൾ സ്മോളർ ബബിളിൻ്റെ പിന്നെ വോളിയം കുറഞ്ഞ് വന്ന് ഫൈനലി അത് കൊളാപ്സ് ചെയ്യും. സോ A will become smaller and B will become larger because ചെറിയ ബബിള് ഇന്ന് എയർ പോണു, വലിയ ബബിളിലോട്ട് എയർ പോണു. So A becomes smaller and smaller, B becomes bigger and bigger till ആരെങ്കിലും ഒരാൾ ആദ്യം കൊളാപ്സ് ചെയ്യും. So choice 3. Next one. A particle is moving in a circle of radius r centered at O with constant speed. Speed constant ആണ്, പക്ഷേ ഡയറക്ഷൻ മാറണമുണ്ട്, വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. V1ൻ്റെ മാഗ്നിറ്റ്യൂഡ് V ആണ്, V2ൻ്റെ മാഗ്നിറ്റ്യൂഡും V ആണ്. ബട്ട് ആംഗിൾ 40 ഡിഗ്രി. ഇതാണ് തീറ്റ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ദ മാഗ്നിറ്റ്യൂഡ് 2v സൈൻ തീറ്റ/2. V1ൻ്റെയും V2 ഈക്വൽ മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ അഡിഷൻ ആണെങ്കിൽ 2v കോസ് തീറ്റ/2, സബ്ട്രാക്ഷൻ ആണെങ്കിൽ 2v സൈൻ തീറ്റ/2. അപ്പോൾ ഇവിടെ 2v സൈൻ 40/2. ദാറ്റ് മീൻസ് 2v സൈൻ 20. Choice D. Next one. Escape speed of a projectile from the earth's surface തന്നിട്ടുണ്ട്. VE ഉണ്ട് 11.2 km/s. Body projected with a speed equal to 4 times the escape speed. അപ്പോൾ ഇൻഫിനിറ്റിയിൽ എസ്കേപ്പ് സ്പീഡ് ആണെങ്കിൽ ഇൻഫിനിറ്റിയിൽ വെലോസിറ്റി 0 ഉള്ളൂ. If V is more than VE, then V squared minus VE squared will be the velocity at infinity. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ V is 4VE. So 4VE the whole squared minus VE squared ആണ് V2 squared. So V2 squared becomes 15VE squared. അപ്പോൾ V2 becomes VE root 15. VE എന്ന് പറയുന്നത് 111.2 root 15 km/s. Choice C. Choice C. Now, if V is less than VE, total energy will become negative. V is equal to VE, total energy 0. V greater than VE, total energy becomes positive. Next one. 22 grams of carbon dioxide at 27 degrees is mixed with 16 grams. Carbon dioxide in the molecular mass is 44. Carbon dioxide. പിന്നെ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32. അപ്പോൾ ഇവിടെ 22 gram എന്ന് പറയുമ്പോൾ ഹാഫ് മോൾ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഹാഫ് ആണ്.
16 gram is also half mole. So temperature of the mixture formula N1 T1 plus N2 T2 is equal to N1 plus N2 into T mix. So T mix becomes N1 half into T1. Temperature should be in Kelvin. 27 degrees Celsius over 300 Kelvin. N2 is also half. 37 or 310 varum. Divided by N1 plus N2, half plus half 1. So it is half into 610. So that becomes 305 Kelvin. Celsius ആകുമ്പോൾ 305 ന്ന് 273 കുറയ്ക്കുമ്പോൾ it becomes 32 degree Celsius. So answer 32 degree Celsius, choice E. Alright. Next one. A tank is velocity of efflux in the idea. A tank is filled with water to a height h. So idana height h aanu. A hole is made in one of the walls at a depth d below the free surface. So this is d. So velocity, water comes out with a velocity root of 2gh, 2gd. Then distance x upon ivada varum. Ini distance x from the foot of the wall at which the water coming out of the tank strikes the ground. Appo idana ground. So water ivada varum. We want to find out this range. This range aanu x ennu vilichirukku. So range, you know, either direct formula or come, range is velocity into time. Velocity root of 2gd. Time is the time taken to fall from here to here. Appo idu h aanengil idu h minus d. So time root of 2 into h minus d divided by g. Karanam distance, vertical velocity 0 aanu, so vertical distance y is equal to half gt square. So t is root of 2y by g. Ivada y nu parna h minus d. So the range aanu nammade x, v root of 2gd ellam root aanu, mattadum root aanu 2 into h minus d divided by g. Everything is in root, whole thing is root. G and g vettipo 2 into 2 4 into root 2 veli varum into root of d into h minus d. So 2d into h minus 2 into root of d into h minus d, choice d. Clear? Next question. A 5 kilogram stationary bomb. Stationary എന്ന് പറയുമ്പോൾ initial velocity 0, initial momentum 0, so final momentum is also 0. പക്ഷേ final momentum എന്ന് പറയുമ്പോൾ 3 മാസ്സാണ്. So vector p1, finally vector p1 plus vector p2 plus vector p3 is equal to 0. അതിൽ masses are in the ratio 1:1:3. Total 5 ആണ്. അപ്പോൾ ഒരാളുടെ മാസ് 1 കിലോഗ്രാം, രണ്ടാമത്തെ ആളും 1 കിലോഗ്രാം, മൂന്നാമത്തെ ആൾ 3 കിലോഗ്രാം. Because total 5 ആണല്ലോ. If parts having same mass, so 1 kilogram and 1 kilogram. So here P1 move with velocities 30 meter per second. So mass into velocity 1 into 30. This is also 1 into 30. But 2 and 30 and P1 plus P2 becomes P1 plus P2 in the magnitude is 30 into root 2. Okay. ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് from this equation from 1 P3 എന്ന് പറയുന്നത് minus of P1 plus P2. So P3 മാഗ്നിറ്റ്യൂഡും 30 root 2 തന്നെ. Because direction opposite ഉള്ളൂ. ഇതാണ് P3. ഇനി P3 എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. സോ M3 V3 ആണ് 30 root 2. M3 is 3 kilogram.
So V3 becomes 30 root 2 divided by 3 kilograms. So answer is 10 root 2 meter per second. So velocity becomes 10 root 2 meter per second. Choice E. Choice E. Alright. Next one. Carnot's engine de kanaka. A Carnot's engine takes in 3000 kilocalories of heat from the reservoir. So that means heat absorbed on Q1 3000 kilocalorie. At, so temperature of the source 627 degrees Celsius, 627 plus 273 Kelvin, 900 Kelvin, T1, and gives it to a sink, T2, 273 plus 27, 300 Kelvin. Work done by the engine. Work done orana Q1 minus Q2. Appa Q2 kandupidikkanam. Q2 kandupidikkan Q2 by Q1 is equal to T2 by T1. So Q2 is equal to Q1 into T2 by T1. Q1 3000 kilocalorie, 3000. T2 by T1 300 by 900. About 1 by 3 up 1000 kilocalorie. This is Q2. So Q1 minus Q2 will be 3000 minus 1000 kilocalorie. That is 2000 kilocalorie. Okay. Answer is given in joules. 1 calorie is 4.2 joules. So this is 2000 multiplied by 10 raised to 3 calorie. Adine joules aakanengil 2 into 10 raised to 6 multiplied by 4.2. So it is 8.4 into 10 raised to 6 joules. So 8.4 into 10 raised to 6 joules, choice B. Choice B. Okay. Another question. When a ceiling fan is switched on, remember initial angular velocity 0 and assuming uniform angular acceleration constant. Okay, angular acceleration constant. So initial angular velocity alpha constant anengil, the ratio of the distances covered, angular distances covered in equal time intervals is 1:3:5 etc. This is our linear motion initial velocity 0, uniform acceleration, then distances covered in equal time intervals 1:3:5. Adupole rotation. So same, switched on. Appo aadyam theta 1 10 aanu, theta 1 10 rotations aanu. That is the 3 second. Then aditha 3 second equal time intervals. Appa theta 2 will be 3 times 30. Theta 3 choichirunengil 50. Appa ivide 30. Calculation odum cheyanda, 30 rotations. Next one. Conceptual question aana. A bird weighing 1 kilogram is sitting on the base of a wire cage. Wire cage എന്ന് പറയുമ്പോൾ ഇടയ്ക്കൂടെ കാറ്റ് വെളിയിൽ പോകും. Okay, so it's a wire cage, it's not a closed container അല്ല, wire cage ആണ്. അതുകൊണ്ട് അപ്പോൾ initially the bird was sitting on the floor, so the bird is sitting here, so പക്ഷേ wire cage ആണ്, that means ഇടയ്ക്കിടയ്ക്ക് ഓട്ടയുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടയുണ്ട്. Okay, so and totally ആദ്യം 1.5 kilo എന്ന് പറയുമ്പോൾ it is bird weighing 1 kilogram is sitting on a wire cage. 1.5 kilogram is the weight of the cage alone. Bird in the 1 kilogram. Bird fly cheyan thodanum. When the bird flies here, it has no contact with the wire cage. Wire cage ayonda idu rendu system aayittu varum.
when the bird is flying, it's not touching the wire cage. അതുകൊണ്ട് വയർ കേജിൽ ബേർഡിൻ്റെ വെയിറ്റ് വരില്ല. സോ നൗ ഫൈനലി ദ വെയിറ്റ് ഓഫ് ദ ബേർഡ് കേജ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ബേർഡ് പ്ലസ് കേജ് ആണ്. പക്ഷേ എന്നാലും കേജിൻ്റെ വെയിറ്റ് മാത്രമേ വരൂ. അതുകൊണ്ട് ഇറ്റ് ബിക്കംസ് 1.5 കിലോ എലോൺ. ബേർഡിൻ്റെ വെയിറ്റ് 2.5 1.5 + 1 2.5 വരില്ല. ഇതേ കണക്ക് ഇഫ് ഇറ്റ് വാസ് ഇൻസൈഡ് എ ക്ലോസ്ഡ് ഗ്ലാസ് കേസ് എങ്കിൽ ബേർഡ് ഫ്ലൈ ചെയ്താലും കേജിൻ്റെ അകത്ത് ഇരുന്നാലും ടോട്ടൽ വെയിറ്റ് വിൽ ബി 1.5 + 1. ഇത് വയർ കേജ് ആയതുകൊണ്ട് ഇടയ്ക്കൂടെ ഓട്ടയിൽ കൂടെ എയർ വെളിപ്പോവും. അതുകൊണ്ട് ഒൺലി ഇഫ് ദ ബേർഡ് ഇസ് ടച്ചിങ് ദ കേജ് അതിൻ്റെ വെയിറ്റ് വരും, അല്ലെങ്കിൽ വരില്ല. സോ ആൻസർ ഇസ് 1.5 കിലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ തിൻ വയർ ഓഫ് ലെങ്ത് L യൂണിഫോം ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ ലെങ്ത് ആണ്. ഇത് it's made into a circular loop. Upper mass divided by 2 pi r, where r is the radius. So mass of that wire becomes 2 pi r rho because it's linear mass density. In a moment of inertia about xy, about xx dash. So it's moment of inertia about a tangent in the same plane. So ring in the moment of inertia about diameter, you know, is mr square ആണ്. ആക്സസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഡയമീറ്റർ അതിൻ്റെ പകുതി. ഇത് ഡയമീറ്റർ. അപ്പോൾ xx' വിൽ ബി ഡയമീറ്ററിൻ്റെ കൂടെ ആഡ് mr². സോ ഡയമീറ്റർ പ്ലസ് another mr² വിൽ കം. സോ ദർ ഇസ് പാരലാക്സിസ് തിയറം. സോ ഇറ്റ് ബിക്കംസ് 3/2 mr². 3/2 mr². അപ്പോൾ മാസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് റോ. So 3/2 m 2 pi r rho multiplied by r square. So 2 and 2 cancel out. So it becomes 3 pi r cube rho. പക്ഷെ ആൻസറിൽ r തന്നിട്ടില്ല, L ആണ് തന്നിരിക്കുന്നത്. So what is L? L is equal to 2 pi r. So what is r? L divided by 2 pi. So the moment of inertia about xx dash is 3 pi r cube rho. So 3 pi r cube എന്ന് പറയുമ്പോൾ L cube divided by 8 pi cubed അല്ലേ rho. So ഒരു pi cancel ആവും. So 3 rho L cube divided by 3 rho L cube divided by 8 pi square. Choice 1. Alright. R ന് പകരം substitute in terms of L. മാസിന് 2 pi r rho. അവിടെ തന്നെ R ന് പകരം 2 pi, R ന് പകരം L/2 pi into rho ഇടായിരുന്നു. That's easier. So that's okay. So these are the questions. നേരമാണ് നല്ലോണം ചെയ്ത് കാണുമല്ലോ. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. സോ സ്റ്റഡി വെൽ. ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോൾ എക്സാമിന് വലിയ സമയം ഇല്ലല്ലോ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫൈനൽ എക്സാം. താങ്ക് യു. Good morning, my dear students. We are going to discuss the problems in the whole topic, first year whole topic examination. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഥവാ എഴുതിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഓരോന്നും ശ്രദ്ധയോട് കേട്ട് തെറ്റെവിടെയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 1. എ സാമ്പിൾ ഓഫ് ലൈംസ്റ്റോൺ വാസ് ഫൗണ്ട് ടു ബി കണ്ടെയ്ൻഡ് വിത്ത് സാൻഡ്. ഓൺ ഹീറ്റിംഗ് 2 gram of the sample, 1.604 gram residue was obtained. The percentage purity of the sample is. So 2 gram limestone is taken, but it contains some sand as impurity. Let x be the gram be the mass of sand in it. That means what is the amount of pure calcium carbonate? Mass of pure calcium carbonate is equal to 2 minus x grams. 2 gram is the mass of limestone, x is the mass of the sand. Therefore, mass of pure calcium carbonate is 2 minus x grams. On heating
calcium carbonate decomposes to give you calcium oxide and carbon dioxide. So the reaction is calcium carbonate gives calcium oxide plus carbon dioxide. Balance it. This equation is balanced. See, calcium carbonate is a solid. Calcium oxide is a solid. Carbon dioxide is a gas. What is the mass of 1 mole calcium carbonate? 100 grams. What is the mass of 1 mole calcium oxide? Its molar mass 56 grams. Now listen here. After heating this mixture, the mass of residue is 1.604 gram residue. What is the meaning of that residue? CO2 is a gas, it will escape. So the residue is this calcium oxide and this sand. In the residue, there are two components. One is calcium oxide, another is sand. 100 gram will give you 56 gram calcium oxide. 1 gram will give you 56 by 100 gram calcium oxide. What is the actual mass of pure calcium carbonate? 2 minus x. Therefore, 2 minus x gram pure calcium carbonate will give you 56 by 100 into 2 minus x gram calcium oxide. What is this 1.604? That is the mass of the residue. Mass of the residue means mass of this calcium oxide plus sand. Therefore, 56 into 2 minus x divided by 100 plus x equal to 1.604 grams. From that you can solve, you can find the value of x, solve it. On solving you can see that x is equal to 1.1. So the mass of the sand is 1.1. Question: percentage purity of the sample is, total mass is 2 grams. In 2 gram, the amount of calcium carbonate is only 0.9 because 1.1 gram sand is present. Therefore, actual mass of calcium carbonate is 2 minus 1.1, which is 0.9 into 100, whose answer becomes 45%. Therefore, that limestone is having a purity of only 45%. Answer is option 2. Therefore, answer is option 2. Next question. How many moles of Zn FeS2 can be made from 2 moles of zinc, 3 moles of Fe, 5 moles of sulfur? Equation: Zn plus Fe plus 2S will give you Zn FeS2. First you balance it. So this equation is balanced. ഇനി നോക്കേണ്ടത് എന്തൊക്കെ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം മോൾസ് ആണ്. അതുകൊണ്ട് ഇവിടെയും ഡേറ്റ മോൾസ് എഴുതണം. ദിസ് ഈസ് 1 മോൾ, ദിസ് ഈസ് 1 മോൾ, ദിസ് ഈസ് 2 മോൾ, ദിസ് ഈസ് 1 മോൾ. ഇനി എടുത്ത മോൾസ് ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാം. 2 മോൾസ് സിങ്ക് എടുത്തിരുന്നു. അയൺ 3 മോൾസ് എടുത്തിരുന്നു. സൾഫർ 5 മോൾസ് എടുത്തിരുന്നു. എങ്കിൽ എത്ര മോൾ Zn FeS2 കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. 1ന് 1 മതി, 2ന് 2 മതി, 1ന് 2 വേണം. അപ്പോൾ ഇവിടെ നിന്നും 2 മോൾ മുഴുവനും റിയാക്ഷനിൽ പങ്കെടുക്കും. 1ന് 1 മതി, 2ന് 2 മതി. എങ്കിൽ 1ൻ്റെ ഡബിളാണ് 2,
2ൻ്റെ ഡബിൾ 4, ഇവിടെ നിന്ന് 4 mole റിയാക്ഷനിൽ പങ്കെടുക്കും. So out of the 2 mole, 2 mole zinc will react. Out of the 3 mole iron, 2 mole will react. Out of the 5 mole sulfur, 4 mole sulfur will react. Then how much ZnFeS2 is produced? 1ൻ്റെ ഡബിൾ ആണ് 2, 1ൻ്റെ ഡബിൾ ആണ് 2, 2ൻ്റെ ഡബിൾ ആണ് 4, 1ൻ്റെ ഡബിൾ കിട്ടും, which is 2 mole is the answer. And therefore answer is option 1. 2 mole ZnFeS2 will be produced. Next question. A solution containing 0.1 mole of metal chloride MlClX requires 500 ml of 0.8 molar silver nitrate solution for complete precipitation. Value of X is. Volume in ml into molarity is called, what is the meaning? Volume in ml into molarity, that is called millimoles. ഇതിൻ്റെ പേരാണ് മില്ലിമോൾ. ഇത് മില്ലി ഉള്ളത് കൊണ്ടാണ് അവിടെ മില്ലി വന്നത്. ഇവിടെ മില്ലി ഇല്ലെങ്കിൽ അവിടെ മില്ലി ഇല്ല, മോളെ വരൂ. അപ്പം നമ്മൾ സിൽവർ നൈട്രേറ്റ് 500 ml സിൽവർ നൈട്രേറ്റ് into molarity is 0.8 molar. So molarity is 0.8. On multiplication you will get 400 millimole silver nitrate, which is 0.4 mole silver nitrate. മില്ലിഗ്രാമിനെ ഗ്രാം ആക്കുന്നത് പോലെ മില്ലിമോളിനെ മോളാക്കി 0.4 മോൾ സിൽവർ നൈട്രേറ്റ് ഉണ്ട്. The reaction is MClX will react with GNO3. Write a balanced chemical equation. AgCl product is AgCl plus metal nitrate. Metal valence is X, therefore MnO3X times. But there are X chlorine, therefore X AgCl. Therefore here it must be XAgNO3. That means 1 mole requires X mole. 1 mole requires X mole. 0.1 in the question, 0.1 mole is given, 0.1 mole requires 0.x mole. That 0.x mole is 0.4. So 1 mole requires X mole, 0.1 mole requires 0.x mole AgNO3. That 0.x mole AgNO3 is 0.4 mole silver nitrate. Question, what is the value of X? Therefore X is 4. Therefore answer option 3. That is 4 is the answer, because 1 mole requires X mole, 0.1 mole requires 0.x, 0.x is 0.4, therefore X is 4. Answer option 3. Next question. In how many elements does the last electron have the quantum numbers for n is equal to 4 and L is equal to 1? Remember, L is equal to 0 is called S subshell, L1 is called P subshell, L2 is called D subshell, L3 is called F subshell. N is equal to 4, L is equal to 1 means it is for P subshell. Question, how many elements does the last electron have the quantum number n is equal to 4, L is equal to 1? That means last electron can be in 4p as 4p1. Another next element will be 4p2. Next element will be 4p3. Next one 4p4. Next one 4p5. Next one 4p6. That means 6 elements can have the last electron, the quantum number for which is n is equal to 4 and L is equal to 1. Therefore answer is
6 elements. There are possibility of 6 elements having this quantum number for the last electron. N is equal to 4 and N is equal to 1. Therefore, answer option 4. Next, the number of radial nodes and angular nodes for d orbital can be represented as, you know, radial node is given by n minus L minus 1. Angular node is given by L only. And the total node is given by sum of these two, which is n minus 1. In the given problem, the orbital is d orbital. For d orbital, L is 2. Substitute L is 2 here, then this becomes n minus 3. This becomes 2. On adding, again this becomes n minus 1. Therefore, which is the correct option? Option 4. N minus 3 radial nodes, 2 angular nodes, n minus 1 total nodes. Therefore, there is only one correct answer, option 4, n minus 3 radial nodes plus 2 angular node, and sum is equal to n minus 1 total node. Only one correct option, option 4. Next, electrons are having in principal quantum number 4. Which of the following statement is correct for this? The principal quantum number is 4. That means n is equal to 4. Fourth shell can have 4 subshells, which are 4s, 4p, 4d, 4f. In S, L is 0. In P, L is 1. D, L is 2. F, L is 3. Then orbital angular momentum orbital angular momentum is given by root of L into L plus 1 into h by 2 pi. This is the equation for angular momentum of an electron in an orbital. Here the question is option 1, maximum orbital angular momentum. Maximum orbital angular momentum means maximum value of the L is 3. Substitute L is 3. When L is equal to 3, it becomes root of 3 into 4 root 12 into h by 2 pi. Or it can be written as root of 12 by 4 into h by pi. Why? Because 2 is equal to root 2 into root 2. Therefore, it is root 4. 12 by 4 is root 3 into h by pi. So, that is correct answer. Maximum orbital angular momentum of the electron can be root 3 into h by pi is correct. അവിടെ മാക്സിമം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ചോദിച്ചപ്പോൾ എല്ലിൻ്റെ വാല്യൂ മാക്സിമം വരുന്ന കേസ് എടുക്കണം. എല്ലിന് ഇവിടെ മിനിമം വാല്യൂ ആണ്, ഇവിടെ എല്ലിന് മാക്സിമം വാല്യൂ ആണ്. Therefore, answer is root 3 into h by pi. Next one, maximum 18 electron can have this principal quantum number. തെറ്റ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 ആണെങ്കിൽ അതിനകത്ത് 16 ഓർബിറ്റലുണ്ട്. 4 സ്ക്വയർ 16. 16 ഓർബിറ്റലിൽ മാക്സിമം 32 ഇലക്ട്രോൺ വരാം. അതുകൊണ്ട് ഈ 18 എന്നുള്ളത് തെറ്റാണ്. ഇറ്റ് മസ്റ്റ് ബി 32. മാക്സിമം 10 ഇലക്ട്രോൺ ക്യാൻ ഹാവ് root 3 h by pi ആംഗുലാർ മൊമെൻറ്റം. തെറ്റ്. എഫിൽ പരമാവധി 14 ഇലക്ട്രോൺ കയറാം.
അതുകൊണ്ട് മാക്സിമം 10 അല്ല, 14 ഇലക്ട്രോണുകൾക്ക് √3 × s/5 ഉണ്ടാകാം. അടുത്തത് മാക്സിമം 6 ഇലക്ട്രോൺ ക്യാൻ ഹാവ് m = 0. തെറ്റ്. ഇവിടെയുണ്ട് m = 0. അവിടെ 2 ഇലക്ട്രോൺ കയറാം. 4p-യിൽ ഇതാണ് m = -1, ഇത് 0, ഇത് +1. m 0 ആണെങ്കിൽ ഇതിനകത്ത് 2 ഇലക്ട്രോണുകൾക്കിരിക്കാം. അതുപോലെ 4d-യിലും കാണും ഇതുപോലൊരു മുറി, 4f-ലും കാണും ഇതുപോലൊരു മുറി. അതുകൊണ്ട് 2 + 2 + 2 + 2, അപ്പോൾ 8 ഇലക്ട്രോണുകൾക്കുണ്ടാകും. ദെയർഫോർ മാക്സിമം 6 ഇലക്ട്രോൺ അല്ല, മാക്സിമം 8 ഇലക്ട്രോണുകൾക്കായിരിക്കും m = 0 പോസിബിൾ ആയത്. ദെയർഫോർ ഓൺലി വൺ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 1. നെക്സ്റ്റ് വൺ, ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് സൾഫർ ഈസ്. പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിലെ 16ാമത്തെ ഗ്രൂപ്പിലെ ഇലക്ട്രോൺ അഫിനിറ്റി ഒന്ന് വായിച്ച് നോക്കണം. 16th ഗ്രൂപ്പ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, പൊളോണിയം. ഇതിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കുറഞ്ഞ മഹാൻ ഓക്സിജനാണ്. താഴോട്ട് വരുന്നവരും കൂടും, സൾഫറിന് കൂടുതലാണ്. പക്ഷേ വീണ്ടും താഴോട്ട് പോകുമ്പോൾ കുറയും. അതുകൊണ്ട് ഈ ഫാമിലിയിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ളത് സൾഫറിനാണ്, ഏറ്റവും കുറവുള്ളത് ഓക്സിജനാണ്. സംശയമുണ്ടെങ്കിൽ പി ബ്ലോക്കിലെ 16ാമത്തെ ഗ്രൂപ്പിൻ്റെ സ്റ്റഡിയിലെ കോളം വരച്ച് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോൺ അഫിനിറ്റി. മാക്സിമം വാല്യൂ ഓഫ് ഫോർ സൾഫർ, മിനിമം വാല്യൂ ഫോർ ഓക്സിജൻ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയൂ? Electron affinity of sulfur is more than that of oxygen and selenium. That is correct. ഓക്സിജനേക്കാളും സെലീനിയത്തിനേക്കാളും കൂടുതലാണ് സൾഫറിന്. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ദാറ്റ് ഈസ് മോർ ദാൻ ഓക്സിജൻ ആൻഡ് സെലീനിയം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫാമിലിയിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ സൾഫറിനാണ്, ഏറ്റവും കുറവ് ഓക്സിജനാണ്. താഴോട്ട് വരുംതോറും ഇലക്ട്രോൺ അഫിനിറ്റി കുറയണം. പക്ഷേ ഓക്സിജൻ്റെ കേസിൽ വെരി സ്മോൾ സൈസ് കൊണ്ട് എക്സെപ്ഷണൽ ബിഹേവിയറാണ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 1. ഇത് 17ാമത്തെ ഗ്രൂപ്പിലുമുണ്ട്. ഫ്ലോറിൻ, ക്ലോറിൻ. അവിടെയും മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കാണ്? ക്ലോറിനാണ്, ഫ്ലോറിനേക്കാൾ. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 1. Next question. Which of the following order is not correct? Ionization energy of beryllium, boronum. Beryllium atomic number 4, electronic configuration 1s2 Boron atomic number 5, electronic configuration 1s2 ബെറിലിയത്തിലെ ആദ്യത്തെ ഇലക്ട്രോൺ എടുത്തു മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 2s2 ഈസ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് അറേഞ്ച്മെൻറ്റ്. പക്ഷേ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ എടുത്തു മാറ്റാൻ എളുപ്പമാണ്. കാരണം ഇത് ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും ഒന്നുമല്ല. ദെയർഫോർ ഇതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഏറ്റവും കൂടുതൽ. ദെയർഫോർ IE1 ഓഫ് ബെറിലിയം ഈസ് greater than that of IE1 of boron. അപ്പോൾ ഒന്നാമത്തെ അയണൈസേഷൻ എനർജി കൂടുതൽ ആർക്കാണ്? ബെറിലിയത്തിനാണ്. ആരേക്കാൾ? ബോറോണിനേക്കാൾ. ഇനി അടുത്തത് രണ്ടാമത്തെ അയണൈസേഷൻ എനർജി നോക്കാം. ഈ ഇലക്ട്രോൺ പോയി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ മാറ്റാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇവിടുന്നൊരു ഇലക്ട്രോൺ മാറുമ്പോൾ 2s1 അത് ഹാഫ് ഫിൽഡാ, കംപ്ലീറ്റ്ലി ഫിൽഡല്ല. ഇത് കംപ്ലീറ്റ്ലി ഫിൽഡാ. അതിൻ്റെ അർത്ഥം ബോറോണിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് ബെറിലിയത്തിനേക്കാൾ കൂടുതൽ. ദാറ്റ് മീൻസ് IE2 ഓഫ് ബോറോൺ ഈസ് ഗ്രേറ്റർ ദാൻ IE2 ഓഫ് ബെറിലിയം.
ഈ എഴുതിയതിൽ എവിടെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 നോക്കിക്കേ. ഇറ്റ് ഈസ് IE1 of beryllium is greater than that of IE1 of boron. IE1 of boron, but there is a comma. But IE2 of beryllium is less than IE2 of boron. That is a correct statement. This statement is correct. Question which is a not correct one. Next one, IE1 of boron is greater. It is wrong. Therefore, this part is wrong statement. Therefore, only one, that is the only incorrect statement, option 2. All others are correct. Therefore, answer option 2. This part is correct, but this part is wrong. Therefore, answer option 2. Next, peroxide ion. What is peroxide ion? O2 minus. O2 minus contains 18 electron. 18 electron means bond order is equal to 1. 18 electron is an even number. Therefore, even number means it is diamagnetic. Then, question, peroxide ion has 5 completely filled anti-bonding molecular orbital. 18 electron, how will you arrange it? Sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2px2, pi 2px2 equal to pi 2py2, then pi star 2px 2 equal to pi star 2py. That is the arrangement of the 18 electron. Which are the anti-bonding MOs? Sigma star 1s, sigma star 2s, pi star 2px, pi star 2py. Therefore, this contains only 4 anti-bonding molecular orbital. Therefore, 5 completely is wrong statement. It must be 4. Therefore, first option is wrong. Next one is diamagnetic, correct. Has bond order 1. It is correct. Is isoelectronic with neon 2. Neon atomic number 10. Therefore, Ne2 contains 20 electron. Here only 18 electron. Therefore, that statement is wrong statement. Only 2 correct statements, which are 2 and 3. Answer option 1 is the answer. Option 1. Now, the next question. The molecule XY2 contains 2 sigma and 2 pi bonds and 1 lone pair of electron in the valence shell of central atom. Arrangement of bond pair and lone pair is XY2. This is sigma, this is pi, this is pi. And there is a lone pair. ഈ ഡബിൾ ബോണ്ട് വരുന്ന കേസുകളിൽ ഒരു ബോണ്ട് പെയർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡിൽ ഡബിൾ ബോണ്ടോ, അപ്പോൾ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ ഓഫ് കാർബൺ ഈസ് 4 ആൻഡ് ദെയർഫോർ ആൻസർ ഈസ് 2. ഹൈബ്രിഡൈസേഷൻ ഈസ് sp. അതിൻ്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുണ്ട്, sp ആണ്. അപ്പോൾ 2 ബോണ്ട് പെയർ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റ ബോണ്ട് പെയർ ആയിട്ട് എടുക്കൂ. അതുകൊണ്ട് ഇതിനകത്ത് 2 ബോണ്ട് പെയറുമുണ്ട്, ഒരു ലോൺ പെയറുമുണ്ട്, മൊത്തം 3 പെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടിനെ ഒരു പെയറായിട്ട് എടുക്കൂ. അതുകൊണ്ട് 3 പെയറുണ്ട്, 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും.
മൂന്ന് പേരുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിൽ ഷേപ്പ് ഇതാ. ക്വസ്റ്റ്യൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ ഈസ് ട്രയഗണൽ പ്ലനാർ. ആൻസർ ഓപ്ഷൻ 2. കാരണം sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് sp2 hybridization. Next, the decreasing order of the bond angles in BF3, NS3, PF3 and I3 minus 1 is boron trifluoride. Number of the hybridized orbital is half into valence electron of boron is boron 3. Number of monovalent atoms 3. Therefore, this is 3. Hybridization is sp2 and the bond angle is 120 degree. Bond angle is 120 degree. Next one, ammonia. Half into valence electron of nitrogen is 5 plus monovalent atoms 3. This is equal to 4. Hybridization is sp3. പക്ഷേ വരാൻ 3 പേരേ ഉള്ളൂ, 4 പേരില്ല. അതിൻ്റെ അർത്ഥം 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. അതുകൊണ്ട് അമോണിയയുടെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. NS3, here there is a lone pair. Lone pair bond pair repulsion is stronger than bond pair. അതുകൊണ്ട് ഈ ആംഗിൾ 109.5 നിന്ന് ചുരുങ്ങി 107 എത്തിച്ചേരും. Therefore, bond angle is 107. Next, PH3. PH3ക്കും ഇതേ ആൻസർ തന്നെയാണ് വരിക. PH3 ലോൺ പെയർ. പക്ഷേ സെൻട്രൽ ആറ്റത്തിൻ്റെ സൈസ് വലുതാണ്. നൈട്രജനേക്കാൾ വലുതാണ് ഫോസ്ഫറസ്. അതുകൊണ്ട് സെൻട്രൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ ഈ ബോണ്ട് പെയർ ഇലക്ട്രോണുകൾക്ക് ഓടിച്ചാടി കളിക്കാൻ സൗകര്യം കൂടും. ബോണ്ട് പെയറിൻ്റെ ഇലക്ട്രോണുകൾക്ക് ഓടിച്ചാടി കളിക്കാൻ സൗകര്യം കൂടുമ്പോൾ ബോണ്ട് പെയർ റിപ്പൾഷൻ കുറയും. അപ്പോൾ ബോണ്ട് ആംഗിൾ കുറഞ്ഞു പോകും, 107നേക്കാൾ കുറഞ്ഞു പോകും. അതിൻ്റെ റീസൺ പറയൂ. സെൻട്രൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ബോണ്ട് പെയർ റിപ്പൾഷൻ കുറയുമ്പോൾ ബോണ്ട് അടുത്തടുത്ത് വരും. റിപ്പൾഷൻ കൂടിയാൽ ബോണ്ട് ആംഗിൾ കൂടും, റിപ്പൾഷൻ കുറഞ്ഞാൽ ബോണ്ട് ആംഗിൾ കുറഞ്ഞു വരും. അതുകൊണ്ട് അമോണിയയേക്കാൾ കുറവാണ് ആർക്ക്? PH3. നെക്സ്റ്റ്, I3 minus 1. I3 minus 1ലെ സെൻട്രൽ ആറ്റം ആരാണ്? അയോഡിൻ. ആ സെൻട്രൽ ആറ്റത്തിലേക്ക് 2 അയോഡിൻ കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് അയോഡിൻ 3 അയോഡിൻ ഉണ്ട്, സെൻട്രൽ ആറ്റം ഒരു അയോഡിനാണ്. Therefore, valence electron is 7 plus number of monovalent atoms connected to the central atom is 2. ഇതൊരു ആനയോൺ plus 1. Therefore, answer is 5. Hybridization sp3d. പക്ഷേ വരാൻ 2 പേരേ ഉള്ളൂ, ഇത് 5 പെയേഴ്സാണ്. അതിൻ്റെ അർത്ഥം ഇതിൽ 2 ബോണ്ട് പെയറും 3 ലോൺ പെയറുമാണ്. 2 ബോണ്ട് പെയറും 3 ലോൺ പെയറുമാണെങ്കിൽ എങ്ങനെ വരും ഷേപ്പ്? 5 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇതാണ്. അതിൽ ഇവിടെ 3ഉം ലോൺ പെയറാണ്. ഹിയർ ദർ ഈസ് I, here there is I, there is I, and this is called linear. Bond angle is 180 degree. അപ്പോൾ ഇത് 120 ആണ്, ഇനി 107 ആണ്. ഇത് 107നേക്കാൾ അല്പം കൂടെ കുറയും, ഇത് 180 ആണ്. പറയൂ എങ്കിൽ വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ദ ബോണ്ട് ആംഗിൾ? ആൻസർ ഓപ്ഷൻ 1. ഏറ്റവും വലുത് I3 minus 1, 180 degree. Then 120 degree. അമോണിയ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കൂടിയത് കൊണ്ട് ആംഗിൾ 107. ഇവിടെ വീണ്ടും 107 കുറയും. കാരണം സെൻട്രൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ബോണ്ട് പെയർ റിപ്പൾഷൻ കുറയുന്നു, ആംഗിൾ അടുത്ത് വരുന്നു.
So answer option 1. Next, match list 1 and list 2. It is regarding spontaneity. Spontaneous processകളിൽ 4 കണ്ടീഷൻ ഓർമ്മ വേണം. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസിൻ്റെയും സൈനുകൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ ജി ഓൾവേസ് നെഗറ്റീവ്. സ്പോണ്ടേനിയസ് ഓൾവേസ്, ഡെൽറ്റ ജി നെഗറ്റീവ് മീൻസ് സ്പോണ്ടേനിയസ്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണെങ്കിൽ ഡെൽറ്റ ജി പോസിറ്റീവ് ഓൾവേസ്, അതെപ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. നെക്സ്റ്റ്, 2 മൈനസ് ആണെങ്കിൽ ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ഓൺലി അറ്റ് ലോ ടെമ്പറേച്ചർ. 2 പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഈ 4 കണ്ടീഷൻസ് എപ്പോഴും ഓർമ്മയുണ്ടാകണം. ഡെൽറ്റ ജി നെഗറ്റീവ് ഈസ് കോൾഡ് സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ഈസ് കോൾഡ് നോൺ സ്പോണ്ടേനിയസ്. ഇനി ഒന്നാമത്തെ കേസ് എടുക്കാം. 2N2O ഗ്യാസ് ഗീസ് 2N2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് പ്ലസ് ഹീറ്റ്. എന്താണ് പ്ലസ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഹീറ്റ് പുറത്തു വന്നു, അപ്പോൾ എക്സോതെർമിക്കാണ്. ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ഇനി എൻട്രോപ്പി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ഉള്ളത് ഗ്യാസസിനാണ്. ഗ്യാസസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൂടും തോറും എൻട്രോപ്പിയും കൂടും. 2 മോൾ ഗ്യാസ്, 3 മോൾ ഗ്യാസ്, റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് കൂടി, എൻട്രോപ്പി കൂടി. ഫൈനൽ മൈനസ് ഇനിഷ്യൽ ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്. അതിൻ്റെ അർത്ഥം ഡെൽറ്റ ജി ഈസ് ഓൾവേസ് നെഗറ്റീവാണ് വരിക. എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്പോണ്ടേനിയസ് ആണ്. അതുകൊണ്ട് വേഗം പറയണം, പിക്ക് നേരെ ആൻസർ എന്തു വരും? 4 വരും. ഏതാണ് ഈ 4? സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. ഇനി അടുത്തത് Q. H2O ഗ്യാസ് ഗീവ്സ് H2O ലിക്വിഡ്. ഒരു ലിക്വിഡ് ഗ്യാസ് ആകണമെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. ഒരു ഗ്യാസ് ലിക്വിഡാകുമ്പോൾ കണ്ടൻസേഷനാ, ഹീറ്റ് പുറത്തു വരും. ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. ഗ്യാസ് ലിക്വിഡാകുമ്പോൾ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യും. ദെയർഫോർ ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ഇനി എൻട്രോപ്പി നോക്കാം. ഗ്യാസ് എൻട്രോപ്പി കൂടുതലാണ്, ലിക്വിഡിന് എൻട്രോപ്പി കുറവാണ്, ഡിസോർഡർ കുറവാണ്. അതുകൊണ്ട് എൻട്രോപ്പി കുറഞ്ഞു. ഫൈനൽ മൈനസ് ഇനിഷ്യൽ ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. രണ്ടും നെഗറ്റീവ് ആയാൽ സ്പോണ്ടേനിയസ് ഓൺലി അറ്റ് ലോ ടെമ്പറേച്ചർ. അതുകൊണ്ട് ക്യൂവിന് നേരെ 1. എന്താണ് 1? സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ ഓൺലി. Next, 2NH3 gas plus heat gives N2 plus 3H2. The reactant ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. ഹീറ്റ് അബ്സോർപ്ഷൻ ഈസ് എൻഡോതെർമിക്. ഇൻ എൻഡോതെർമിക് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്. ഇനി എൻട്രോപ്പി നോക്കാം. 2 മോൾ ഗ്യാസ്, 1 മോൾ ഗ്യാസ് പ്ലസ് 3 മോൾ ഗ്യാസ്. ഓൺ ദ റൈറ്റ് സൈഡ് 4 മോൾ ഗ്യാസ്. ഗ്യാസിൻ്റെ അളവ് കൂടി. ഫൈനൽ മൈനസ് ഇനിഷ്യൽ എൻട്രോപ്പി പോസിറ്റീവ്. ദെയർഫോർ ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്. രണ്ടും പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ദെയർഫോർ ഇറ്റ് ഈസ് 2. വാട്ട് ഈസ് 2? Spontaneous at high temperature is the answer. Next one, 3O2 gas plus heat gives 2O3 gas. Reactant absorbs heat. Heat absorbs means delta H is positive, endothermic. ഇനി എൻട്രോപ്പി നോക്കാം. 3 മോൾ ഗ്യാസ്, 2 മോൾ ഗ്യാസ്. ഗ്യാസിൻ്റെ അളവ് കുറഞ്ഞു.
എൻട്രോപ്പി കുറഞ്ഞു. ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് നെഗറ്റീവ്. ഒരിക്കലും സ്പോണ്ടേനിയസ് ആവില്ല, എല്ലായ്പ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. Therefore it is 3. What is 3? Non-spontaneous at all temperatures. Therefore correct answer is option 2. Now the next question. From the observations given below, suggest the relation between x, y and z. It is regarding thermodynamics. Thermodynamics, delta U is equal to Q plus W. What is Q? Quantity of the heat energy. Quantity of the heat energy liberated is negative, absorbed is positive. Work done on the system is positive, work done by the system is negative. Work done on the surroundings means work done by the system. Work done by the system and work done on the surroundings are equal, and therefore depending on the sign x, y, z changes. First one, 100 joule supplied it to the system. That means Q is plus 100. 200 joule work done by the system. Work done by the system is negative. Therefore minus 200, answer minus 100. Therefore x is minus 100. Second one, 200 joule supplied it to the system. Heat absorbs. Absorbs means positive, plus 200. 200 joule work done on the system. Work done on the system is positive, plus 200. Answer is plus 400. Therefore this is plus 400. Next, 400 joule lost by the system. 400 joule energy lost by the system is exothermic. Delta H is negative, minus 400 joule. 100 joule work done on the surroundings. Work done on the surrounding is same as work done by the system, and therefore work done by the system is same as work done on the surroundings. It will be always negative. Therefore minus 100, answer minus 500. This is minus 500. So this is maximum, this is minimum, and therefore answer is option 3. That is y is maximum, then x, this is minimum, minus 500 is minimum. Answer option 3. Next, 1 gram hydrogen at STP is expanded so that volume is doubled, hence work done is. Work done is given by minus P delta V. P is the pressure, delta V is the change in volume. 1 gram hydrogen is equal to 1 by 2 mole. Half mole at STP means its volume is 11.2 liter at STP, because it is given STP. Therefore half mole hydrogen gives means 11.2 liter at STP. ആ വോളിയം ഡബിൾ ആയി എങ്കിൽ വർക്ക് ഡൺ എന്ത്? പ്രഷർ എസ് ടി പി ആ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സ്റ്റാൻഡേർഡ് പ്രഷർ ഈസ് 1 atmosphere. Therefore W is equal to minus 1 into final volume. അത് ഇതിന് ഡബിളാ, 22.4 liter, minus initial volume 11.2 liter. ഇത് atmosphere ആണ്. Therefore answer is, this is 11.2 minus 11.2 liter atmosphere. ഇത് ലിറ്റർ ആണ്, ഇത് അറ്റ്മോസ്ഫിയർ ആണ്. Therefore
work done is given by minus 11.2 liter atmosphere. Answer option 3. Next, for a chemical reaction, A gas plus B liquid giving D gas plus E gas, hypothetically at what temperature Kp is equal to Kc. Value of R is 0.08 liter atmosphere per Kelvin per mole. What is the relation between Kp and Kc? Kp is equal to Kc into RT raised to delta Ng. What is delta Ng? Number of moles of gaseous product minus number of moles of gaseous reactant. Therefore, delta Ng is number of moles of gaseous product is 2 minus number of moles of gaseous reactant is 1. B is a liquid. Therefore, this is 1. Therefore, Kp is equal to Kc into RT. And the problem is, at what temperature Kp is equal to Kc? If Kp and Kc are equal, that means Kp by Kc will be equal. From this equation, Kp by Kc is equal to RT is equal to 1. Why? Because Kp and Kc are equal. Therefore, this is 1. And RT is equal to 1. We know the value of R. R is 0.08. 0.08 into temperature is 1. Therefore, temperature is 1 by 0.08 Kelvin is the answer, which is 12.5 Kelvin. Therefore, its answer is 12.5 Kelvin is the answer. Now, the next one, solubility product of silver chloride is 4 into 10 raised to minus 10 at 298 Kelvin. Solubility of AgCl in 0.04 molar calcium chloride will be silver chloride AgCl Ag++Cl minus. ഒരു മോൾ എടുത്തിട്ടുവെന്ന് സങ്കല്പിക്കുക. എസ് മോൾ അലിഞ്ഞു പോയത് Ag പ്ലസ് ആയി മാറും, എസ്സുമായി മാറും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റാണ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് ഇസ് കോൾഡ് സോളിബിലിറ്റി പ്രോഡക്റ്റ് KSP. പക്ഷേ ക്ലോറൈഡ് ഇത് മാത്രമല്ല, കാൽസ്യം ക്ലോറൈഡിൽ നിന്ന് ക്ലോറൈഡ് വരും. അപ്പോൾ സിൽവർ ക്ലോറൈഡ് ഇട്ടത് വെള്ളത്തിലായിരുന്നുവെങ്കിൽ ഇതാണ്. സിൽവർ ക്ലോറൈഡ് ഇട്ടത് കാൽസ്യം ക്ലോറൈഡിലാണ്. കാൽസ്യം ക്ലോറൈഡ് അണ്ടർഗോ കംപ്ലീറ്റ് അയണൈസേഷൻ ടു ഗിവ് യു Ca2++2Cl മൈനസ്. 0.04 മോളാറാണ് എടുത്തത്. അതായത് ഇത് 0.04 ഉണ്ടെങ്കിൽ ഇനിഷ്യലി 0, ഇത് കംപ്ലീറ്റ്ലി അയണൈസബിൾ ആണ്. 0 ആകുമ്പോൾ ഇത് 0.04, ഇത് 0.08 ആയി. അപ്പോൾ ഇതിലെ Ag പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു Cl മൈനസ് കോൺസെൻട്രേഷൻ ഈസ് KSP. Cl മൈനസ് ഇവിടെ നിന്നുമുണ്ടായി, രണ്ടും കൂടെ ആഡ് ചെയ്യണം. Therefore, Ag plus concentration is S into Cl minus concentration is S plus 0.08. ഇതിൻ്റെ പ്രോഡക്റ്റാണ് KSP. KSP is 4 into 10 raised to minus 10. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറും. അതുകൊണ്ട് എസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് വളരെ വലുതാണ്. അതുകൊണ്ട് ദിസ് എസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആസ് കമ്പയർഡ് ടു 0.08. Therefore, S into 0.08 is equal to 4 into 10 raised to minus 10. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എസിൻ്റെ ആൻസർ കിട്ടും. S becomes
5 into 10 raised to minus 9 is the answer. So, answer is option 3. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 10 raised to minus 9 തട്ടിച്ചു നോക്കുമ്പോൾ 0.08 വളരെ തുച്ഛമാണ്. ആണോ? തെറ്റ്. 0.08 തട്ടിച്ചു നോക്കുമ്പോൾ എസ് വളരെ തുച്ഛമാണ്. കാരണം 5 into 10 raised to minus 9 അല്ലേ ഇപ്പോൾ വന്നത്. അതിൻ്റെ അർത്ഥം എസ് ഇവിടെ വളരെ ചെറുതായതുകൊണ്ട് ഇതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. നെഗ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോൾവ് ചെയ്യണമെങ്കിൽ -b ±√(b²) -4ac/2a ഒക്കെ വേണം. അതുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. Therefore, answer 5 into 10 raised to minus 9. Next, dissociation constant of a weak organic acid is 5 into 10 raised to minus 5. pH of the acid solution is 3. Molarity of the solution is S plus concentration of a weak acid is given by Ka into root C. Weak acid ആണെങ്കിൽ മാത്രം S plus concentration is root of Ka into C. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് തന്നു, pH തന്നിരിക്കുന്നു, മൊളാരിറ്റി കണ്ടുപിടിക്കണം. pH is equal to 3 means S plus concentration is 10 raised to minus 3. അപ്പോൾ S plus concentration 10 raised to minus 3 into Ka 5 into 10 raised to minus 5 into C. ഇത് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് C കണ്ടുപിടിക്കാൻ കഴിയും. ആൻഡ് ദി ആൻസർ ബിക്കംസ് 2 into 10 raised to minus 2. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് C കാണണം. Therefore, answer becomes option 3. Next, for the reaction Mx plus MnO4 minus 1 giving MO3 minus plus Mn2 plus half O2. If 1 mole of MnO4 minus 1 oxidizes 1.67 moles of Mx plus, then the value of X in the reaction is Mx plus react with MnO4 minus 1 giving MO3 minus 1 plus Mn2 plus half O2. അപ്പോൾ ഇവിടെ ആദ്യം MnO4 minus 1 gives Mn2 plus. Here oxidation number of manganese is plus 7. This is plus 2. The change is 5. ഇനി ഇതിൻ്റെ എമ്മിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കാം. x minus 6 is equal to minus 1. x is plus 5. ഇവിടെ എമ്മിൻ്റെ ഓക്സിഡേഷൻ നമ്പർ x ആണ്. നമുക്ക് x കണ്ടുപിടിക്കണം. ഇതിന് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പോൾ ഇതിന് ഓക്സിഡേഷൻ നമ്പർ കൂടണം. റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ചേഞ്ച് എന്തെന്ന് ചോദിച്ചാൽ 5 മൈനസ് എക്സ്. ഇവിടുത്തെ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ 5. ഇനി എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ എത്ര വരും? 5. 5mx പോസിറ്റീവ് പ്ലസ് ഈ ചേഞ്ച് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 മൈനസ് എക്സ് ഇൻറ്റു MnO4 മൈനസ് 1. അതായത് 5 മോൾ mx പ്ലസിന് 5 മൈനസ് എക്സ് മോൾ MnO4 മൈനസ് 1 വേണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു 1 mole MnO4 minus 1 requires 1.67. അതുകൊണ്ട് 5 മൈനസ് എക്സിന് 5 വേണമെങ്കിൽ 1ന് എത്ര വേണം? 5/5 മൈനസ് എക്സ് വേണം. ഇതിൻ്റെ ആൻസറാണ് 1.67. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ x becomes 2. Therefore, ഇതിൽ നിന്ന് x കാണാം. x becomes 2. Therefore, answer option 1. അപ്പോൾ നോക്കിക്കേ, ആദ്യം ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. 5 മോളിന് 5 മൈനസ് എക്സ് മോൾ വേണം.
ഒരു മോളിന് 5/5 - x വേണം. അതാണ് 1.67 എന്ന് പറഞ്ഞത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് x സോൾവ് ചെയ്യുമ്പോൾ കിട്ടും ആൻസർ x = 2. നെക്സ്റ്റ് x mn(O4) plus y S2O2 gives mn plus 2 plus O2 plus S2O plus Z electron. Find x, y and Z. mn(O4) minus 1 gives mn2 plus. Oxidation number of mn plus 7 plus 2 change is 5. S2O2 gives O2. Oxidation number is -1. This is 0. പക്ഷേ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. 2 × -1 2 × 0 change is 2. അടുത്ത സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ 2 ഇവിടെ വരും, ഈ 5 ഇവിടെ വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ കിട്ടി x 2 ആണ്, y 5 ആണ്. അപ്പം 2ഉം 5ഉം പെട്ടെന്ന് പറയണം. എക്സും വൈയും 2ഉം 5ഉം ആണെങ്കിൽ ഇതാണ് ആൻസർ, 2ഉം 5ഉം. അപ്പോൾ അടുത്തത് Z ഇലക്ട്രോൺ എങ്ങനെ വരുന്നുവെന്ന് നോക്കണം. ദാറ്റ് ഈസ് 2mn(O4) minus 1 plus y 5 S2O2 giving mn plus 2 plus O2 plus S2O plus ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ വരുമെന്ന് കണ്ടുപിടിക്കണം. 2 മാംഗനീസ്. അപ്പോൾ ഇവിടെയും 2 വരണം. ഇനി 5 S2O2. അപ്പോൾ ഇത് 5 S2O വരും. ഇനി നമ്മൾ ഓക്സിജൻ വേണേൽ ബാലൻസ് ചെയ്യാം. 2 സൈഡും ചാർജ് ഈക്വലൈസ് ചെയ്യുമ്പോൾ ഇവിടെ 2 മൈനസ് ചാർജ് ഉണ്ട്. മൊത്തം ലെഫ്റ്റ് സൈഡിൽ 2 മൈനസ് ചാർജ് ഉണ്ട്. റൈറ്റ് സൈഡിൽ മൊത്തം 4 പോസിറ്റീവ് ചാർജ് ഉണ്ട്. പറയൂ, 4 പോസിറ്റീവ് ചാർജിൻ്റെ കൂടെ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്താൽ 2 നെഗറ്റീവ് ചാർജ് വരും? 6 നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്യണം. 6 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മാത്രമേ 2 സൈഡിലും ചാർജ് തുല്യമാകൂ. അതുകൊണ്ട് ചാർജ് ഈക്വലൈസ് ചെയ്യുവാൻ എത്ര ഇലക്ട്രോൺ വേണമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. Therefore 6 ഇലക്ട്രോൺ. ആൻസർ 2, 5, 6. Next question. Density of carbon monoxide is maximum at. What is the equation for density according to ideal gas equation? Pm is equal to dRT or D is equal to Pm by RT. Question. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറുമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് CO കാർബൺ മോണോക്സൈഡ് എന്ന ഗ്യാസ് ആയതുകൊണ്ട് എമ്മും ആറും നമുക്ക് നോക്കണ്ട. നമുക്ക് നോക്കേണ്ടത് P/T ആണ്. P/T മാക്സിമം വന്നാൽ മാക്സിമം ഡെൻസിറ്റി. ഫസ്റ്റ് കേസ് P2/600. സെക്കൻഡ് കേസ് 0.5/273. തേർഡ് കേസ് 6/1000. ലാസ്റ്റ് കേസ് 4/500. ഇതിലേതാണ് വലുതെന്ന് നോക്കിയാൽ മതി. ഏതാണോ വലുത് അതിനാണ് മാക്സിമം ഡെൻസിറ്റി. P/T മാത്രം നോക്കിയാൽ മതി. Therefore ഇതിലേറ്റവും വലുത് ഇതാണ്. 4/500 ആണ് ഇതിലേറ്റവും വലുത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 4 atmosphere and 500 Kelvin is the answer. Next one. 2 sealed containers of the same capacity are filled with 44 gram hydrogen and 44 gram carbon dioxide at the same temperature. If the pressure in container 2 is 1 atmosphere, pressure in container 1 would be. What is ideal gas equation? PV is equal to nRT. 2 sealed containers of the same capacity.
എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റൻ്റാണ്. വോളിയം കോൺസ്റ്റൻ്റാണ്, സെയിം ടെമ്പറേച്ചറാണ്, അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. അതിൻ്റെ അർത്ഥം പി വിൽ ബി പ്രപ്പോർഷണൽ ടു എൻ. അപ്പോൾ വിയും ടിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പി പ്രപ്പോർഷണൽ ടു എൻ. നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ പ്രഷർ കൂടും. ഒന്നാമത്തെ വെസലിൽ 44 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. 44/2 ഈസ് ഈക്വൽ ടു 22 മോളാണത്. രണ്ടാമത്തെ വെസലിൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ്. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 44/44 ഈസ് ഈക്വൽ ടു 1 മോൾ. അപ്പം നോക്കിക്കേ, 1 മോൾ ഇരുന്ന സ്ഥലത്ത് പ്രഷർ പി ആയിരുന്നു, അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പ്രഷർ ഈസ് ഈക്വൽ ടു 1 അറ്റ്മോസ്ഫിയർ. ഈ നമ്പർ ഓഫ് മോൾസിൻ്റെ 22 ഇരട്ടിയാണിത്. അതുകൊണ്ട് പ്രഷറും നമ്പർ ഓഫ് മോൾസ് 22 ഇരട്ടിയാകുമ്പോൾ പ്രഷറും 22 ഇരട്ടിയാകും. അതുകൊണ്ട് ഈ വെസൽ, ഹൈഡ്രജൻ ഇരുന്ന വെസലിൻ്റെ പ്രഷർ എന്തെന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ബി 22 അറ്റ്മോസ്ഫിയർ. ഓപ്ഷൻ 3, കാരണം P proportional to number of moles. Therefore, answer option 3. Next, which of the following is correct for hydrogen? Parayu, hydrogen, water. Water hydrogen oxidation number +1. Sodium hydride, ionic hydride, Na+1 and hydrogen -1. അതുകൊണ്ട് ഹൈഡ്രജന് +1 കാണിക്കാം, -1 കാണിക്കാം. ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് for hydrogen. Therefore, answer only 1. It can form bonds in +1 as well as in -1 oxidation state. Like water +1, sodium hydride -1. Answer option 3. Next question. The species that does not contain OO bond is. OO bond is called hydrogen peroxide. OO bond is called peroxide. S2O2, it contains peroxide bond. Barium peroxide, it contains BaO2 is OO bond. Sodium peroxide, it is Na2O2. But lead peroxide, it is not lead peroxide, it is lead dioxide. It is not a peroxide, it is only lead dioxide. Answer option 4. Next, calcium burns in nitrogen to produce a white powder, that is called calcium nitride, which dissolves in sufficient water. This dissolves in water, forming calcium hydroxide and ammonia solution, produce a gas A. So A is ammonia. This solution on exposure to produce a thin solid layer of B. കാൽസ്യം ഹൈഡ്രോക്സൈഡ് തുറന്നു വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്ത് കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു ഡെപ്പോസിറ്റ് അതിൻ്റെ സർഫസിലുണ്ടാകും. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് എയും ബിയും ആരായിരുന്നു? ഒരാൾ അമോണിയ, ഒരാൾ കാൽസ്യം കാർബണേറ്റ്. ഗ്യാസ് ഈസ് അമോണിയ ആൻഡ് ദ വൈറ്റ് ഡെപ്പോസിറ്റ് ഓൺ ദി സൊല്യൂഷൻ ഓഫ് calcium hydroxide is calcium carbonate. Answer option 3. Next question. The following equation represents the manufacture of washing soda. വാഷിംഗ് സോഡയിലെ സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടോ? ഇവിടെ എ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടായി. അമോണിയം ബൈകാർബണേറ്റ് ഈസ് treated with sodium chloride to give you ammonium chloride plus sodium bicarbonate. അതുകൊണ്ട് അവിടുത്തെ ബി ആരെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അമോണിയം ക്ലോറൈഡ്. ഇനി എ ആരെന്ന് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ്. എ ഈസ് സോഡിയം ക്ലോറൈഡ്, ബി ഈസ് അമോണിയം ക്ലോറൈഡ്. ഇനി സോഡിയം ബൈകാർബണേറ്റിനെ
സോഡിയം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റുവാൻ എന്തു ചെയ്തു? ഹീറ്റ് ചെയ്തു. ദെയർഫോർ അവിടെ സി എന്ന് കാണിച്ചിരിക്കുന്നത് ആരാണ്? ഹീറ്റാണ്. അതുകൊണ്ട് ഇത്രയും കറക്റ്റായ ഓപ്ഷൻ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ 1, sodium chloride, ammonium chloride and heat. This is a method for the manufacture of washing soda. Next, in borax bead test, ബോറാക്സ് ബീഡ് ടെസ്റ്റുകളിൽ എപ്പോഴും ഉണ്ടാകുന്നത് മെറ്റൽ മെറ്റാബോറേറ്റ്. റിമെമ്പർ, ഇൻ ബോറാക്സ് ബീഡ് ടെസ്റ്റ് always you are getting metaborate. Next one, total number of vacant hybridized orbital which participate in the formation of 3-centered 2-electron bond in the molecule of diborane is. Diborane, ബോറോണിൻ്റെ hybridization is p3 ആണ്. ബോറോൺ atomic number 5, electronic configuration 1s2 2s2 2px1. നേരെ ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. അപ്പോൾ 1s2 2s1 2px1 2py1 2pz0. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോറോൺ ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഡൈബറൈനിൽ ബോറോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു എസും 3 പിയും കൂടെ ഒരുമിച്ച് ചേരും. എന്നിട്ട് ആ ബോറോണിൻ്റെ കയ്യിൽ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാകും. അതിൽ 3 ഇലക്ട്രോൺ ഉണ്ടാകും. അടുത്ത ബോറോണും അതുപോലെ തന്നെയാണ്, 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. അതിൽ ഒരെണ്ണം എം ടി ആയിരിക്കും, 3 ഇലക്ട്രോൺ. ഇനി ഹൈഡ്രജൻ ഇവിടെയാണ് വരിക, ഇവിടെയും ഹൈഡ്രജൻ വരും. ഇതിൻ്റെ പേരാ 2 ഇലക്ട്രോൺ 3 ബോണ്ടഡ് ഇലക്ട്രോൺ. ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണും ബോറോണിൻ്റെ 1 ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്യും. ഇത് എം ടി ആണ്, ഇതും എം ടി ആണ്, ഇത് രണ്ടും എം ടി ആണ്. Therefore, number of empty orbital is, vacant hybridized orbital is 2. അതായത് ഈ 2pz0 ആണ്. അങ്ങനെ 2 ബോറോൺ, രണ്ടിലും sp3 ഹൈബ്രിഡൈസ്ഡ് വേക്കൻറ്റ് ഓർബിറ്റൽ ഓരോന്നുണ്ടാകും. Therefore, answer option 3. Next, BOD values are given. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിനകത്തുള്ള ഇമ്പ്യൂരിറ്റിയുടെ അളവാണ്. ഈ ഇമ്പ്യൂരിറ്റി കൺസ്യൂം ചെയ്യുന്ന ഓക്സിജനാണ് BOD വാല്യൂസ്. അപ്പോൾ BOD കൂടുന്തോറും ഇമ്പ്യൂരിറ്റി കൂടി വരും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പ്യൂരിറ്റി ഉള്ള വാട്ടർ ഇതായിരിക്കും, 180. അത് കഴിഞ്ഞാൽ 160, അത് കഴിഞ്ഞാൽ 35, അത് കഴിഞ്ഞാൽ 25. Therefore, answer option 1. അതായത് സി എന്ന് പറയുന്നതായിരിക്കും. That is BOD, the decrease in the order of the extent of pollution. സി എന്ന വാട്ടറാണ് മാക്സിമം പൊല്യൂഷൻ, അതിലാണ് ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റി ഉള്ളത്. ഡി ആണ് ലീസ്റ്റ് വൺ. Therefore, answer option 1. Next, which of the following are hazardous pollutant present in automobile exhaust gases? അത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് കാർബൺ മോണോക്സൈഡും മറ്റൊന്ന് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും. Therefore, answer is option 3. 2 and 4 is the answer. Next, consider the following carbocations. Correct sequence of the stability of this carbocation. You know, primary, secondary, tertiary carbonium ion, the most stable one is tertiary. This is tertiary. This is secondary, this is primary, this is primary. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആരാ? ടെറിഷറി. ഇത് സെക്കൻഡറി. പിന്നെ പ്രൈമറി 2 എണ്ണം. അതിൽ ഒന്നാമത്തെ കേസ് ഇതാ CS2+. അടുത്ത കേസ് CS2+. ഇവിടെ നേരിട്ട് ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺ ഒഴുകിച്ചെന്ന് പോസിറ്റീവിനെ ഇല്ലാതാക്കുമ്പോൾ ഇത് ഹൈലി സ്റ്റേബിൾ ആകും. ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് -R എഫക്റ്റ്.
ദിസ് ഇസ് കോൾഡ് ബെൻസൈൽ കാർബോണിയം അയോൺ. അപ്പോൾ ഈ പ്രൈമറിയാണ് മോർ സ്റ്റേബിൾ. കാരണം ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺ ഓടിച്ചെന്ന് പോസിറ്റീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും. -R എഫക്റ്റ് കൊണ്ട് ഇത് ഹൈലി സ്റ്റേബിളാണ്. എന്നാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ബെൻസീൻ റിങ്ങിന് അറ്റാച്ച് ചെയ്ത കാർബണിലല്ല, അതിൻ്റെ പുറത്താണ്. ഇവിടെ -R എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും സ്റ്റേബിളായത് ഇതാണ്. ബെൻസൈൽ കാർബോണിയം അയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദിസ് വൺ ബിക്കോസ് ഓഫ് -R എഫക്റ്റ് ഓർ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയാം. ദെയർഫോർ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇത് ടെർഷറിയാണ്, ഇത് സെക്കൻഡറിയാണ്. പിന്നെ സ്റ്റേബിൾ പ്രൈമറി ആയതാണ്, ഇതാണ് ലീസ്റ്റ് സ്റ്റേബിൾ. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് IUPAC നെയിം? ഓരോന്ന് എഴുതി നോക്കണം. ഇതിനകത്ത് ആകെ കറക്റ്റായിട്ടുള്ള ഒരെണ്ണമേ ഉള്ളൂ. 3,4-dimethyl hexane. This is the third carbon, this is the fourth carbon. അപ്പോൾ 1 2 3 4 അല്ലെങ്കിൽ 1 2 3 4 ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് വരും. ഇത് കറക്റ്റ് നെയിമിംഗ് ആണ്. ബാക്കിയുള്ളതൊക്കെ എഴുതി നോക്കണം, തെറ്റായിരിക്കും. Therefore ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ്, match the following pKa value. Ka is called dissociation constant of an acid. Ka high means strong acid. pKa small means strong acid. Ka high ആണെങ്കിൽ strong acid. എന്താണ് ഈ pKa? pKa is -log Ka. അപ്പോൾ high pKa means weak acid, small Ka means strong acid. നമ്മുടെ ഈ കേസിൽ 4 എണ്ണമുണ്ട്. ഫീനോൾ, പാരാനൈട്രോഫീനോൾ, എഥനോൾ, പിക്രിക് ആസിഡ്. ഇതാണ് ഫീനോൾ. ഫീനോൾ ഈസ് അസിഡിക് ആണെന്നറിയാം. അതിൻ്റെ കാരണം എന്ത്? ഫീനോളിൽ നിന്ന് ഒരു H+ പുറത്തു പോയാൽ കിട്ടുന്ന ഫീനോക്സൈഡ് അയോൺ അതിലെ മൈനസ് ഇവിടെ കൊഴുക്കിക്കൊണ്ട് +R എഫക്റ്റ് കാണിക്കുന്നു. ഫീനോക്സൈഡ് അയോൺ ഈസ് സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ്. അതുകൊണ്ട് ഫീനോളിന് H+നെ പുറത്തുവിടാൻ ഇഷ്ടമാണ്. ഫീനോൾ ഈസ് അസിഡിക്. അടുത്തത് പാരാനൈട്രോഫീനോൾ. പാരാനൈട്രോഫീനോളിൽ പാരാ പൊസിഷനിൽ NO2 ഉണ്ട്. NO2ന് -R ഉണ്ട്, -I ഉണ്ട്. അതുകൊണ്ട് ഈ മൈനസ് ഒഴുകുന്ന വേഗത കൂടും. ഇത് മോർ അസിഡിക്കാണ്, പെട്ടെന്ന് H+ പുറത്തുവിടും. അതുകൊണ്ട് ഫീനോളിനേക്കാൾ കൂടുതൽ അസിഡിക്കാണ് പാരാനൈട്രോഫീനോൾ. ഇനി എഥനോൾ. C2H5OHൽ H+നെ വിടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതോക്സൈഡ് അയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരു എഫക്റ്റും ഇല്ലെന്ന് മാത്രമല്ല, ഈഥൈൽ ഗ്രൂപ്പിൻ്റെ +I കൊണ്ട് O- ചാർജ് കൂടുമ്പോൾ അൺസ്റ്റേബിൾ ആകും. അതുകൊണ്ട് എഥനോൾ ഒട്ടും അസിഡിക്കല്ല, ഇതിന് ഹൈ pKa ആണ്. അടുത്തത് പിക്രിക് ആസിഡ്. പിക്രിക് ആസിഡിൽ 3 OH ഗ്രൂപ്പ് 2-ലും 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലുമുണ്ട്. അല്ല, NO2 ഗ്രൂപ്പ്. NO2 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 3 സ്ഥലത്താണ് NO2 ഗ്രൂപ്പ്. 3 സ്ഥലത്തും -Rഉം -Iയും ഉള്ളപ്പോൾ ഈ മൈനസ് പെട്ടെന്ന് ഒഴുകി വരുമ്പോൾ H+ വളരെ വേഗം പുറത്തുവിടും. അതുകൊണ്ട് മോസ്റ്റ് അസിഡിക് പിക്രിക് ആസിഡ്, ലോവസ്റ്റ് pKa. അത് കഴിഞ്ഞാൽ പാരാനൈട്രോഫീനോൾ, അത് കഴിഞ്ഞാൽ ഫീനോൾ. ഏറ്റവും pKa കുറവാർക്കായിരിക്കും? പിക്രിക് ആസിഡ്. എഥനോളിനാണ് ഏറ്റവും കൂടിയ pKa. Therefore answer option 1, RSPQ. Next question, which of the following is correct? Pentane and neopentane are chain isomers. ഇതാണ് പെൻറ്റെയിൻ, ഇതാണ് നിയോപെൻറ്റെയിൻ. Therefore they are chain isomer is correct. Next, diethylamine C2H5 NHC2H5. This is a secondary amine. Secondary butylamine is, ഇതാണ് ബ്യൂട്ടൈലമീൻ, സെക്കൻഡറി ബ്യൂട്ടൈലമീൻ. ഇതൊരു പ്രൈമറി അമീനാണ്, ഇതൊരു സെക്കൻഡറി അമീനാണ്. പക്ഷേ രണ്ടുപേർക്കും ഒരേ ഫോമുലയാണ്.
Therefore, they are compounds having same formula and they are functional isomers. ഒന്ന് പ്രൈമറി അമീൻ, ഒന്ന് സെക്കൻഡറി അമീൻ. അതുകൊണ്ട് അവർ ഫങ്ഷണൽ ഐസോമർ കറക്റ്റാണ്. അടുത്തത് പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ ഈസ് എ കീറ്റോൺ, പ്രൊപ്പനാൽ ഈസ് എൻ ആൽഡിഹൈഡ്. രണ്ടിനും ഒരേ ഫോമുലയുള്ളവരാണ്. ദേ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ദെയർഫോർ ആൻസർ all are correct statements. Next, this is HgSO4, not Hg2. In the following reaction, C2H2 gives CH3CHO. There is an intermediate compound X. We have to identify what is X. CH triple bond CH when treated with dilute sulfuric acid in presence of Hg2 plus ion, 1 molecule water will be added. That is, ഒരു എച്ച് പ്ലസും ഒരു ഒ എച്ച് മൈനസും ആഡ് ചെയ്യും. എച്ച് ഇവിടെയും ഒ എച്ച് ഇവിടെയും അല്ലെ തിരിച്ച് എങ്ങനെ വേണമെങ്കിലും എഴുതാം. Therefore, CH2 double bond CHOH. ഇത് ഈനുമാണ് ഓളുമാണ്. ഈനോളാണ്. ഈനോൾ is stabilized by tautomerism forming CH3CHO. അപ്പോൾ ഈ this is an alkene and an ol. അപ്പോൾ ഈനോളാണ്. ഈനോൾ undergo tautomerization to give you acetaldehyde. Therefore, the product X is CH2 double bond CHOH. Answer option 4. Next question. Which of the following does not give white precipitate with ammoniacal silver nitrate? ശ്രദ്ധിച്ച് കേൾക്കണം. 1 ആൽക്കൈനുകളിൽ മാത്രമേ അസിഡിക് ഹൈഡ്രജൻ ഉള്ളൂ. When 1 alkynes are treated with ammoniacal silver nitrate, ആ അസിഡിക്കായ ഈ സി അല്ലെങ്കിൽ സി ഇവിടെ നിന്നും സി ട്രിപ്പിൾ ബോണ്ട് സി എ ജി ഉണ്ടാകും. സിൽവർ പ്രോഡക്റ്റായി മാറും. അതുകൊണ്ട് ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ 1 ആൽക്കൈനാവണം. പ്രൊപ്പൈൻ 1 ആൽക്കൈനാണ്, ബ്യൂട്ട് 1 ആൽക്കൈനാണ്, പെൻറ്റ് 1 ആൽക്കൈലാണ്, ബ്യൂട്ട് 2 ആയി നോക്കാം. ഇതിൻ്റെ പേരാണ് 2 ബ്യൂട്ടൈൻ. ദിസ് ഈസ് CH3. ഇവിടെ അസിഡിക്കായ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് അമോണിയാക്കിൽ സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യണമെങ്കിൽ എൻഡിൽ ട്രിപ്പിൾ ബോണ്ട് വരണം, എങ്കിലേ അസിഡിക് ഹൈഡ്രജൻ ഉണ്ടാകൂ. ഇവിടെ അസിഡിക് ഹൈഡ്രജൻ ഇല്ല. നോ റിയാക്ഷൻ. Therefore, answer is option 3, but 2i. Next, questions of section B. Which of the hydrates are generally non-stoichiometric? Interstitial hydride. ഡി ബ്ലോക്കിലെ എലമെൻറ്റുകളുടെ ഇൻഡർസ്റ്റീഷ്യൽ സ്പേസിൽ കയറി ഹൈഡ്രജൻ ഒളിച്ചിരിക്കുമ്പോൾ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല TiH1.5 ഒക്കെ വരും. അത് നോൺ സ്റ്റോഷിയോമെട്രിക്കാണ്. അതുകൊണ്ട് ഇൻഡർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡുകളിൽ മാത്രം അത് നോൺ സ്റ്റോഷിയോമെട്രിക്കാണ്. അപ്പോൾ മീഥൈൻ അത് നോൺ സ്റ്റോഷിയോമെട്രിക് അല്ല, സ്റ്റോഷിയോമെട്രിക്കാണ്. ഹോൾ നമ്പറാണ് വരിക. പക്ഷേ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡാണ് നോൺ സ്റ്റോഷിയോമെട്രിക്കായി വരിക. നെക്സ്റ്റ്, ഓക്സൈഡ് ഓഫ് പൊട്ടാസ്യം ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതിൻ്റെ പേരാണ് പൊട്ടാസ്യം ഓക്സൈഡ്. ദിസ് ഇസ് കോൾഡ് പൊട്ടാസ്യം പെറോക്സൈഡ്. ദിസ് ഇസ് കോൾഡ് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ്. ഇങ്ങനൊരു കോമ്പൗണ്ട് ഈ ലോകത്തിലില്ല. അതുകൊണ്ട് K2O3 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഇല്ല. നെക്സ്റ്റ്, വിച്ച് ഇസ് ഫോൾസ് ഇൻ ദ കേസ് ഓഫ് BOH thrice. ബോറിക് ആസിഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എന്താണ്? ബോറിക് ആസിഡിനെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ OH അല്ലെങ്കിൽ HOHലേക്ക് ഇടുമ്പോൾ BOH 4 times -+H+ കിട്ടും. അതായത് ബോറിക് ആസിഡ് H+ ഉണ്ടാക്കിയത് ബോറിക് ആസിഡിലെ H+ അല്ല, ബോറിക് ആസിഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇവിടെ നിന്ന് OH- സ്വീകരിച്ചു, H+നെ പുറന്തള്ളി. അതുകൊണ്ട് ഈ H+ വാട്ടറിൻ്റെ H+ആ. അതുകൊണ്ട് ബോറിക് ആസിഡ് ഒരു നോൺ പ്രോട്ടിക് ആസിഡാണ്.
അതുകൊണ്ട് ഇറ്റ് ഈസ് എ ട്രൈബേസിക് ആസിഡ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. It is a triacidic base is a wrong statement. It has a planar structure is correct. അതുകൊണ്ട് ബോറിക് ആസിഡ് മോണോപ്രോട്ടിക് ആണ്, പക്ഷേ ആ എസ് പ്ലസ് ബോറിക് ആസിഡിൽ നിന്നുണ്ടായ എസ് പ്ലസ് അല്ല, വാട്ടറിൽ നിന്നുണ്ടായതാണ്. Therefore ബോറിക് ആസിഡ് ഈസ് എ നോൺ പ്രോട്ടിക് ആസിഡ്. അതിൻ്റെ പ്ലനാർ സ്ട്രക്ചറാണ്, ദാറ്റ് ഈസ് കറക്റ്റ്. ട്രൈബേസിക് ആസിഡുമല്ല, ട്രൈ അസിഡിക് ബേസുമല്ല. അതുകൊണ്ട് 2ഉം 3യുമാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. Therefore ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ്, സബ്സ്റ്റൻസസ് വിച്ച് ഇസ് എ പ്രൈമറി പൊള്യൂട്ടൻറ്റ്. പ്രകൃതിയിലേക്ക് നേരിട്ടൊഴുകുന്ന പൊള്യൂട്ടൻസ് ആണ് കാർബണിൻ്റെ പാർഷ്യൽ ബേണിങ് കൊണ്ടുണ്ടായ CO. എന്നാൽ ഇവരൊക്കെ പൊള്യൂട്ടൻസ് ആണ്, അവർ സെക്കൻഡറി പൊള്യൂട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ് ഉണ്ടായത് മീഥൈനും ഓസോണും ഒക്കെ റിയാക്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പം പ്രകൃതിയിൽ ആദ്യമായി ഉണ്ടാകുന്നവരാണ് പൊള്യൂട്ടൻ്റാണ് പ്രൈമറി പൊള്യൂട്ടൻ. Therefore CO is a primary pollutant. All others are secondary pollutants. Next, in sodium fusion extract of organic compound, nitrogen is converted into sodium cyanide. Answer, sodium fusion extract ഉണ്ടാക്കുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണും നൈട്രജനും സോഡിയവുമായി ചേർന്ന് സോഡിയം സയനൈഡായി മാറും. ആൻസർ ഈസ് ഓപ്ഷൻ 2, സോഡിയം സയനൈഡ്. നെക്സ്റ്റ്, in which of the following compound nitrogen has an oxidation number of -1, NH2OH? Nitrogen X, 3 hydrogen plus 3, oxygen -2 equal to 0. Therefore X is -1. Therefore oxidation number of nitrogen in NH2OH is -1. ബാക്കി ഒരു സ്ഥലത്തും -1 വരില്ല. Next, helium atom is 2 times heavier than a hydrogen molecule at 298 Kelvin. The molar kinetic energy of helium is. ഏതൊരു ഗ്യാസിൻ്റെയും മോളാർ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ 3/2 RT. ദിസ് ഈസ് മോളാർ കൈനറ്റിക് എനർജി ഫോർ 1 മോൾ. ലോകത്തിലുള്ള ഏത് ഗ്യാസിനും 1 മോളിൻ്റെ കൈനറ്റിക് എനർജി ഇതാ. ഗ്യാസ് മാറുന്നതനുസരിച്ച് ഇത് മാറില്ല, കാരണം ഇതിനകത്തൊന്നും മോളാർ മാസ് ഇല്ല. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ. അപ്പോൾ മോളാർ കൈനറ്റിക് എനർജി ഹീലിയം ആയാലും മോളാർ കൈനറ്റിക് എനർജി ഓഫ് എനി അതർ ഗ്യാസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എല്ലാം ഈക്വലാണ്. Therefore answer is same as that of hydrogen, because kinetic energy depends only on the temperature independent of the nature of the gas or molar mass. Therefore same as that of hydrogen. Next question, ratio of the masses of oxygen and nitrogen and in a particular gaseous mixture is 1:4. Sum of the ratio of their molecules is 1 gram oxygen ഉണ്ട്, 4 gram nitrogen ഉണ്ട്. 1 gram oxygen is 1/32 mole. This is 4/28 mole. This is അപ്പോൾ അവരുടെ മോൾസിൻ്റെ റേഷ്യോ 1/32 is to 1/7. ഇതാണ് അവരുടെ മോൾസിൻ്റെ റേഷ്യോ. 1/32 is to 1/7 is 7:32. അപ്പോൾ മോൾസിൻ്റെ റേഷ്യോ തന്നെയാണ് മോളിക്യൂളിൻ്റെ റേഷ്യോ. കാരണം മോൾസിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ മോളിക്യൂളിൻ്റെ എണ്ണവും തുല്യമാണ്. ഒരു മോൾ ഏത് സബ്സ്റ്റൻസ് എടുത്താലും ആവഗട്ടോ നമ്പർ ഓഫ് മോളിക്യൂളാണുള്ളത്. അതുകൊണ്ട് മോൾസിൻ്റെ റേഷ്യോ ആണ് മോളിക്യൂളിൻ്റെ റേഷ്യോ. ഇതിൻ്റെ സം എത്ര? 39. Therefore 7 + 32 is equal to 39. Ratio of their molecule അല്ലെങ്കിൽ ratio of their mole is equal to 39. Option 1. Next question, calculate de Broglie wavelength of oxygen molecule to helium atom if their ratio of kinetic energy is 1:18. ഒന്ന് ഓക്സിജൻ മോളിക്യൂൾ, ഒന്ന് ഹീലിയം.
അവരുടെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് ദ റേഷ്യോ 1:18. കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഏതാണ്? ലാംഡ ഈസ് ഈക്വൽ ടു h/√2 ഇൻറ്റു m ഇൻറ്റു കൈനറ്റിക് എനർജി. അപ്പോൾ ഓക്സിജൻ്റേത് ആദ്യം കാണാം. ലാംഡ ഫോർ ഓക്സിജൻ ഈസ് ഈക്വൽ ടു h/2 ഇൻറ്റു മാസ് എടുക്കുമ്പോൾ അവരുടെ മോളാർ മാസ് എടുക്കണം. ഇതിൻ്റെ മോളാർ മാസ് 32 ആണ്, ഇതിൻ്റെ മോളാർ മാസ് 4 ആണ്. അപ്പോൾ 2 ഇൻറ്റു 32 ഇൻറ്റു കൈനറ്റിക് എനർജി 1. എന്നാൽ ലാംഡ ഫോർ ഹീലിയം ഈസ് h/√2 ഇൻറ്റു 4 ഇൻറ്റു 18. കൈനറ്റിക് എനർജി 18. ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ആൻസർ കിട്ടും. ആൻഡ് ദ റേഷ്യോ ബിക്കംസ് 3:2. ഇത് രണ്ടും കൂടെ റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ എടുക്കുമ്പോൾ എച്ചും ക്യാൻസലാകും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ദാറ്റ് മീൻസ് എത്ര വരും? 3:2 ഈസ് ദി ആൻസർ. അപ്പോൾ അവരുടെ ഈ റേഷ്യോ λO2 ബൈ ലാംഡ ഹീലിയം വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെ റേഷ്യോ 3:2 എന്ന് വരും. ആൻസർ ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ. അറ്റോമിക് നമ്പർ ഓഫ് ABCD ആർ ഗിവൺ. Z-1, Z+1, Z+2 respectively. If B is a noble gas, അപ്പോൾ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അതിൽ B എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ ഇത് 18ാമത്തെ ഗ്രൂപ്പാണ്. ഇനി A എന്ന് പറയുന്നത് Z-1, ഇത് 17ാമത്തെ ഗ്രൂപ്പാണ്. സി എന്ന് പറയുന്നത് Z+1 ആണ്, വിച്ച് ഈസ് ആൽക്കലി മെറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പാണ്. അടുത്തത് Z+2 ആണ്, അത് ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്, അത് പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് ഗ്രൂപ്പാണ്. ഇത് നോബിൾ ഗ്യാസ് ആണെങ്കിൽ ഇതാണ് Z-1 ഹാലജനാണ്, ഇത് ആൽക്കലി മെറ്റലാണ്, ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. എങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ ഹാസ് higher electron affinity. Correct ആണ്. All halogens are having very high electron affinity. C exists in +2 oxidation state. തെറ്റ്. C എന്ന് പറയുന്നത് ആൽക്കലി മെറ്റലാണ്, അവർക്ക് +2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. D is an alkaline earth metal. Correct. D പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. കറക്റ്റ്. Therefore ആൻസർ ഈസ് ഓപ്ഷൻ 4. 1ഉം 3യുമാണ് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ്, ഡൈപോൾ മൊമെൻറ്റ്. നിങ്ങൾക്കറിയാം CCl4ഉം മീഥൈനും 2 സിമെട്രിക് മോളിക്യൂളാണ്. 2 പേർക്കും ഡൈപോൾ മൊമെൻറ്റ് 0യാണ്. പക്ഷേ ക്ലോറോഫോം ഡൈപോൾ മൊമെൻറ്റ് 0 അല്ല, അതുടെ സിമെട്രിക് അല്ല. അതുകൊണ്ട് ആൻസർ ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ് ക്ലോറോഫോം, ഇത് രണ്ടിനും 0യാണ്, അവർക്ക് രണ്ടിനും ഈക്വലുമാണ്. Therefore answer is option 1. Next question. For the process dry ice gives carbon dioxide gas. What is dry ice? Carbon dioxide. Solid gives carbon dioxide gas. ലോകത്തിലുള്ള ഏത് സോളിഡും ഗ്യാസ് ആകണമെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. ΔH പോസിറ്റീവാ. സോളിഡ് ഗ്യാസ് ആകുന്നതെല്ലാം ഹീറ്റ് അബ്സോർപ്ഷനാണ്. ΔH പോസിറ്റീവ്. ഇനി എൻട്രോപ്പി നോക്കാം. സോളിഡിന് എൻട്രോപ്പി കുറവാണ്, ഗ്യാസിന് എൻട്രോപ്പി കൂടുതലാണ്. എൻട്രോപ്പി കൂടി ഫൈനൽ മൈനസ് ഇനിഷ്യൽ, ഇറ്റ് ഈസ് പോസിറ്റീവ്. Therefore ΔS is positive. Therefore answer option 3. Both delta H and delta S is positive. Next question. 1 mole of hydrogen and 2 moles of iodine are taken in a 2-liter vessel. Number of moles of hydrogen at equilibrium is 0.2. Number of moles of iodine and hydrogen at equilibrium is. Reaction H2 plus I2 gives 2HI.
this is 1 mole, this is 1 mole, this is 2 mole. ഇനി എടുത്തത് എത്രയാ? 1 mole ഹൈഡ്രജൻ തന്നെയാണ് എടുത്തതും അയോഡിനോ 2 mole അയോഡിൻ എടുക്കുകയും ചെയ്തു. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിയപ്പോൾ HI എത്ര ഉണ്ട്? 0.2. ദാ 1 പോയാൽ 2 കിട്ടും. അപ്പോൾ 0.2 കിട്ടണമെങ്കിൽ ഇവിടെ നിന്നും എത്ര പോകണം? അതായത് 1 മോൾ ഹൈഡ്രജനും 2 മോൾ അയോഡിനുമാണ് എടുത്തത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ അറ്റ് ഇക്വിലിബ്രിയം ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ അറ്റ് ഇക്വിലിബ്രിയം ഈസ് 0.2. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് 0.8 പോയി, ബാക്കി 0.2 ഉണ്ടായിരുന്നു. ഇവിടുന്ന് 0.8 പോയാൽ ഇവിടെ 1ന് 1 ആണ്, ഇവിടുന്ന് 0.8 പോയാൽ ഇവിടെ നിന്ന് 0.8 പോകും, ബാക്കി 1.2 ഉണ്ട്. ഇനി 0.8ഉം 0.8ഉം ചേർന്നാൽ 1.6 ഉണ്ടാകും. ക്വസ്റ്റ്യൻ: നമ്പർ ഓഫ് മോൾസ് ഓഫ് അയോഡിൻ അറ്റ് ഇക്വിലിബ്രിയം ഈസ് 1.2. നമ്പർ ഓഫ് മോൾസ് ഓഫ് HI at equilibrium is 1.6. Therefore, answer 1.21, 1.6. Option 1 is the answer. Next. Which of the following compound with molecular formula C5H10 yields acetone on ozonolysis? നിങ്ങൾ ആകെ ഓസോണോളിസിസിൽ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യം, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് തല്ലിപ്പൊട്ടി ഇരുവശോ ഓക്സിജൻ കയറും, ഓരോ ഓക്സിജൻ കയറും. ഇത് മാത്രം അറിഞ്ഞാൽ മതി ഓസോണോളിസിസ്. അപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് ഓസോണോളിസിസ് നടത്തിയപ്പോൾ അസിറ്റോൺ കിട്ടിയത് എവിടെ? അസിറ്റോൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഓരോ സ്ട്രക്ചറൊന്ന് എഴുതി നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് അസിറ്റോൺ കിട്ടണം, അസിറ്റോൺ ഓസോണോളിസിസിൽ കിട്ടണം. 2-methyl ബ്യൂട്ടി 2E നോക്കാം. ഈ കോമ്പൗണ്ടാണ് 2-methyl 2-butene CH3. ഇത് ഓസോണോളിസിസ് നടത്തുമ്പോൾ ഇവിടെ രോ കിട്ടും, ഇവിടെ രോ. Therefore, CH3CO, CH3 അസിറ്റോൺ. ബാക്കി ഒരു കേസിലും അസിറ്റോൺ ഉണ്ടാകില്ല. Therefore, answer is option 4. Next question. Major product in the following reaction is alcoholic potash is a very good dehydrohalogenating agent. അപ്പോൾ പ്രോഡക്റ്റ് നോക്കാം. CH3 CHBr CH2 CHBr CH2 CH3. Alcoholic potash is a very good dehydrohalogenating agent. ഹൈഡ്രജൻ ബ്രോമൈഡിനെ മാറ്റും, -HBr. അപ്പോൾ ഇവിടെ Br ഉണ്ട്. ആ Brൻ്റെ കൂടി ഇവിടെ നിന്നും വെച്ചാകാം, ഇവിടെയും വെച്ചാകാം. What is ZEOTS rule? According to ZEOTS rule, product with maximum conjugation is the major product. Maximum conjugation means maximum alternate single bond double bond. Maximum conjugation അതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അതുകൊണ്ട് ഈ Br പോകുമ്പോൾ ഇവിടെ നിന്ന് വെച്ചാകാം, ഇവിടെ നിന്നും വെച്ചാകാം. അതിൽ മാക്സിമം കോൺജുഗേഷൻ ഉണ്ടാകണമെങ്കിൽ ഏതായിരിക്കും പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. നോക്കിക്കേ, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഈസ് കോൺജുഗേഷൻ, ദാറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ. അപ്പോൾ ഇവിടെ നിന്ന് Brഉം ഇവിടെ നിന്ന് H പോവില്ല, ഇവിടെ നിന്ന് H പോകും, ഡബിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇനി ഇവിടെ സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരണമെങ്കിൽ ഇവിടെ നിന്ന് പോകണം. അങ്ങനെ ZEOTS റൂൾ അനുസരിച്ച് മോസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓപ്ഷൻ 4 ആണ്. അപ്പോൾ എല്ലാവർക്കും പ്രോബ്ലം എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ബോട്ടണി ഹോൾ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം: ലിവിംഗ് വേൾഡ്, ബയോളജി ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്,
cell the unit of life, biomolecules, cell cycle and cell division, transport in plants, malnutrition, photosynthesis, respiration and plant growth and development. Okay. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A fundamental category of classification ranking below classes. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇവിടെ അറിയാം സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട സ്ഥലം 1. പിന്നെ നമുക്ക് അറിയാം, ബാക്കി നമുക്ക് അറിയാം ഡിവിഷൻ, പിന്നെ കിങ്ഡം. അപ്പോൾ 2, 4, 6, 7. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? റാങ്കിങ് ബിലോ ദ ക്ലാസ് ഈസ് ആൻസർ ഓർഡർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെ നമ്മൾ സ്മാളസ്റ്റ്, ഇത് ലാർജസ്റ്റ് എപ്പോഴും നമുക്ക് അറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും സിമിലാരിറ്റീസ് കുറഞ്ഞു വരും, നമ്പർ കൂടി പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ബൈനോമിയൽ ഓഫ് വിച്ച്? ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്ന ആരാണെന്ന് അറിയാം. കാൾഡിനേഴ്സ് ആണെന്ന് നമുക്കറിയാം. 2 ടേം ഉണ്ടാവും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ജീനസ് ആയിരിക്കും, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സ്പീഷീസ് ആയിരിക്കും. ജീനസ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷീസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. സ്പേസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഹാൻഡ് റിട്ടേൺ ആണെങ്കിൽ സെപ്പറേറ്റ് അണ്ടർലൈൻ ഉണ്ടായിരിക്കണം. അതേസമയം ടൈപ്പ് റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നു എങ്കിൽ ഇറ്റാലിക്സിലായിരിക്കണം. അതൊക്കെ വിട്ടേക്കുക. നോക്കാം. ഇവിടെ വീറ്റിൻ്റെതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒറൈസ സറ്റൈവ, അത് എന്ന് പറയുന്നത് റൈസ് ആണ് അല്ലെങ്കിൽ പാഡിയാണ്. മെഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്നത് മാംഗോയുടെ ബൈനോമിയലാണ്. ട്രിറ്റിക്കം ഈസ്റ്റിവം വീറ്റിൻ്റേതാണ്. മ്യൂസ പാഡിയാസിയക ബനാനയുടേതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, വിച്ച് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്? Keys are the taxonomical aids used for identification based on similarities and dissimilarities or differences. ടാക്സോണമിക്കൽ എയ്ഡിൽ വരുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്. ഓക്കെ, കപ്ലറ്റ് എന്താണ്, ലീഡ് എന്താണ് നമുക്കറിയാവുന്നതാണ്. മോണോഗ്രാഫ്സ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ, നോട്ട് എ സ്പീഷീസ്. എനി വൺ ടാക്സോൺ. ശരി. അപ്പോൾ സാപ്പൻഡൈൽസ് ഈസ് ആൻ ഓർഡർ. ശരി തന്നെയാണ്. ഓർഡറിൽ അവസാനിക്കുന്നത് നമുക്കറിയാം. ഫാമിലി ആണെങ്കിൽ സിയിൽ അവസാനിക്കുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ശരി തന്നെയാണ്. മാംഗോ ട്രീ ബിലോങ്സ് ടു ദ ഫാമിലി അനാക്കാഡേസിയേ. ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഇവിടെ എല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ള എല്ലാവരുടെയും ഓർഡറും ഫാമിലിയും ഒക്കെ നമുക്ക് അറിയാം. അതേപോലെ മോണോഗ്രാഫ് എന്ന് പറയുന്ന കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ ആണ് വരേണ്ടത്. ഇറ്റ് കണ്ടെയ്ൻസ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. Monograph contains complete information of any one taxon, not a species. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In Phycandum classification, multicellular eukaryotic heterotrophic organism. Multicellular ഉണ്ട്, യൂക്യാരിയോട്ട് ഉണ്ട്, ഹെറ്ററോട്രോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മൾട്ടിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ആണ് വരേണ്ടത്. ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ആണ് വരുന്നത് മൾട്ടി സെല്ലുലാറിൽ വരുമ്പോൾ. യൂക്യാരിയോട്സ് എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ടത് ഫഞ്ചയും അനിമേലിയുമാണ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്ന ക്ലാസ്സിൽ മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്ടിക് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം വിത്ത് ഫിലമെന്റസ് ബോഡി. ഫിലമെന്റസ് ബോഡി വരണമെങ്കിൽ അത് ഫഞ്ചൈ തന്നെയായിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഞ്ചൈ ആവാം, പ്ലാന്റ് ആവാം, അനിമേലിയ. യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഒന്നുകിൽ ഫഞ്ചൈ ആയിരിക്കും അല്ലെങ്കിൽ അനിമേലിയ ആയിരിക്കും. എക്സ്ക്ലൂസീവ്ലി ഹെറ്ററോട്രോപ്സ് കാണിക്കുന്ന അവർ 2 പേര് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഫിലമെന്റസ് ഗ്രൂപ്പ് വരുന്നത് ആരൊക്കെയാണ്? ആൽഗയും ഫഞ്ചയും തന്നെയാണ്. സോ ആൻസർ ഈസ് ഫഞ്ചൈ. വാട്ട് ആർ ഹെറ്ററോട്രോപ്സ്? വാട്ട് ആർ ഹെറ്ററോസിസ്റ്റ്? ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്, ലാർജ് ആണ്, പെയിൽ കളേർഡ് ആണ്, തിക്ക് വാൾഡ് ആണ്. ഈ തിക്ക് വാൾഡ് ആണ് ക്യാരക്ടർ. തിക്ക് വാൾഡ് എന്ന് പറയുന്ന ഇംപെർവിയസ്, കടത്തി വിടുന്നില്ല, ഇംപെർവിയസ് ടു ഓക്സിജൻ ബട്ട് പെർവിയസ് ടു നൈട്രജൻ, ഹെൽപ്സ് ഇൻ nitrogen fixation in the presence of nitrogenase enzyme in anaerobic condition. Example അനബീന ആൻഡ് നോസ്റ്റോക്ക്. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്, ലാർജ് ആണ്, പെയിൽ കളേർഡ്. തിക്ക് വാൾഡ് മീൻസ് ഇംപെർവിയസ് ടു ഓക്സിജൻ ബട്ട് പെർവിയസ് ടു നൈട്രജൻ.
and helps in nitrogen fixation in the presence of with the help of nitrogenase enzyme in anaerobic condition. Example, Nostoc anabina. അപ്പോൾ നൈട്രജൻ ഫിക്സിംഗ് സെൽസ് ഇൻ നോസ്റ്റോക്ക് ആൻഡ് അനബീന ഇസ് കാൾഡ് ഹെറ്ററോസിസ്റ്റ്. ഫിഗർ ഉൾപ്പെടെ വേണം. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് മാച്ച്. ഡെസ്മിറ്റ്സ്, പ്രോട്ടോസോവൻ. ഡെസ്മിറ്റ്സ് എന്ന് പറയുന്നത് ട്രിപ്പനോസോമ, ഗോണിയോലെക്സ്, ആസ്പെർഗില്ലസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഡെസ്മിറ്റ്സ് എന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സിൽ വരുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഡെസ്മിറ്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാം ക്രൈസോഫൈറ്റ്സ്. അപ്പോൾ 1C ആയിട്ട് എടുക്കാം. ക്രൈസോഫൈറ്റ്സിനകത്താണ് ഡെസ്മിറ്റ്സ് ആൻഡ് ഡയാറ്റംസ് വരുന്നത്. പ്രോട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിളാണ് വരിക. ട്രിപ്പനോസോമ എന്ന് പറയുന്ന സിംഗിൾ ഫ്ലജലേറ്റഡ് ആണ്. അത് ഇതിൽ വരുന്നതാണ്. പ്രോട്ടോസോവയിൽ വരുന്ന ഫിലമെന്റസ് അല്ലെങ്കിൽ നമുക്കറിയാം ഫിലമെന്റസ് ആണെന്ന് അറിയാം. അപ്പോൾ 2 എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ ആണെന്ന് നമുക്കറിയാം. ഫിലമെന്റസ് ആണ്, അല്ലെങ്കിൽ നമുക്കറിയാം പ്രോട്ടോസോവനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അതിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ്റെ ബേസിനകത്താണ്. സീഡോപോഡിയ വരുന്ന ആളാണ് നമ്മൾ അമീബോയിഡ് പ്രോട്ടോസോവ എന്നും, ഫിലമെന്റ് വരുന്നതിന് നമ്മൾ അല്ലെങ്കിൽ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുന്നുണ്ട്. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവയിൽ നമുക്ക് പഠിക്കുന്ന 2 എക്സാമ്പിൾസ് ആണ് ട്രിപ്പനോസോമയും അതേപോലെ തന്നെ ലേഷ്മേനയും. പിന്നെ വരുന്ന സീലിയേറ്റഡ് ആണ്, അവിടെ പാരമീസിയം ഉണ്ട്. പിന്നെ ലോക്കോമോട്ടറി ഓർഗൻ ആബ്സെന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അത് സ്പോറോസോവൻസ് ആണ്. 2 എക്സാമ്പിൾസ് ആണ് നമുക്കുള്ളത്. ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡിയം ആൻഡ് ബെപ്സിയ. ഓക്കെ, അങ്ങനെ ട്രിപ്പനോസോമ എന്ന് പറഞ്ഞാൽ ഫ്ലജലേറ്റഡിൽ വരണം. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവയാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് A ആയിട്ട് എടുക്കാം. ഗോണിയോലെക്സ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ് നമുക്കറിയാം, ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ആണ് ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം എന്ന് വെച്ചാൽ ഡൈനോഫ്ലജലേറ്റ്സ് വരാം. അപ്പോൾ 3 എന്ന് പറയുന്നത് നമുക്ക് ഡിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 4 എന്ന് പറയുന്ന ആസ്പെർഗില്ലസ് എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റസിൽ വരുന്നതാണ്. ആസ്പെർഗില്ലസ് എന്ന് പറയുന്നത് അപ്പോൾ ആസ്കോമൈസെറ്റസ്. അപ്പോൾ 4 എന്ന് പറയുന്നത് ബിയിൽ വരും. അപ്പോൾ ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, Which of the following fungi belongs to Basidiomycetes? Basidiomycetesൽ നമുക്ക് എല്ലാവരുടെയും എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിരിക്കണം. ബസിഡിയോമൈസെറ്റസിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് മഷ്റൂം എന്ന് വിളിക്കാം, നമുക്ക് ഇയാളെ ക്ലബ് ഫഞ്ചൈ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫഞ്ചൈ എന്ന് വിളിക്കാം, പഫ് ബാൾസ് എന്ന് വിളിക്കാം, ടോഡ് സ്റ്റൂൾസ് എന്ന് വിളിക്കാം. ഇതെല്ലാം ആരാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് അഗാരിക്കസ് ഉണ്ട്, ബിലോങ്സ് ടു ബസിഡിയോമൈസെറ്റസ്. ഓക്കെ, അഗാരിക്കസ് ഉണ്ട്, അമാനിറ്റ ഉണ്ട്, അസ്റ്റിലാഗയുണ്ട്, പക്സീനിയ ഉണ്ട്, പിന്നെ നമുക്ക് ഉള്ളത് സൈലോസൈബുണ്ട്. ഇത്രയും നമുക്കുണ്ട്. അല്ലെങ്കിൽ ലൈക്കോപെർഡൻ ഉണ്ട്. ഇത്രയുണ്ട്. അപ്പോൾ സൈലോസൈബ് ഇത്രയും നമുക്ക് നോക്കാം. അപ്പോൾ കൊളിറ്റോട്രൈക്കം എന്ന് പറയുന്നത് വരുന്നത് ഏതിനകത്താണെന്ന് നമുക്ക് അറിയാം, ഡിറ്റ്യൂറോമൈസെറ്റസ് ആണ്. ഡിറ്റ്യൂറോമൈസെറ്റസ്. പക്സീനിയ എന്ന് പറയുന്നത് ബസിഡിയോമൈസെറ്റസ് ആണ്. ക്ലാവിസെപ്സ് എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റസ് ആണ്. ന്യൂറോസ്പോറ എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റസ് ആണ്. പെനിസിലിയം എന്ന് പറയുന്നതും ആസ്കോമൈസെറ്റസ്. അപ്പോൾ ഇവിടെ ഒറ്റ ആളേ ഉള്ളൂ, അത് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ പക്സീനിയ ബിലോങ്സ് ടു ബസിഡിയോമൈസെറ്റസ്. ഒന്നിൽ ബസിഡിയോമൈസെറ്റസ് മൊത്തം അറിയണം, പക്ഷേ അങ്ങനെയല്ല, നമ്മൾ എല്ലാ ഫഞ്ചൈയുടെയും ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. ഓക്കെ, പക്സീനിയ കോസ് ചെയ്യുന്ന ഡിസീസിന്റെ പേര് അറിയാലോ, റസ്റ്റ്. വിച്ച് ഈസ് നോട്ട് ട്രൂ റിഗാർഡ് ദ കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയുടെ വേറൊരു പേരെന്ന് പറയുന്നത് തന്നെ നമുക്ക് അറിയാം, കിങ്ഡം പ്രോക്യാരൂട്ട എന്നാണ്. ഇയാൾ യൂണിസെല്ലുലാർ ആണ്. പ്രോക്യാരിയോട്സ് ആണ്, യൂണിസെല്ലുലാർ ആണ്. ബോഡി ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ ആണെന്ന് അറിയാം. സെൽവാൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പോളിസാക്കറൈഡ് അമിനോ ആസിഡ് ആണെന്ന് അറിയാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് ഉണ്ട്, ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഓട്ടോട്രോപ്സിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്. ഹെറ്ററോട്രോപ്സിൽ സാപ്രോഫൈറ്റ് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്. മോസ്റ്റ് ഡൈവേഴ്സിറ്റി എന്തിലാണ് കാണാൻ, ന്യൂട്രീഷൻ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഇയാളാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം, നോട്ട് ട്രൂ. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ നോട്ട് ട്രൂ, ട്രൂ, റോങ്, ഫാൾസ് ഇതൊക്കെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്. ഫസ്റ്റ്, ഓൾ ഓഫ് ദം ആർ പ്രോക്യാരിയോട്സ്, ശരി തന്നെയാണ്. സെക്കൻഡ് വൺ, മെജോറിറ്റി ഓഫ് ദം ഹാവ് എ സെൽ വാൾ, ശരി തന്നെയാണ്. ഇൻ ദ സെൽസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്, പ്രോക്യാരിയോട്സ്, ശരി തന്നെയാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹെറ്ററോട്രോഫിക്, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഇവിടെ തന്നെ കീമോസിന്തറ്റിക്, ഫോട്ടോസിന്തറ്റിക്, ഇവിടെ സാപ്രോഫൈറ്റ്, പാരസൈറ്റ്. അപ്പോൾ ഫോർത്ത് വൺ റോങ് സ്റ്റേറ്റ്മെന്റ്. ആന്ത്രോസോയിഡ്സ് ആൻഡ് ഫിനേറിയ, ബ്രയോഫൈറ്റയുടെ ആരുടെ മെയിൽ ഗമീറ്റ്സിന്റെ പേരാണ് ആന്ത്രോസോയിഡ്സ് എന്ന് പറയുന്നത്. ബൈഫ്ലജലേറ്റഡ് ആണ്, റിലീസ്ഡ് ഇൻ മെനിയാണ്. ബൈഫ്ലജലേറ്റ് റിലീസ്ഡ് ഇൻ വാട്ടറാണ്. ഓക്കെ, നമുക്കറിയാം ക്വാഡ്രിഫ്ലജലേറ്റ്, എ ഫ്ലജലേറ്റ്, ബൈഫ്ലജലേറ്റ്, ട്രൈഫ്ലജലേറ്റ്. തേർഡ് വൺ ഈസ് ദ ആൻസർ.
ഇല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ലൈഫ് സൈക്കിളാണ് അറിയേണ്ടത്. ഒരു ബ്രയോഫൈറ്റ എടുത്താൽ അപ്പോൾ സ്പോറ്, ദെൻ അതിൻ്റെ ഗ്യാമറ്റോഫൈറ്റ അല്ലെങ്കിൽ ബ്രയോഫൈറ്റ എന്ന് പറയുന്നു. അതിനകത്ത് മെയിൽ ആന്തറിഡിയം, ഫീമെയിൽ ആർക്കിഗോണിയം വരുന്നുണ്ട്, ആന്ത്രോസോയിഡ്സ് വരുന്നുണ്ട്, അതേപോലെ എഗോ റോവം വരുന്നുണ്ട്. ആന്ത്രോസോയിഡ്സിന് താഴെ നമ്മൾ എഴുതുന്നുണ്ട് മെനിയാണ്, ബൈഫ്ലജലേറ്റ് ആണ്, റിലീസ്ഡ് ഇൻ ടു വാട്ടർ. അതേസമയം എഗ്ഗിന് താഴെ നമ്മൾ എഴുതുന്നുണ്ട് സിംഗിൾ ആണ്, നോൺ ഫ്ലജലേറ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റേഷനറി ആണ്, ഫോംസ് ഇൻസൈഡ് ദ ആർക്കിഗോണിയം. സോ ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ വിത്ത് ദ പ്രസൻസ് ഓഫ് വാട്ടർ. ശരി, അത് കഴിഞ്ഞിട്ട് സൈഗോ ഡെവലപ്സ് ഇൻറ്റു എംബ്രിയോ ബൈ മൈറ്റോസിസ്. Then embryo develops into sporophyte which contain 3 parts of food is a capsule, and inside the capsule there is a spore mother cell forms and divides meiotically to form spores. Clear ആണല്ലോ? ബൈഫ്ലജലേറ്റ്. അതേസമയം അത് ആരായിരുന്നു? ടെറഡോഫൈറ്റ് ആയിരുന്നെങ്കിൽ ബൈ ഓർ മൾട്ടിഫ്ലജലേറ്റ് ആയിരുന്നു. റൈറ്റ് ദ കറക്റ്റ് മാച്ച്. ഫൈക്കോ ഇർത്രൻ. ഫൈക്കോ ഇർത്രൻ എന്ന് പറയുന്നത് റെഡ് ആൽഗയുടെ അല്ലെങ്കിൽ റോഡോഫൈസിയുടെ ക്യാരക്ടറാണ്. നമുക്കറിയാം പ്രിഡോമിനന്റ് അല്ലെങ്കിൽ ക്യാരക്ടർ പിഗ്മെന്റ്സ് ഓഫ് റോഡോഫൈസി ഓർ റെഡ് ആൽഗ ഈസ് കാൾഡ് ആർ ഫൈക്കോ ഇർത്രൻ. അപ്പോൾ 1A ശരിയല്ലേ? സെക്കൻഡ് വൺ അസോള. അസോള എന്ന് പറയുന്നത് ടീറോപ്സിഡയിൽ വരുന്നൊരു മെമ്പറാണ്. ടീറോപ്സിഡയിൽ നമുക്ക് പഠിക്കാനുള്ളത് ടെറിസ് ഉണ്ട്, ഡ്രയോപ്റ്റെറിസ് ഉണ്ട്, അഡിയാന്തമുണ്ട്, മാസീലിയ ഉണ്ട്, അസോളയുണ്ട്, ഒഫിയോഗ്ലോസം ഉണ്ട്, സാൽവീനിയ ഉണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഡി തന്നെയാണ്. അടുത്ത സെഡ്രസ്. സെഡ്രസ് പൈനസ് ബിലോങ് ടു കോണിഫെറോപ്സിറ ഇൻ ജിംനോസ്പം. അപ്പോൾ 3 എന്ന് പറയുന്നത് ബി. അടുത്ത 4C പോളിട്രൈക്കം ഫ്യൂണേറിയ ആൻഡ് സ്പാഗ്നം ബിലോങ്സ് ടു മോസസ് ഇൻ ബ്രയോഫൈറ്റ. അപ്പോൾ നമുക്ക് കൊണ്ടുവരാം മോസ്. അപ്പോൾ 4 എന്ന് പറയുന്നത് സി തന്നെയാണ്. 5 ഫ്യൂക്കോസ് ഈസ് ദ ക്യാരക്ടർ പിഗ്മെന്റ്സ് ഓഫ് ബ്രൗൺ ആൽഗെ ഓർ ഫിയോഫൈസി. അപ്പോൾ ആൻസർ 1A, 2D, 3B, 4C and 5A. Last option is the answer. Consider the following statements which are wrong statements ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റോങ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ നോക്കേണ്ടത്. ഇൻ മെമ്പേഴ്സ് ഓഫ് റോഡോഫൈസെ ഹാവ് 2 lateral flagella. റോഡോഫൈസയിൽ ലാറ്ററൽ ഫ്ലജല്ല ഇല്ല. റോഡോഫൈസയിൽ ഫ്ലജല്ല ആബ്സെൻ്റ് ആണ്. അതായത് റെഡ് ആൽഗയുടെ സ്പെഷ്യൽ ക്യാരക്ടറിൽ നമ്മൾ പറയുന്ന ക്യാരക്ടറാണ് ഫ്ലജല്ല ആബ്സെൻ്റ് ആണ്, ആളാർ ഊഗമിയാണ്, പ്രസൻസ് ഓഫ് ഔട്ട് അല്ലെങ്കിൽ എന്താണ് സർഫസ്, ഡെപ്ത്, വെൽ ലൈറ്റ്, ലിറ്റിൽ ലൈറ്റ്, ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഫസ്റ്റ് വൺ റോങ് തന്നെയാണ്. സെക്കൻഡ് വൺ സെലാജിനില്ല ഈസ് എ ഹെറ്ററോസ്പോറസ് ടെറഡോഫൈറ്റ. സെലാജിനില്ല ആൻഡ് സാൽവിനി ഈസ് എ ഹെറ്ററോസ്പോറസ് ടെറഡോഫൈറ്റ തന്നെയാണ്. അടുത്ത in pteridophytes sporophylls are aggregate into strobili. In pteridophytes sporophylls are aggregate into strobili ആണ് വരേണ്ടത്. സ്ട്രോബിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ മെജോറിറ്റി എന്ന് പറയുന്നത് എന്തല്ല, സ്ട്രോബിലൈ കാണിക്കുന്ന ആൾക്കാരല്ല. All gymnosperms are heterospores. ശരി തന്നെയാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം. ശരി തന്നെയാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇസ് എ യൂണിക് ക്യാരക്ടർ ഓഫ് ആൻജിയോസ്പേം തന്നെയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ റോങ് ആയിട്ട് വരിക. പ്രോതാലസ് റെപ്രസെന്റ് പ്രോതാലസ് ഇൻ ടെറിഡോഫൈറ്റയുടെ ഹാപ്ലോയിഡ് സ്പോർ ജെർമിനേറ്റ്സ് ഉണ്ടാവുന്ന മൾട്ടി സെല്ലുലാർ ഇൻകോൺസ്പിക്വസ് ഗ്രീനിഷ് ഫിലമെന്റസ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗ്യാമറ്റ്. അപ്പോൾ 2 കാര്യങ്ങൾ, മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആൻഡ് താലോയിഡ്. നമ്മൾ പറയുന്നുണ്ട് ടെറിഡോഫൈറ്റയുടെ സ്പോറോഫൈറ്റസ് ഡിഫറൻഷിയേറ്റഡ് റൂട്ട് സ്റ്റെം ലീഫ്, പക്ഷേ ടെറിഡോഫൈറ്റയുടെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് താലോയിഡ്. അപ്പോൾ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആൻഡ് താലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ ഈസ് കാൾഡ് പ്രോതാലസ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. എ ഫ്ലഷി indehiscent usually one-sided fruit with a hard woody endocarp surrounding the seed is called drupe. നമുക്ക് ഡ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഡ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട്. അപ്പോൾ സിമ്പിൾ ഫ്ലഷി ഫസ്റ്റ്. സെക്കൻഡ് വൺ ഡെവലപ്സ് ഫ്രം അല്ലെ ഒറിജിനേറ്റഡ് ഫ്രം മോണോകാർപ്പലറി superior ovary. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി. അപ്പോൾ ഹൈപ്പോഗൈനസ് ഫ്ലവർ ആയിരിക്കണം. ജനറലി സിംഗിൾ സീഡഡ്. അടുത്ത് സിമ്പിൾ ഫ്ലഷി. അപ്പോൾ പെരികാർപ്പീസ്
differentiated into, pericarp is differentiated into epicarp, mesocarp, endocarp. ഇവിടെ തിൻ എപ്പികാർപ്പാണ്, മീസോകാർപ്പ് ഫ്ലഷി ഓർ ഫൈബ്രസ് ആവാം, എൻഡോകാർപ്പ് ഈസ് ഹാർഡ്, സോ ഇറ്റ് ഈസ് കാൾഡ് ഡ്രൂപ്പ് ഈസ് ആൾസോ കാൾഡ് സ്റ്റോണി ഫ്രൂട്ട്. ശരി, നമുക്ക് പഠിക്കാൻ 2 എക്സാമ്പിൾസ് ആണുള്ളത്. ഒന്ന് കോക്കനട്ട്, 2 മാംഗോ. അടുത്ത കോക്കനട്ടിൻ്റെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്ന എൻഡോസ്പേം ആണ്, മാംഗോയുടെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് ഫ്ലഷി മീസോകാർപ്പാണ്. സോ ആൻസർ ഈസ് ഡ്രൂപ്പ്. In cymose inflorescence, the growth, നമുക്കറിയാം inflorescence എന്ന് പറഞ്ഞാൽ എന്താണ്? A branch bearing cluster of flowers, അല്ലെങ്കിൽ the flowers are arranged on a floral axis is called inflorescence. Based on the nature of peduncle and flower arrangement, the inflorescence are classified into 2, cymose and racemose. Cymose or cyme, racemose or raceme. ഇവിടെ peduncle shows a unlimited growth and does not ends with the flower. ഇവിടെ peduncle shows limited growth and ends with the flower. Flower arrangement is acropetal. Flower arrangement is basipetal. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന? Cymose inflorescence, peduncle shows a limited growth and ends with the flower and flower arrangement is basipetal ആയിരിക്കണം. The growth of the peduncle is definite and flowers are arranged in basipetal succession. ശരി തന്നെയാണ്. The growth of the peduncle is definite and flower arrangement is acropetal. തെറ്റാണ്. The growth of the peduncle is indefinite and flowers are arranged in acropetal. തേടെന്ന് പറയുന്ന റസിമോസിന്റെ ക്യാരക്ടറാണ്. The growth of the peduncle is indefinite. തെറ്റ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ is the answer. Peduncle shows a limited growth and ends with the flower. Then the flower arrangement is basipetal. റസിമോസിലാണ് peduncle shows a unlimited growth and does not ends with the flower. The flower arrangement is acropetal. Okay. A flower in which sepals, petals and stamens arise from the top of the ovary is called. Okay. ഇവിടെ നമുക്ക് പറയേണ്ടത് ഫ്ലവേഴ്സിനെ നമുക്ക് based on the nature of thalamus and floral veils are arranged on the thalamus, the flowers are classified into 3. Nature of thalamus, then the floral arrangement on the thalamus, the flowers are classified into 3. First one is called hypogynous, second one epigynous, അടുത്തത് പെരിഗൈനസ്. The thalamus is concave or convex shape. Thalamus is modified into thalamus cup. Then thalamus is modified into thalamus cup. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നു then the gynoecium is arranged on the thalamus. ഇവിടെ gynoecium ovaries arranged completely inside the thalamus cup. Gynoecium, the ovaries arranged partially in and above the thalamus cup. The other floral veils such as calyx, corolla and androecium arranged below the gynoecium on the thalamus. The other floral veils such as calyx, corolla and androecium is arranged above the gynoecium on the thalamus cup. Then other floral veils such as calyx, corolla and androecium is arranged on the rim or edge or margin of the thalamus cup. The ovary position is, ഇവിടെ നമ്മൾ പറയും ovary position is superior, ഇവിടെ ovary position is inferior. ഇവിടെ നമ്മൾ പറയും ovary position is half superior and half inferior. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തലാമസിൻ്റെ പൊസിഷൻ പറയാൻ പറ്റണം, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ തലാമസിൻ്റെ നേച്ചർ പറയാൻ പറ്റണം, അത് കഴിഞ്ഞിട്ട് ഗൈനീഷ്യത്തിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് പറയാൻ പറ്റണം, അത് കഴിഞ്ഞിട്ട് അതർ ഫ്ലോറൽ വേൾസിൻ്റെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം പറയാൻ പറ്റണം, ഓവറി പൊസിഷൻ പറയാൻ പറ്റണം, എക്സാമ്പിൾ പറയാൻ പറ്റണം, ഫിഗർ കണ്ടാൽ തിരിച്ചറിയണം. അങ്ങനെ നോക്കുന്നു എങ്കിൽ സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് സ്റ്റേമൻസ് റൈസ് ഫ്രം ദി ടോപ്പ് ഓഫ് ദ ഓവറി. ടോപ്പ് ഓഫ് ദ ഓവറി, ടോപ്പ് ഓഫ് ദ ഓവറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയും ഓവറി പൊസിഷൻ ഇൻഫീരിയർ ആണ്. ഇൻഫീരിയർ ഓവറി കാണിക്കുന്ന ആളിനെ നമ്മൾ പറയുന്ന പേര് എപ്പിഗൈനസ്. സോ എപ്പിഗൈനസ് ഈസ് ദ ആൻസർ. നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഗുവ, കുക്കുംബർ, റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. ചേംബർ ഓഫ് ദ ഓവറി ഈസ് കോൾഡ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രൂട്ട്സ് എന്താണ്? ഫ്രൂട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട യൂകാർപ്പ് ഓർ ട്രൂ ഫ്രൂട്ട്സ്. The mature or ripened ovary after fertilization is called eucarp or true fruits. The fruit development without fertilization is called parthenocarp.
പാർത്തനോകാർപ്പ് ഇറ്റ് ഈസ് ജനറലി സീഡ്ലെസ്. എക്സാമ്പിൾസ് ബനാന, ഗ്രേപ്സ്. അത് കഴിഞ്ഞിട്ട് ദ ഫ്രൂട്ട് ഡെവലപ്മെന്റ് ഫ്രം എനി ഫ്ലോറൽ പാർട്ട് അതർ ദാൻ ഓവറി ഈസ് കാൾഡ് സീഡോകാർപ്പ് ഓർ ഫാൾസ് ഫ്രൂട്ട്. ഇവിടെ നമുക്ക് ആപ്പിൾ ഉണ്ട്, കാഷ്യൂ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. മോഡിഫൈഡ് തലാമസ് ആണ് ആൻസർ വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ് പെരികാർപ്പ്. After fertilization, ovary develops into fruit. Ovary wall develops into fruit wall. Fruit wall is biologically or technically called pericarp. Based on the nature of pericarp, simple fleshy fruit is, simple fruit is classified into simple fleshy and simple dry. Okay, we take other കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ് the chamber or cavity present in ovary is called locule. ലോക്യൂൾ. ഇവിടെ നമ്മൾ ആക്സൈൽ പ്ലാസന്റേഷൻ എടുത്താൽ നമുക്ക് പറയാം മൾട്ടി ലോക്കുലാർ ആണ്. അതേസമയം ഫ്രീ സെൻട്രൽ എടുത്താൽ, അല്ലെങ്കിൽ മാർജിനൽ എടുത്താൽ, അല്ലെങ്കിൽ പെരൈറ്റൽ എടുത്താൽ, അല്ലെങ്കിൽ ബേസൽ എടുത്താൽ എല്ലാം യൂണിലോക്കുലാറുമാണ് വരിക. ശരിയാണല്ലോ? അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേംബർ ഓഫ് ആൻ ഓവറി ഈസ് കാൾഡ് ലോക്യൂൾ. ചേംബർ ഓർ ക്യാവിറ്റി ഇൻ ആൻ ഓവ്യൂൾ ഈസ് കാൾഡ്, അല്ലെങ്കിൽ ഓവറി ഈസ് കാൾഡ് ലോക്യൂൾ എന്ന് നമുക്ക് പറയാം. സ്റ്റഡി ഓഫ് ഫ്രൂട്ട് ഈസ് കാൾഡ് പോമോളജി. ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഫ്രൂട്ടിന്റെ ക്ലാസിഫിക്കേഷനോട് ഇറങ്ങുക. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് വെക്സിലറി ഈസ്റ്റിവേഷൻ ഓഫ് പെറ്റൽസ് ആർ സീൻ? വെക്സിലറി ഈസ്റ്റിവേഷൻ നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്. വെക്സിലറി ഈസ്റ്റിവേഷൻ നമ്മൾ ആദ്യമേ നമ്മളെ മനസ്സിനകത്ത് ഒരു ഐഡിയ ഉണ്ടാവണം. 5 സ്റ്റേറ്റ്മെന്റുകൾ കാണാതെ പഠിച്ചു തന്നെ വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയണം അത് വെക്സിലറിയുടെ ക്യാരക്ടറാണെന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇംബ്രിക്കേറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രസന്റ് ഓൺലി ഇൻ കൊറോള ഓർ പെറ്റൽ. തേർഡ് വൺ ഇറ്റ് ഇസ് ആൾസോ കാൾഡ് പാപ്ലോനേഷ്യസ് കൊറോള. നെക്സ്റ്റ് വൺ ഓവർലാപ്പ് സ്റ്റാർട്ട്സ് ഫ്രം പോസ്റ്റീരിയർ ടു ആന്റീരിയർ. അവസാനത്തെ ക്യാരക്ടർ ഓഫ് ഫേബേസി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് ഹിയർ സിംഗിൾ ലാർജ് പോസ്റ്റീരിയർ സ്റ്റാൻഡേർഡ് പെറ്റൽ ഓവർലാപ്പ് ടു ദ 2 മീഡിയം ലാറ്ററൽ വിങ് പെറ്റൽസ് വിച്ച് ടേൺ ഓവർലാപ്പ് ടു ദ 2 ആന്റീരിയർ സ്മാൾ കീൽ പെറ്റൽസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ട്രൈഫോളിയം ഉണ്ട്, ഇൻഡിഗോഫെറ ഉണ്ട്, ബെലഡോണ ഉണ്ട്, അസ്പരാഗസ് ഉണ്ട്, ഗ്ലോറിയോസ ഉണ്ട്, സെസ്ബേനി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ട്രൈഫോളിയം എന്ന് പറയുന്നത് ഫേബേസിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ട്രൈഫോളിയം എന്ന് പറയുന്നത് ഫേബേസിയാണ്, ഫോഡറാണ്. ഇൻഡിഗോഫെറ എന്ന് പറയുന്നത് ഫേബേസി ആണ് എന്ന് നമുക്ക് അറിയാം. ബെലഡോണ എന്ന് പറയുന്നത് സോളനേസിയാണ്. അസ്പരാഗസ് എന്ന് പറയുന്നത് ലിലിയസിയാണ്. ഗ്ലോറിയോസ എന്ന് പറയുന്നത് ലിലിയസിയാണ്. സെസ്ബേനിയ എന്ന് പറയുന്നത് ഫേബേസി. അപ്പോൾ 1 to 6 എന്ന് പറയുന്ന ഫേബേസി ആയതുകൊണ്ട് ഇയാൾ എന്ത് കാണിക്കും? വെക്സിലറി ഈസ്റ്റിവേഷൻ കാണിക്കും. 3 എന്ന് പറയുന്ന സോളനേസിയാണ്. 4 എന്ന് പറയുന്നത് 4ഉം 5ഉം ഏതാണെന്ന് നമുക്ക് അറിയാം, ലിലിയസി ആണെന്ന് അറിയാം. ഗ്ലോറിയോസ് ഓർണമെന്റിൽ, അസ്പരാഗസ് വെജിറ്റബിൾ ആയിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അറിയേണ്ടത് ഇക്കണോമിക് ഇമ്പോർട്ടൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, സം ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ ആൻഡ് ദെയർ എക്സാമ്പിൾസ് ആർ ഗിവൺ. സെലക്ട് ദ കറക്റ്റ് മാച്ച്. ആക്സൈൽ പ്ലാസന്റേഷൻ. First one axial placentation, second one parietal placentation, third one free central placentation, fourth one basal placentation. ബേസൽ പ്ലാസന്റേഷൻ നമുക്ക് പഠിക്കാനുള്ളത് സൺഫ്ലവറും മേരിഗോൾഡുമാണ്. അപ്പോൾ നമുക്ക് അറിയാം ഫോർത്ത് എന്ന് പറയുന്നത് ബി തന്നെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീ സെൻട്രൽ ഡയാന്തസ് പ്രൈംറോസ് ആണ് നമുക്ക് വരുന്നത്. ഡയാന്തസ് പ്രൈംറോസ് ശരിയല്ലേ? അപ്പോൾ 3A ആണെന്ന് അറിയാം. അടുത്ത പെരേറ്റൽ പ്ലാസന്റേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് പെരേറ്റൽ പ്ലാസന്റേഷൻ നമുക്ക് അല്ലാതെ ആർജിബോൺ മസ്റ്റാർഡ് ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് സി വരും. ആക്സൽ പ്ലാസന്റേഷൻ ഹിബിസ്കസ് ഉണ്ട്, ലെമൺ ഉണ്ട്, ലേഡീസ് ഫിംഗർ ഉണ്ട്, കോട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയാം. അപ്പോൾ 1A 2C 3A 4B ലാസ്റ്റ് ഫോർത്ത് ഇസ് ദ ആൻസർ. ബൈസെക്ഷൽ ഹൈപ്പോഗൈനസ് ആക്നോമോർഫിക് ആൻഡ് പെൻഡാമറസ് ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ഫാമിലി എന്നാണ്. ബൈസെക്ഷൽ നമുക്ക് പഠിക്കാനുള്ള 4 ഫാമിലീസ് ആണുള്ളത്. ബ്രാസിക്കേസി ഉണ്ട്, അല്ലെങ്കിൽ മസ്റ്റാർഡ് ഫാമിലി ഉണ്ട്. നെക്സ്റ്റ് വൺ ഫാബേസിയെ അല്ലെങ്കിൽ പി ഫാമിലി ഉണ്ട്. അടുത്ത സോളനേസിയെ അല്ലെങ്കിൽ പൊട്ടറ്റോ ഫാമിലി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലിലിയസിയെ ഓർ ലിലി ഫാമിലി ഉണ്ട്. 4 പേരും ബൈസെക്ഷൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലേത് വേണമെങ്കിലും വരാം, പറ്റത്തില്ല. ഹൈപ്പോഗൈനസ് നമുക്ക് പഠിക്കാനുള്ള 4 ഫാമിലിയും ഹൈപ്പോഗൈനസ് തന്നെയാണ്. അപ്പോൾ അവിടെയും നമുക്ക് ക്ലൂ കിട്ടുന്നില്ല. ആക്നോമോർഫിക് നമുക്ക് പഠിക്കാൻ സൈഗമോർഫിക് ആയിട്ട് ഒറ്റ ആളേ ഉള്ളൂ, അത് ഫാബേസിയാണ്. അപ്പോൾ ഫാബേസി നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആൻസർ ബ്രാസിക്കേസിയോ സോളനേസിയോ ലിലിയസിയോ ആയിരിക്കും. പെൻഡാമറസ് ലിലിയസിയെ എന്ന് പറയുന്ന മോണോക്കോട്ടാണ്, ട്രൈമറസ് ആണ്. അപ്പോൾ നമുക്ക് അയാളെയും ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ സോളനേസിയെ, അത് അല്ലെന്നുണ്ടെങ്കിൽ ബ്രാസിക്കേസി ആയിരിക്കും.
സോളനേസിയയും ബ്രാസിക്കേസിയയും ആൻസർ. പെൻഡാമറസ് ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ഫാമിലി. അപ്പോൾ നമുക്ക് പറയാം ബൈസെക്ഷൽ ഉണ്ട്, ഹൈപ്പോഗൈനസ് ഉണ്ട്, ആഗ്നോമോർഫിക് ആൻഡ് പെൻഡാമറസ് ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ഫാമിലി. ഏതൊക്കെയാവാം? സോളനേസിയും ആവാം, ബ്രാസിക്കേസിയും ആവാം, പെൻഡാമറസ്. പക്ഷേ നമുക്കറിയാം ബ്രാസിക്കേസിയുടെ ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് K2+2 ആണ്. അപ്പോൾ ടെട്രാമറസ് ആണെന്ന് അറിയാം. അപ്പോൾ ഡൈക്കോട്ടിനകത്ത് പെൻഡാമറസും ടെട്രാമറസും വരാം, ബ്രാസിക്കേസിയ ടെട്രാമറസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ സോളനേസി ഇസ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് പഠിക്കുന്ന 4 പേരും ബൈസെക്ഷൽ തന്നെയാണ്, 4 ഫാമിലിയും ഹൈപ്പോഗൈനസ് തന്നെയാണ്. പക്ഷേ അതിൽ ഫാബേസി എന്ന് പറയുന്നത് സൈഗമോർഫിക് ആണ്. അപ്പോൾ ബാക്കി വരുന്ന 3 പേരും ആഗ്നോമോർഫിക് ആണ്. പെൻഡാമറസ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് ക്യാരക്ടറാണ്. ഡൈക്കോട്ട് 2 പേരാണ് ബാക്കിയുള്ളത്, ഒന്ന് സോളനേസിയെ, രണ്ടാമത്തെ ബ്രാസിക്കേസിയെ. പക്ഷേ ബ്രാസിക്കേസിയെ ഫ്ലോറൽ ഫോമിൽ നമുക്കറിയാം K2+2 ആണ്, C4 ആണ്. അപ്പോൾ അത് ടെട്രാമറസ് ആണ്. അപ്പോൾ പെൻഡാമറസ് എന്ന് പറയുന്നത് K5, C5, A5 എന്ന് പറയുന്ന സോളനേസിയാണ്. സോ ആൻസർ ഇസ് ദ സോളനേസി. In roots, lateral branches arise from. റൂട്ടിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ് എന്ന് പറയുന്ന എൻഡോജീനസ് ഒറിജിൻ ആണെന്ന് നമുക്ക് അറിയാം. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം പെരിസൈക്കിൾ എപ്പിഡെർമിസ്, അത് കഴിഞ്ഞിട്ട് ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ കോർട്ടെക്സ്, അത് കഴിഞ്ഞിട്ട് സ്റ്റീലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കാൾഡ് പെരിസൈക്കിൾ എന്നാണ് എന്ത് റൈസ് ചെയ്യുക? സെക്കൻഡറി റൂട്ട് ഓർ ലാറ്ററൽ റൂട്ട് ഒറിജിൻ ചെയ്യുന്നത്. നമ്മൾ ക്യാരക്ടർ പഠിക്കുമ്പോൾ റൂട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഡൈക്കോട്ട് റൂട്ടിനകത്ത് നമ്മൾ പെരിസൈക്കിളിൻ്റെ ഫംഗ്ഷൻ പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്താണ്? സെക്കൻഡറി റൂട്ട്സ് ഓർ ലാറ്ററൽ റൂട്ട്സ് ഒറിജിനേറ്റഡ് ഫ്രം പെരിസൈക്കിൾ റീജിയൻ. In a dicot root, vascular cambium is. Dicot root vascular cambium എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഒറിജിൻ ആണ്. പക്ഷേ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ വാസ്കുലാർ കാമ്പിയം എന്ന് പറയുന്നത് പാർഷ്യലി പ്രൈമറി ആൻഡ് പാർഷ്യലി സെക്കൻഡറി ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, അവിടെ ഇൻട്രാഫസിക്കുലാർ കാമ്പിയം എന്ന് പറയുന്ന പ്രൈമറി ഒറിജിൻ ആണ്. അതേസമയം ഇന്റർഫസിക്കുലാർ കാമ്പിയം എന്ന് പറയുന്നത് സെക്കൻഡറി ഒറിജിനാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വാസ്കുലാർ കാമ്പിയം അല്ലെങ്കിൽ കാമ്പിയൽ റിംഗ് ഫോം ചെയ്യുക. ഇൻ ഡൈക്കോട്ട് സ്റ്റെമിലാണെങ്കിൽ കാമ്പിയൽ റിംഗ് ഓർ വാസ്കുലാർ കാമ്പിയം ഈസ് പാർഷ്യലി പ്രൈമറി ആൻഡ് പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ. ഇൻ റൂട്ട് ആണെങ്കിൽ, ഡൈക്കോട്ട് റൂട്ട് ആണെങ്കിൽ വാസ്കുലാർ കാമ്പിയം ഓർ കാമ്പിയൽ റിംഗ് എന്ന് പറയുന്നത് സെക്കൻഡറി ഒറിജിനാണ്. പിന്നെ റൂട്ട് ആണെങ്കിൽ എല്ലാ കാമ്പിയവും സെക്കൻഡറി ഒറിജിൻ തന്നെയാണ്. സോ ആൻസർ ഈസ് സെക്കൻഡറി ഒറിജിൻ. സബ്സിഡറി സെൽസ് നമുക്ക് അറിയാം, സ്ട്രോമാറ്റൽ അപ്പാറ്റസ് ആണ്. ഫിഗർ നമുക്കറിയാം. ഇതിനെ നമ്മൾ സ്റ്റോമ എന്നും അതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാർഡ് സെൽസ് എന്ന് പറയും. പിന്നെ ഉള്ളത് സ്ട്രോമാറ്റൽ അപ്പർച്ചറാണ്. അതിൻ്റെ നെയ്ബറിംഗ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സിഡറി സെൽസ് എന്ന് പറയുക. പാരങ്കൈമ സെൽസ് ഇൻ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം ഓഫ് റൂട്ട്സ്, തെറ്റ് തന്നെയാണ്. എപ്പിഡെർമൽ സെൽസ് ഇൻ അഡ്ജസെന്റ് ടു ദ ഗാർഡ് സെൽസ്, ശരി തന്നെയാണ്. മോഡിഫൈഡ് എപ്പിഡെർമൽ സെൽസ് അഡ്ജസെന്റ് ടു ദ ഗാർഡ് സെൽ ഓർ സ്റ്റോമ ഈസ് കാൾഡ് subsidiary cell. Okay, parenchyma cells seen in the lentis cells, thick walled parenchyma cells in below the endodermal cells of the root. Stomatal apparatus പറഞ്ഞു പഠിക്കുക. അവിടെ നമുക്കറിയാം ഗാർഡ് സെൽസ് എന്ന് പറയുന്നത് സബ്സിഡറി സെൽ എന്ന് പറയുന്ന മോഡിഫൈഡ് എപ്പിഡെർമൽ സെൽസ് തന്നെയാണ്. ഗാർഡ് സെൽ എന്ന് പറയുന്ന മോഡിഫൈഡ് എപ്പിഡെർമൽ സെൽസ് വിച്ച് ഇസ് സീൻ ഓൺ either സൈഡ് ഓഫ് ദ സ്റ്റോമ. അങ്ങനെ തന്നെ ഗാർഡ് സെൽസിന് നെയ്ബറായിട്ട് വരുന്ന മോഡിഫൈഡ് എപ്പിഡെർമൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. ഇൻ എ സ്റ്റം ഇൻ വിച്ച് പെരിഡിയം ഫോർമേഷൻ took place, gaseous exchange is facilitated by. നമുക്ക് അറിയാം, നമ്മൾ പ്ലാന്റ് എടുത്താൽ ഒരു ഡൈക്കോട്ട് പ്ലാന്റ് നമുക്കറിയാം. നോർമലി ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് ഡൈക്കോട്ട് പ്ലാന്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ എടുത്താൽ അവിടെ ഗ്രീനിഷ് പാർട്ടും കാണും, നോൺ ഗ്രീനിഷ് പാർട്ടും കാണും. ഇത് നമ്മൾ മോർഫോളജിക്കലി പറഞ്ഞാൽ, ഇനി അനാട്ടമിക്കലി പറഞ്ഞാൽ നമ്മൾ ഇതിനെ പറയുന്ന പ്രൈമറി ഗ്രോത്ത് എന്നും ഇത് സെക്കൻഡറി ഗ്രോത്ത് എന്നാണ്. പ്രൈമറി ഗ്രോത്തിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സഹായിക്കുന്ന ആളിനെയാണ് നമ്മൾ സ്റ്റോമ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുക. സെക്കൻഡറി ഗ്രോത്തിൽ അല്ലെങ്കിൽ നോൺ ഗ്രീൻ പാർട്ടിലാണ് നമ്മളിവിടെ ലെൻറ്റി സെൽസ് എന്ന് പറയുക. ശരിയല്ലേ? ഇവിടെ പറഞ്ഞേക്കുന്ന പെരിഡിയം എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്രോത്തിന് ശേഷം വരുന്ന ഔട്ടർ മോസ്റ്റ് ട്രിപ്പിൾ ലെയർ സ്ട്രക്ചറാണ് നമ്മൾ പെരിഡിയം എന്ന് പറയുക. അതിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയറിനെ ഫെല്ലം അല്ലെങ്കിൽ കോർക്ക് എന്നാണ് പറയുക. അവിടെ കാണപ്പെടുന്ന മൈന്യൂട്ട് ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ലെൻറ്റി സെൽസ്. ലെൻറ്റി സെൽസിൻ്റെ താഴെ വരുന്ന ഫെല്ലം സെൽസ് എന്ന് പറയുന്ന ലൂസിലിയാണ്. സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ് ആണ്. ദീസ് ആർ കാൾഡ്, നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അറിയാമല്ലോ? ഓക്കെ, അപ്പോൾ ലെൻറ്റി സെൽസ് എന്ന് പറയുന്നത് എവിടെ തന്നെയാണ് കാണുന്നത്? പെരിഡിയമിൽ കാണപ്പെടുന്നത് തന്നെയാണ്. പെരിഡിയമിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഫെല്ലത്തിൽ അല്ലെങ്കിൽ കോർക്കിൽ കാണപ്പെടുന്ന മൈന്യൂട്ട് ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ലെൻറ്റി സെൽസ്. ബാക്ടീരിയൽ പൈലി ഓർ മെയ്ഡ് ഓഫ്.
അറിയാലോ ബാക്ടീരിയ എന്ന് പറയുന്ന പ്രോക്യാരിയോട്സ് എന്നും പ്രോക്യാരിയോട്സിന്റെ ഔട്ടർമോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്ന സെൽ എൻവലപ്പ് ആണെന്നും സെൽ എൻവലപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിൾ ലെയർഡ് സ്ട്രക്ചർ ആണെന്നും ഏറ്റവും പുറമേ കാണപ്പെടുന്നതിനെ നമ്മൾ ഗ്ലൈക്കോകാലിക്സ് എന്നും അത് കഴിഞ്ഞിട്ട് ഉള്ളതിന് സെൽ വാൾ എന്നും അതിനുശേഷം ഉള്ളതിനെ നമ്മൾ സെൽ മെംബ്രെയിൻ എന്നും പറയും. ഇതിൻ്റെ ഈ സെല്ലുലാർ അല്ലെങ്കിൽ സെൽ എൻവലപ്പിൽ കാണപ്പെടുന്ന എക്സ്റ്റൻഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് പറയുക? എൻവലപ്പ് അല്ലെങ്കിൽ സർഫസ് എക്സ്റ്റൻഷൻസ് എന്ന് പറയും. ഈ സർഫസ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത് 3 പേരാണ്. ഒന്ന് ഫ്ലജല്ല, രണ്ടാമത്തത് പൈലി, മൂന്നാമത്തത് ഫിംബ്രി. എല്ലാം തന്നെ പ്രോട്ടീൻ തന്നെയാണ്. ഇത് ഫ്ലജലിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്, പൈലി ഉണ്ടാക്കുന്ന പൈലിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്, ഫിംബ്രിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ തന്നെ, സ്പെഷ്യൽ പ്രോട്ടീൻ. Flagella helps in locomotion, pili helps in sexual reproduction, and fimbri helps in attachment. All are made up of proteins. So answer is proteins. Presence of plasma membrane in animal cell was reported by സെൽ തിയറി എന്നാണ് പറയേണ്ടത്. ശരിയല്ലേ? അപ്പോൾ സെൽ തിയറിയിൽ നമുക്ക് അറിയേണ്ടത് തിയോഡർ ഷാനിൻ്റെത്, ഷ്ലീഡൻ്റെ കോൺട്രിബ്യൂഷൻ, അത് കഴിഞ്ഞ് റൊഡോൾഫ് വിർഷോയുടെ കോൺട്രിബ്യൂഷൻസ്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം, അങ്ങനെ നമ്മൾ പഠിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഇതെന്ന് പറയുന്നത് തിയോഡർ ഷാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആരുടെ തന്നെയാണ്? വിർഷോയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓംനി സെല്ലുലെ ഈ സെല്ലുലെ സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം ഓഫ് ദ ഇൻഫോൾഡിങ്സ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ബാക്ടീരിയൽ സെൽ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ സെൽ എൻവലപ്പ് എടുത്താൽ ഇന്നർമോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്ന പേര് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. ലിപ്പോ പ്രോട്ടീനേഷ്യസ് നേച്ചർ തന്നെയാണ്, സിമിലർ ടു ദാറ്റ് ഓഫ് ദ യൂക്യാരിയോട്ടിക് പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഇൻഫോൾഡിങ്സ് കാണാം. ഒന്നിനെ നമ്മൾ മീസോസോംസ് എന്നും രണ്ടാമതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രൊമാറ്റോഫോസ് എന്നുമാണ്. മീസോസോംസിൻ്റെ പ്രത്യേകത ആൾ ഫോംസിൽ കാണപ്പെടും. ക്രൊമാറ്റോഫോസ് എന്ന് പറഞ്ഞാൽ പിഗ്മെന്റ് കണ്ടെയ്നാണ്, ഫോട്ടോസിന്തറ്റിക് ഫോംസിലും മാത്രമാണ് കാണപ്പെടുക. അപ്പോൾ നമുക്ക് മെംബ്രെയിൻ ഇൻഫോൾഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ക്രൊമാറ്റോഫോസ് ആയിരിക്കും അല്ലെങ്കിൽ മീസോസോംസ് ആയിരിക്കും. മീസോസോംസ് എന്ന് പറയുന്നത് ഓൾ പ്രോക്യാരിയോട്സിൽ കാണും. ക്രൊമാറ്റോഫോസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ഫോംസിൽ മാത്രമേ കാണുള്ളൂ, കാരണം പിഗ്മെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ക്രൊമാറ്റോഫോസ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഇൻ യൂക്യാരിയോട്സ് എന്നൊക്കെ പറയാം. സോ ആൻസർ ഈസ് ക്രൊമാറ്റോഫോസ് ഓർ മീസോസോംസ്. ഇവിടെ മീസോസോംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ മീസോസോം. ക്വസ്റ്റ്യൻ നമ്പർ 27. സെലക്ട് ദ കറക്റ്റ് മാച്ച് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഫസ്റ്റ് വൺ ആക്സോണിം. ആക്സോണിം എന്ന് പറയുന്നത് നമുക്കറിയാം സീലിയ ഫ്ലജല്ലയുടെ സെൽ മെംബ്രെയിൻ ഒഴികെയുള്ള പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്സോണിം. ഇത് 9+2 അറേഞ്ച്മെൻ്റ് ആണ്. 9 എന്ന് പറയുന്നത് പെരിഫറൽ മൈക്രോ ട്യൂബ്യൂൾസ് ആണ്, അത് ഡബിളറ്റ് ആണ്. സെൻട്രലിലാണ് എന്ത് കാണപ്പെടുന്ന സിംഗ്ലറ്റ് ആണ്, അത് 2 ആണ്. അത് 9+2. അപ്പോൾ നമുക്ക് പറയാം ആക്സോണിം എന്ന് പറയുന്നത് ഫ്ലജല്ല സീലിയത്തിൻ്റെ എന്താണ് പറയാം സെൽ മെംബ്രെയിൻ ഒഴികെയുള്ള പാർട്ടിനെയാണ് നമ്മൾ ആക്സോണിം എന്ന് പറയുക. അത് 9+2 അറേഞ്ച്ഡ് മൈക്രോ ട്യൂബ്യൂൾസ് ആണെന്ന് അറിയാം. അപ്പോൾ 1നെ നമുക്ക് ബി ആയിട്ട് എടുക്കാം, ഫ്ലജല്ലം അല്ലെങ്കിൽ സീലിയം വരാം. 2 കൈനറ്റോകോർ. കൈനറ്റോകോർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇതിന് റീജിയൻ ഓഫ് സെൻട്രോമിയർ തന്നെയാണ്, അവിടെ ആയിരിക്കും ആര് വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് എടുക്കേണ്ട കൈനറ്റോകോർ എന്ന് പറയുന്നത് നമുക്ക് പറയാം ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൻ്റെ റീജിയനാണ്. വെയർ ദ ക്രോമസോമൽ ഫൈബേഴ്സ് ഓർ സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 2 നമുക്ക് സി ആയിട്ട് എടുക്കാം. 3 ക്രിസ്റ്റേ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രിസ്റ്റേ എന്ന് പറയുക. ശരി. 4th ബാക്ടീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ജീനോമിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. പ്രോക്യാരിയോട്സ് ആണ്. അപ്പോൾ ജെന്റിമെന്റിൽ കാണപ്പെടുന്ന സൈറ്റിനെ നമ്മൾ പറയുന്ന പേര് ന്യൂക്ലിയോയിഡ് എന്നാണ്. സിംഗിൾ ജീനോമാണെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ 4D ആയിട്ട് വരും. അപ്പോൾ 1B 2C 3A 4D ആൻസർ ആയിട്ട് വരും. അപ്പോൾ ആൻസർ 4th ഓപ്ഷൻ. ഓക്കെ. Carbohydrates are present in plasma membrane in the form of. Carbohydrates are present in plasma membrane in the form of നമുക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. Which of the following statements are correct? Prokaryotic cells are devoid of mitochondria and microbodies. Prokaryotic cells എന്ന് പറയുന്നതിൽ എന്തില്ല? സെൽ ഓർഗൻസ് ഇല്ല. മൈറ്റോകോൺട്രിയയും മൈക്രോബോഡീസ് ഒക്കെ സെൽ ഓർഗനൽസ് ആണ്. അപ്പോൾ സെൽ ഓർഗനൽസ് ആർ അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ ആബ്സെന്റ് ഇൻ prokaryotes. Okay, second one, the gram positive and gram negative bacteria, the cell envelope is different. Thickness ഉൾപ്പെടെ ഡിഫറൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് അതിൻ്റെ സെൽ എൻവലപ്പിൻ്റെ ഡിഫറൻസ് തന്നെയാണ്. Integral proteins are peripheral proteinum, integral proteinsum. Integral proteins are partially or completely buried in the membrane. ശരി തന്നെയാണ്. Chromosomes with median centromere is called telocentric. തെറ്റ്, മെറ്റാസെൻട്രിക്.
ശരിയല്ലേ? സെൻട്രോമിയറിൻ്റെ പൊസിഷനും ലെങ്ത് ഓഫ് ക്രോമാറ്റോഡ്സും വെച്ചിട്ട് നമ്മൾ ക്രോമസോംസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. അപ്പോൾ മിഡിലായിട്ട് വന്നാൽ നമ്മൾ പറയേണ്ട മെറ്റോസെൻട്രിക് എന്നാണ്, എൻഡിൽ വന്നാലാണ് ടീലോസെൻട്രിക്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ റോങ് തന്നെയാണ്. അപ്പോൾ 1, 2, 3 ആർ കറക്റ്റ്. ഗ്ലൂട്ട് എന്ന് പറയുന്ന പ്രോട്ടീൻ ആണെന്ന് നമുക്ക് അറിയാം, ശരിയല്ലേ? അതൊരു പ്രോട്ടീനാണ്. എ മെംബ്രെയിൻ പ്രോട്ടീൻ വിച്ച് ഇനേബിൾസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് ഗ്ലൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ് ഗ്ലൂട്ട് 4. ഓക്കെ. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്, ഗ്ലൈക്കോജൻ ഫാറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഫുഡ് ഓഫ് ദ അനിമേലിയ ആണ്, അല്ലെങ്കിൽ അനിമൽസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് ഹോമോപോളിസാക്കറൈഡ് തന്നെയാണ്. ഗ്ലൈക്കൻസ് എന്നാണ് മോണോമർ നമ്മൾ വിളിക്കുന്നത്. ഗ്ലൂക്കോസ് ആണെന്ന് അറിയാം. ഗ്ലൈക്കോസിലിക് ബോണ്ടിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറൽ ഹെറ്ററോപോളിസാക്കറൈഡ് തെറ്റാണ്. സ്ട്രക്ചറൽ ഹോമോപോളിസാക്കറൈഡ് തെറ്റാണ്. സ്റ്റോറേജ് ഹെറ്ററോപോളിസാക്കറൈഡ്, സ്റ്റോറേജ് ഹോമോപോളിസാക്കറൈഡ്സ്. ഗ്ലൂക്കോസ് is the monomer. Which is a wrong statement. Rate of reaction is expressed at delta P by delta T. ശരി തന്നെയാണ്. Usually enzymes are damaged at or above 30 degrees Celsius അല്ല 40 degrees Celsius ആണ് വരിക. ലിവിങ് സ്റ്റേറ്റ് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ 40 above 40ലാണ് ഡാമേജ് ആവുന്നത് പറയുന്നത്. ലിവിങ് സ്റ്റേറ്റ് ഈസ് ഇൻ എ നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ്. ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് തന്നെയാണ്. അടുത്ത ഇനെ പോളിസാക്കറൈഡ് മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. നോട്ട് പോളിസാക്കറൈഡ്സ് മോണോസാക്കറൈഡ്സ് ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിലിക് ബോണ്ട്. അപ്പോൾ നമുക്ക് പറയാം റോങ് സ്റ്റേറ്റ്മെന്റ് 2 and 5 ആണ് റോങ് ആയിട്ട് വരിക. Which of the following is not a secondary metabolite? Not a secondary metabolite. One of the morphine secondary metabolite തന്നെയാണ്. കോഡിൻ secondary metabolite തന്നെയാണ്. റിസിൻ secondary metabolite. അലാനിൻ എന്ന് പറയുന്നത് എന്നിട്ട് ആർ ഗ്രൂപ്പിന്റെ ബേസിൽ നമ്മൾ അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് അലാനിൻ. അവിടെ മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ ആർ ഗ്രൂപ്പ് ഈസ് മീഥൈൽ ഗ്രൂപ്പ്. COHHR. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? അലാനിൻ കിട്ടുക. ശരിയല്ലേ? അതേ സ്ഥലത്ത് നമ്മളിവിടെ ഹൈഡ്രജനാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഗ്ലൈസീനാണ്. ഇനി പിന്നെ നമുക്ക് കിട്ടുന്ന ഹൈഡ്രോക്സി മീഥൈൽ ഗ്രൂപ്പാണ് കിട്ടുന്നതെങ്കിൽ സെറൈനാണ് കിട്ടുക. അപ്പോൾ അലാനിൻ ഇസ് ആൻ അമിനോ ആസിഡ്. അപ്പോൾ ബാക്കി 1, 3, 4 എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്. സെക്കൻഡറി മെറ്റബോളൈറ്റ് നമ്മൾ ചാർട്ട് വരച്ച് കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അലാനിൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് അമിനോ ആസിഡാണ്. എവിടെയാണ് വരുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാം അത് ബേസ്ഡ് ഓൺ എന്താണ് ആർ ഗ്രൂപ്പിൻ്റെ ബേസിലുള്ള അമിനോ ആസിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ കിട്ടുന്ന ആർ ഗ്രൂപ്പ് ഈസ് മീഥൈൽ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് കാൾഡ് അലാനിൻ. അപ്പോൾ അലാനിൻ ഇസ് എ അമിനോ ആസിഡ്. The enzyme catalyzing the given below reactions comes under the class of. നമുക്ക് അറിയാം ഡയറക്റ്റായിട്ട് തന്നെയാണ് ആ ടൈപ്സ് ഓഫ് എൻസൈംസിൻ്റെ നേച്ചറിൽ നമുക്ക് 6 ടൈപ്പ് എൻസൈംസിനെ പഠിക്കാണ്ട് അവിടെ നമുക്ക് പേര് പഠിക്കാനുണ്ട്. പ്ലസ് ആ ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഇത് ട്രാൻസ്ഫറൈസ് എൻസൈം ആണെന്നറിയാം. ഓക്കെ. A substance that inhibits the enzyme action by binding the active site of the enzyme before the substrate is called feedback inhibitor, competitive inhibitor, non-competitive inhibitor and allosteric inhibitor അല്ലെങ്കിൽ modulator. നമുക്കറിയാം എന്താണ് ഇൻഹിബിഷൻ. എൻസൈമിനകത്തുള്ള ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഓർ ഏജന്റ് വെച്ച് എന്താ പറയുക നമുക്ക് ഡാമേജ്ഡ് ഓർ സ്റ്റോപ്പ് or regulate the enzyme action is called inhibition. Such a substance is called inhibitor. The inhibitor is structurally similar to that of the substrate, that is called competitive inhibitor. നമുക്ക് പഠിക്കാനുള്ള സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ്, മലോനിക് ആസിഡ്, ഫ്യൂമറിക് ആസിഡ്. അപ്പോൾ സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നതാണ് എൻസൈം. അവിടെ അയാളുടെ ആക്റ്റീവ് സൈറ്റിനകത്ത് ബൈൻഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ പേരാണ് സക്സിനിക് ആസിഡ്. അതിലൂടെ കിട്ടേണ്ട പ്രോഡക്റ്റിൻ്റെ പേരാണ് ഫ്യൂമറിക് ആസിഡ്. ഇവിടെ സക്സിനിക് ആസിഡിന് സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള മലോനിക് ആസിഡ് വരുന്നു. അയാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? സക്സിനിക് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുകയും ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഇൻഹിബിറ്റ് ദ എൻസൈം ആക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് ഇൻഹിബിറ്റർ ബൈ ബൈൻഡിങ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം ബിഫോർ ദ സബ്സ്ട്രേറ്റ് ഈസ് കാൾഡ്. സബ്സ്ട്രേറ്റ് ഇത് ബൈൻഡ് ചെയ്തതിന് മുന്നേ വന്നിട്ട് ഒരു സബ്സ്റ്റൻസ് വന്നിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിനകത്ത് ബൈൻഡ് ചെയ്യുകയും അങ്ങനെ ആ എൻസൈം ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്താൽ, അങ്ങനെ സബ്സ്റ്റൻസിന്റെ ആക്റ്റീവ് സൈറ്റിനകത്ത് ബൈൻഡ് ചെയ്യണമെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചറലി സിമിലർ ടു ദാറ്റ് ഓഫ് ദ സബ്സ്ട്രേറ്റ്സ്, ദാറ്റ് ഈസ് കാൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ.
RNA molecules that act as enzyme. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈബോസൈംസ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. റൈബോസൈം ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. RNA ആണെന്നും റൈബോസൈം ബിഹേവ് ലൈക്ക് ആൻ എൻസൈം. ഇറ്റ് ഇസ് ആൻ ന്യൂക്ലിക് ആസിഡ് വിച്ച് ബിഹേവ് ലൈക്ക് ആൻ എൻസൈം. റൈബോസൈംസ് ആൻസർ. Which is incorrect. Meiosis involves single cycle of DNA replication but 2 cycles of nuclear division and cell division. Meiosis. Meiosis നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. G1, yes, G2. Meiosis 1 karyokinesis, meiosis 1 cytokinesis, interkinesis, meiosis 2 karyokinesis, meiosis 2 cytokinesis. ശരി, ഇതിനെ നമുക്ക് ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് വിളിക്കാം, ഇതിനെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ എന്ന് വിളിക്കാം, ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് വിളിക്കാം, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ എന്ന് വിളിക്കാം. ഇവിടെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുക. അപ്പോൾ ഫസ്റ്റ് മിയോസിസ് ഇൻവോൾവ്സ് എ സിംഗിൾ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ, 2 cycles ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ, പിന്നെ ആൻഡ് 2 സെൽ ഡിവിഷൻസ്. ശരി, ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ താഴോട്ട് നമുക്ക് അറിയാവുന്നതാണ്, പിന്നെ താഴോട്ട് പോകണ്ട. മിയോസിസിലാണെങ്കിൽ എല്ലാം സിംഗിൾ. ശരിയല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അനാഫേസ് 2-ലായിരിക്കും. അതുകൂടെ ചേർത്ത് വേണമെങ്കിലും പറയാം. പാത്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. വിച്ച് സ്റ്റേജസ് മച്ച് പ്രൊലോങ്ഡ് ഇൻ ദ oocytes ഓഫ് സം വെർട്ടിബ്രേറ്റ്സ്. നമ്മൾ ഡിപ്ലോട്ടിക് സ്റ്റേജിനകത്ത് പഠിക്കുന്നുണ്ട്. ഡിപ്ലോട്ടിക് സ്റ്റേജിനകത്ത് അകപ്പാടെ പഠിക്കാനുള്ള സ്റ്റേജുകൾ ഇത് തന്നെയാണ്, അറിയാലോ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇൻ സം വെർട്ടിബ്രേറ്റ്സ് ദ oocytes ഓഫ് സം വെർട്ടിബ്രേറ്റ്സ് ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിപ്ലോട്ടിൻ്റെ ആ ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന അത് പാരഗ്രാഫ് എടുത്താൽ ഏറ്റവും അവസാനത്തെ പോയിന്റ് നമ്മൾ സ്ഥിരം എൻട്രൻസ് പോയിന്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കുന്നുണ്ട്. ഓക്കെ, choose the correct statement among the following. DNA replication can take place without cell division. DNA replication നടക്കാം, സെൽ ഡിവിഷൻ നടക്കണമെന്ന് A മൈറ്റോസ് ഒക്കെ എടുത്താൽ ക്ലിയർ തന്നെയാണ്, ശരിയാണ്. അടുത്ത മൈറ്റോസ് ക്യാൻ ടേക്സ് പ്ലേസ് സം കേസസ് വിത്തൗട്ട് DNA റെപ്ലിക്കേഷൻ. ഒരിക്കലുമില്ല, DNA റെപ്ലിക്കേഷൻ നടക്കാതെ സെൽ ഡിവിഷൻ നടക്കൂല, പക്ഷേ DNA റെപ്ലിക്കേഷൻ നടക്കാം, സെൽ ഡിവിഷൻ നടക്കാതിരിക്കാം. അടുത്ത സം ഹാപ്ലോയിഡ് സെൽസ് ഓഫ് ഹയർ പ്ലാന്റ്സ് ഡസ് നോട്ട് അണ്ടർഗോ സെൽ ഡിവിഷൻ. ശരി തന്നെയാണ്. ഗമീറ്റ്സിനൊന്നും നടക്കുന്നില്ല, മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റ് സെൽ ഡിവിഷൻ നടക്കുന്നില്ല. അടുത്ത സം ഹാപ്ലോയിഡ് സെൽസ് ഡിവൈഡ് ബൈ മൈറ്റോസിസ് ഇൻ ആൻജിയോസ്പേംസ്. ശരി തന്നെയാണ്. മെഗാസ്പോർ മൈക്രോസ്പോർ നടക്കുന്നുണ്ട്. സെൽസ് ഡിസിഷൻ ടു ഡിവൈഡ് ഇൻ ജനറ്റിക്കലി കൺട്രോൾഡ്. ശരി തന്നെയാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത് നടക്കുന്ന ഓൾ സെൽ ഡിവിഷൻ നമ്മൾ എടുത്താൽ മൊത്തം എന്ത് തന്നെയാണ്? ജനറ്റിക്കലി കൺട്രോൾഡ് പ്രോസസ്സ് തന്നെയാണ്. എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബി ഓപ്ഷൻ മാത്രമാണ് ഇവിടെ റോങ് ആയിട്ട് വരിക. അപ്പോൾ എയും സിയും ഡിയും ഇയും കറക്റ്റ് ആയിട്ട് വരും. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ ആയിട്ട് എടുക്കുക. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ്, നമുക്കറിയാം ഒരു പ്യുവർ വാട്ടറിലോട്ടോ അല്ലെങ്കിൽ സോൾവെൻറ്റിലോട്ടോ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ കുറയുന്ന ഡിക്രീസ് ആവുന്ന വാട്ടർ പൊട്ടൻഷ്യലിനാണ് നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. അപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ആൾവേസ് നെഗറ്റീവ് ആയിരിക്കും, ആൾവേസ് നെഗറ്റീവ്. ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ഹെൽപ്സ് ഇൻ, ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റ് വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ശരി തന്നെയാണ്. ആക്റ്റീവ് അബ്സോർപ്ഷൻ മിനറൽസ് കയറുമ്പോൾ അത് ഹൈപ്പർട്രോണിക് ആയിട്ട് മാറുകയും അപ്പോൾ വാട്ടർ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുകയും അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ കൂടുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ട്രൂ തന്നെ. അടുത്ത ക്രിയേറ്റ് റൂട്ട് പ്രഷർ. ശരി തന്നെയാണ്. റൂട്ട് പ്രഷർ മാറും, വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. 3 വാട്ടർ അബ്സോർപ്ഷൻ കൂടുന്നുണ്ട്. ശരി തന്നെയാണ്. അപ്പോൾ സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. ശരിയല്ലേ? വാട്ടർ പൊട്ടൻഷ്യൽ അതായത് മിനറൽ അബ്സോർപ്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈപ്പർട്രോണിക് സൊല്യൂഷനായിട്ട് മാറുന്നു. അതനുസരിച്ച് വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് വെരി ഹൈ ആൻഡ് സ്പീഡി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് can best explain the term critical concentration of an essential element? Critical concentration. ശരി, ടോക്സിസിറ്റി, ഡെഫിഷ്യൻസി, ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. 3 നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ അറിയാം. എസെൻഷ്യൽ എലമെന്റ് കോൺസെൻട്രേഷൻ ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് ഈസ് റിട്ടാർഡ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. അടുത്ത എസെൻഷ്യൽ എലമെന്റ് കോൺസെൻട്രേഷൻ ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് ബിക്കംസ് ഇമ്പോസിബിൾ, റിട്ടാർഡ് ആവുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ദ ആൻസർ. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ നമുക്കറിയാം, ഡെഫിഷ്യൻസി നമുക്കറിയാം, ടോക്സിസിറ്റി നമുക്കറിയാം.
Consider the following with regard to the biological nitrogen fixation by rhizobium and choose the wrong. Rhizobium. Nitrogenase may require oxygen. Nitrogenase enzyme. Atmospheric nitrogen or free nitrogen or molecular nitrogen or N triple bond N. ഇതിനെ റിഡക്ഷൻ വഴി 2NH3 മോളിക്യൂൾ അല്ലെങ്കിൽ നൈട്രജൻ കോമ്പൗണ്ട്സ് ആക്കി മാറ്റണം. ഇതിന് സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് നൈട്രോജിനൈസ്. ഈ നൈട്രോജിനൈസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ നമ്മൾ വിളിക്കുന്ന പേര് നിഫ് ജീൻസ് എന്നാണ്. നിഫ് ജീൻസ് ഓൺലി ആക്ട് ഇൻ അനൈറോബിക് കണ്ടീഷൻ. ഇതാണ് ഹീമോഗ്ലോബിൻ്റെ റോൾ. അപ്പോൾ നൈട്രോജിനൈസ് എൻസൈം ആക്ട് ഇൻ anaerobic condition without oxygen. First is the wrong statement. Nitrogenase is molybdenum iron protein തന്നെയാണ്. ഹീമോഗ്ലോബിൻ is a pink colored pigment തന്നെയാണ്. Nitrogenase helps to convert nitrogen gas into 2 molecules of ammonia. First one is the wrong. Which is a wrong match? Nitrococcus നൈട്രിക് ബാക്ടീരിയം തന്നെയാണ്. നൈട്രിക് ബാക്ടീരിയം തന്നെയാണ്. നൈട്രോബാക്ടീരിയം നൈട്രേറ്റ് ബാക്ടീരിയം തന്നെയാണ്. നൈട്രേറ്റ് ബാക്ടീരിയം തന്നെയാണ്. സീഡോമോണാസ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയം അല്ല. സീഡോമോണാസ് എന്ന് പറയുന്നത് എവിടെയാണ്? സീഡോമോണാസ് ആൻഡ് തയോബാസിലസ് ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയസ് ആണ്. സീഡോമോണാസ് ആൻഡ് തയോബാസിലസ് ഡീനൈട്രിഫിക്കേഷൻ. അസറ്റോബാക്ടർ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ തന്നെയാണ്. തേർഡ് വൺ ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. The first step in photosynthesis. First step in photosynthesis എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? Pigment molecules. LHC. The smallest group of pigment molecules and enzymes participate in light reaction. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ലൈറ്റ് അബ്സോർപ്ഷൻ തന്നെയാണ്. ശരി. എക്സൈറ്റ്മെന്റ് ഓഫ് റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ ബൈ ഫോട്ടോൺ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സൈറ്റ്മെന്റ് ഓഫ് റിയാക്ഷൻ സെന്റർ chlorophyll by photon of light. ശരി. ഫോർമേഷൻ ഓഫ് ATP അല്ല. ജോയിനിങ് ഓഫ് 3 കാർബൺ ആറ്റംസ് ഇൻ ഫോം എ ഗ്ലൂക്കോസ് അല്ല. ഫോട്ടോസിന്തസിസ് ഓഫ് ഫോട്ടോളിസ് ഓഫ് വാട്ടറും അല്ല. എക്സൈറ്റ്മെന്റ് ഓഫ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അവിടെ മെക്കാനിസം ഓഫ് ഫോട്ടോസിന്തസിനകത്ത് ചാർട്ട് വരച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് തന്നെയാണ്. ഓക്കെ. ഇവിടെ മാച്ച് ഓഫ് ഫോളോയിങ് കോംപ്ലക്സ് 5 ETS എടുത്തു കഴിഞ്ഞാൽ 5 കോംപ്ലക്സ് ഉണ്ടെന്നാകും. കോംപ്ലക്സ് 1 2 3 4 5. ആ ഓരോ കോംപ്ലക്സിനും ഓരോ പേരുണ്ടെന്ന് നമുക്കറിയാം. ഫസ്റ്റ് വൺ കോംപ്ലക്സ് 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് 1 ഈസ് ആൾസോ കാൾഡ് NADH ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. 2 കോംപ്ലക്സ് 2 ഈസ് കാൾഡ് FADH ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ് ഓർ സാക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. 2 പേരുകളുണ്ട് അതിന്. Or the complex 3. Complex 3 എന്ന് പറയുന്ന സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. അനദർ നെയിമാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 2 എന്ന് 3 എന്ന് പറയുന്നത് E ആയിട്ട് കിട്ടും. 4 എന്ന് പറയുന്നത് കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ്. സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ് 4B. 5 ATPase complex or ATP synthase complex or ATP synthetase complex. 5D. അപ്പോൾ 1C 2A 3E 4B 5D എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ശരിയാണല്ലോ? അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓരോ കോംപ്ലക്സിനും വേറൊരു പേരുണ്ടായിരിക്കും. അയാൾക്ക് റോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ 1 പറയാം. കോംപ്ലക്സ് 1 ഈസ് ആൾസോ കാൾഡ് NADH ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. ഇറ്റ് കൺസ് ഓഫ് NADH ദറ്റ് ക്യാരി ഇലക്ട്രോൺസ് ഫ്രം NADH ടു. ക്ലിയർ ആണല്ലോ? ഓക്കെ. In photorespiration, the first product formed by oxygenation is called. ഇവിടെ നമ്മൾ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഒരു ഡ്യുവൽ ഫംഗ്ഷൻ നേച്ചർ പഠിക്കുന്നുണ്ട്. ഇവിടെ വരുന്നത് RUBP. അറിയാലോ? RUBP എന്ന് പറയുന്ന ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഇയാൾ കാർബോക്സിലേഴ്സായിട്ട് ആക്ട് ചെയ്യുകയും ഈ RUBP എന്ന് പറയുന്നതിനെ 2 മോളിക്യൂൾ 3PGA എന്ന് പറയുന്ന 3 കാർബൺ ആക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഇവിടെ കാർബോക്സിലേഴ്സായിട്ട് ആക്ട്. ഇനി ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതലെങ്കിൽ ഇയാൾ ഓക്സിജനൈസായിട്ട് ആക്ട് ചെയ്യും. ഈ 5 കാർബണെ സ്പ്ലിറ്റ് ചെയ്ത് PGA എന്ന് പറയുന്ന 3 കാർബൺ പ്ലസ്
ഫോസ്ഫോഗ്ലൈക്കൊലേറ്റ് എന്ന് പറയുന്ന 2 കാർബൺ ആക്കി മാറ്റിയിട്ട് ചെയ്യാം. ശരി, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓക്സിജനേഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള PGAയും 2 കാർബൺ കോമ്പൗണ്ട് ഉള്ള ഫോസ്ഫോഗ്ലൈക്കൊലേറ്റ്. ശരി, PGA ഇങ്ങോട്ട് പോവുകയും ഇയാൾ ഇങ്ങോട്ട് പോവുകയും ചെയ്യും. ഇതിനെ നമ്മൾ C2 സൈക്കിൾ ഓർ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയും. ഇത് ഇങ്ങോട്ട് പോകുന്നതിന് നമ്മൾ C3 സൈക്കിൾ എന്നും പറയും. അപ്പോൾ ഡ്യുവൽ ഫംഗ്ഷൻ ഓഫ് റുബിസ്കോയിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോസ്ഫോഗ്ലൈക്കൊലേറ്റ് ആൻഡ് PGA ആണ് ആൻസർ ആയിട്ട് വരിക. PGA ആൻഡ് ഫോസ്ഫോഗ്ലൈക്കൊലേറ്റ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആൻഡ് ഫോസ്ഫോഗ്ലൈക്കൊലേറ്റ്. അതായത് 3 + 2 5. ഓക്കെ. Chemiosmotic hypothesis of oxidative phosphorylation proposes that ATP is formed because നമുക്കറിയാം chemiosmotic hypothesis എന്ന് പറഞ്ഞാൽ proposed by Peter Mitchell to explain ATP synthesis based on proton gradient applicable in both photosynthesis and respiration. അതിനുശേഷമാണ് ആ സ്റ്റേറ്റ്മെന്റ് ഫോട്ടോസിന്തസിലാണോ റെസ്പിറേഷനാണോ നോക്കിയിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തുക. ശരി, അത് 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ എടുക്കും. ഹൈ എനർജി ബോണ്ട് ആർ ഫോംഡ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. അപ്പോൾ നമുക്കറിയാം മൈറ്റോകോൺഡ്രിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റെസ്പിറേഷനാണ്. ഹൈ എനർജി ബോണ്ട്സ് ആർ ഫോംഡ് ഇൻ ഇന്നർ മെംബ്രെയിൻ സ്പേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ്. നമുക്കറിയാമല്ലോ ബേസ്ഡ് ഓൺ പ്രോട്ടോൺ ഗ്രേഡിയന്റ്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോംസ് അക്രോസ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ADP is pumped out. അറിയാലോ, ഇത്രയേ ഉള്ളൂ. ATP synthesis, chemiosmotic hypothesis proposed by Peter Mitchell to explain ATP synthesis based on proton gradient applicable in both photosynthesis and respiration. Photosynthesis ആണെങ്കിൽ നമ്മൾ പറയും അത് വരുന്നത് എവിടെയാണ്? തൈലക്കോയ്ഡ് മെംബ്രെയിനിലാണ്. അതേസമയം ഇപ്പുറത്താണ് മൈറ്റോകോൺഡ്രിയ. അപ്പോൾ നമുക്കറിയാം പ്രോട്ടോൺ ഗ്രേഡിയന്റ്, ബേസ്ഡ് ഓൺ പ്രോട്ടോൺ ഗ്രേഡിയന്റ്. FW Vendes, Kujan Miller, Inhibitor B, Dorman, Gaseous PGR, E. Korosova. സയൻറ്റിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ശരിയല്ലേ? FW വെൻഡ് നമുക്കറിയാം ഓക്സിജൻ തന്നെയാണ്. സ്ക്യൂജ് ആൻഡ് മില്ലർ, കൈനറ്റിൻ. ഇൻഹിബിറ്റർ ബി, ഒബ്സസിൻ 2 അല്ലെങ്കിൽ ഡോർമിൻ എന്നൊക്കെ പറയുന്നത് ഒബ്സസിക് ആസിഡിൻ്റെ വേറെ പേരുകളായിരുന്നു. ശരിയല്ലേ? ഇൻഹിബിറ്റർ ഉണ്ട്, ഡോർമിൻ ഉണ്ട്, പിന്നെ ഒരു വാക്കുകൂടെ ഉണ്ട്, ഒബ്സഷൻ. അടുത്ത ഗ്യാഷ്യസ് PGR, എത്തിലീൻ ആണെന്ന് നമുക്ക് ധൈര്യം വേണ്ടതല്ല. 4E. 5 ക്രോസോവ. ഇതിൽ വരും ഗിബർലിക് ആസിഡ്. ശരി, ക്രോസോവ ജപ്പാൻ എന്താണ് സയൻറ്റിസ്റ്റ് ആണെന്ന് നമുക്ക് അറിയാം. ഇദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? അവിടെ ജപ്പാൻ ഡിസീസ് ഉണ്ട്, അത് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സയൻറ്റിസ്റ്റ് റിലേറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ സയൻറ്റിസ്റ്റുമായിട്ട് FW വെൻഡ് റിലേറ്റഡ് വിത്ത് ഓക്സിജൻ തന്നെയാണ്, സ്ക്യൂജൻ മില്ലർ റിലേറ്റഡ് വിത്ത് കൈനറ്റിൻ തന്നെയാണ്, അല്ലെങ്കിൽ സൈറ്റോകിൻ തന്നെയാണ്, ഇൻഹിബിറ്റർ ബി, ഡോർമിൻ, ഒബ്സസിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമുക്ക് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് ഒബ്സസിക് ആസിഡ് തന്നെയാണ്. ഗ്യാഷ്യസ് PGR എന്ന് പറയുന്ന C2H5 എന്ന് അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്, എത്തിലീൻ തന്നെയാണ്. കുറോസോവ എന്ന് പറയുന്നത് ഏതാണ്? ജപ്പാൻ സയൻറ്റിസ്റ്റ് ആണ്, റിലേറ്റഡ് വിത്ത് ഗിബർലിക് ആസിഡ് ആണ് നമുക്കറിയാം. അപ്പോൾ 5C ആണ് വരിക. ഓക്കെ, അടുത്ത ഓക്സിൻ്റെ കെമിക്കൽ നേച്ചറാണ് പറഞ്ഞേക്കുന്നത്. ഇതും നമ്മൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ നല്ലൊരു പാരഗ്രാഫായിട്ട് തന്നെ അവിടെ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് തുടങ്ങുന്നിടത്ത് കിടപ്പുണ്ട്. ഓക്സിൻ എന്ന് പറയുന്നത് ഇൻഡോൾ 3 കോമ്പൗണ്ട്സ് ആണ്. ഇൻഡോൾ 3 കോമ്പൗണ്ട്സ് തന്നെയാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇൻഡോൾ 3 കോമ്പൗണ്ട്സ് C. അടുത്ത സെക്കൻഡ് വൺ ഗിബർലിൻ. ഡെറിവേറ്റീവ്സ് ഓഫ് ടെർപിനോയിഡ്സിനെയാണ് നമ്മൾ ഗിബർലിൻ എന്ന് പറയുക. 2E ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്ത 3 എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും സൈറ്റോകിൻ എന്ന ഡെറിവേറ്റീവ്സ് ഓഫ് അഡനിൻ തന്നെയാണ്. ഒബ്സസിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാം എന്ത് തന്നെ ഡെറിവേറ്റീവ്സ് ഓഫ് കരോട്ടിനോയിഡ്സ് ആണ്. എത്തിലീൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ആണ്, അല്ലെങ്കിൽ C2H4 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കാണുക, ബാക്കി വിട്ടേക്കുക, സമയം കളയാനില്ല. അപ്പോൾ എല്ലാ പേർക്കും എല്ലാ ക്വസ്റ്റ്യനും ഈസിയാണെന്ന് അറിയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. നമുക്ക് അറിയാലോ 2009 മുതൽ 2021 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതൊന്നും അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് പ്രീവിയസ് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്രീവിയസിനകത്തോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തോട്ട് ഇടാം. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുകയും ചെയ്യരുത്. ഏതിലാണോ ഡൗട്ടുള്ളത് അത് മാത്രം ചോദിക്കുക, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ബൈ, ഗോഡ് ബ്ലസ് യു, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ റിവിഷൻ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ്.
അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയർ പോർഷൻസിൻ്റെ ഹോൾ ടോപ്പിക് ടെസ്റ്റാണ് കഴിഞ്ഞത്. ഫസ്റ്റ് ഇയർ ടോപ്പിക്സിൻ്റെ ഹോൾ ടോപ്പിക് ടെസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. 1-2 ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻഡയറക്റ്റായിട്ടും വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 സെക്ഷൻ എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ എ അറിയാമല്ലോ, സെക്ഷൻ എയിൽ എല്ലാ ക്വസ്റ്റ്യനും കമ്പൽസറിയാണ്. 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റീസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആർ ജനറലി ഇൻക്രീസ്ഡ് ബൈ ഡാഷ് നെർവസ് സ്റ്റിമുലേഷൻ. ഇപ്പോൾ അലിമെൻ്ററി കനാൽ GI ട്രാക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ പാരാസിമ്പതറ്റിക് ഡിവിഷനാണ് GI ട്രാക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആക്സിലറേറ്റ് ചെയ്യുന്നത്, കൂട്ടുന്നത്. പാരാസിമ്പതറ്റിക് ഡിവിഷൻ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടും, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, അതായത് ഗ്യാസ്ട്രിക് മാത്രമല്ല, മൊത്തമായിട്ടും GI ട്രാക്റ്റിൻ്റെ മോട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ റിലീസും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അവിടെ ആക്ടിവിറ്റീസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആർ ഇൻക്രീസ്ഡ് ബൈ പാരാസിമ്പതറ്റിക് നെർവസ് സ്റ്റിമുലേഷൻ. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇനി സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ GI ട്രാക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ കുറയ്ക്കും, ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കുറയ്ക്കും, ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ റിലീസ് കുറയ്ക്കും. അപ്പം അത് സ്ലോ ഡൗൺ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് സിമ്പതറ്റിക്. അതേസമയം പാരാസിമ്പതറ്റിക് ആണ് ആക്ടിവിറ്റീസ് സ്പീഡപ്പ് ചെയ്യുന്നത്. ഇനി സൊമാറ്റിക് നെർവസ് സിസ്റ്റം, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ദി ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതിൽ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ എഫറൻറ്റ് ഫൈബേഴ്സ് സ്കെലിറ്റൽ മസിൽസിനെ നിയന്ത്രിക്കുന്നു. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ എഫറൻറ്റ് ഫൈബേഴ്സ് കൺട്രോൾ സ്കെലിറ്റൽ മസിൽസ്. രണ്ടാമത്തത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ 2 ഡിവിഷൻസാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പെരിസ്റ്റോൾട്ടിക് റഷ് വിച്ച് റിസൾട്ട്സ് ഇൻ ഫെയിലിയർ ടു അബ്സോർബ് എനഫ് കോളൻ വാട്ടർ റിസൾട്ട്സ് ഇൻ, അതായത് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബവൽ മൂവ്മെൻറ്റ്സിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു. ബവൽ മൂവ്മെൻറ്റ്സ് തുടരെ ഉള്ള ബവൽ മൂവ്മെൻറ്റ്സ് കാരണം ഇപ്പം ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. പ്രധാനമായിട്ടും വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അപ്പം അങ്ങനെ ഫീസസിന് ലിക്വിഡിറ്റി കൂടുന്ന അവസ്ഥ, അതേതാണ് ഡിസീസ്? ഡയറിയ ആണ് ഡിസീസ്. അതായത് അവിടെ കണ്ടീഷൻ ബവൽ മൂവ്മെൻറ്റ്സിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു. അപ്പോൾ അത് തുടരെയുള്ള ബവൽ മൂവ്മെൻറ്റ്സ്, പെരിസ്റ്റോൾട്ടിക് മൂവ്മെൻറ്റ്സ് കാരണം ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. ഫീസസിന് ലിക്വിഡിറ്റി കൂടുന്ന അവസ്ഥയാണ് ഡയറിയ. കോൺസ്റ്റിപ്പേഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കണ്ടീഷൻ ഈ ഡയറിയയുടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് അവിടെ ബവൽ മൂവ്മെൻറ്റ്സ് ഇറഗുലർ ആവും. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഫ്രീക്വൻസിയിൽ ബവൽ മൂവ്മെൻറ്റ്സ് ഇല്ല, വല്ലപ്പോഴും ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബവൽ മൂവ്മെൻറ്റ്സ് ഇറഗുലർ ആവുന്നത് കാരണം ഫീസസ് റെക്റ്റത്തിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ. ഇനി ക്രാംസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രാംസ് എന്ന് പറയുന്ന മസിൽ കോൺട്രാക്ഷൻ, പെയിൻഫുൾ ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻസിനെയാണ് ക്രാംസ് എന്ന് വിളിക്കുന്നത്. ഫ്ലാറ്റസ് എന്ന് പറഞ്ഞാൽ അലിമെൻ്ററി കനാലിനകത്ത്, ഇൻറ്റസ്റ്റൈനകത്ത് ചില ഫുഡ് ഐറ്റംസ് ബാക്ടീരിയൽ ആക്ഷൻ കാരണം ഫെർമെൻറ്റഡായി ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫ്ലാറ്റസ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റസ്റ്റൈനകത്ത് ചില ഫുഡ് ഐറ്റംസ് ബാക്ടീരിയൽ ആക്ഷൻ കാരണം ഫെർമെൻറ്റഡായി ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് ഫ്ലാറ്റസ് എന്ന് പറയുന്ന അവസ്ഥ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി ഓൺലി ഏരിയ ദാറ്റ് ക്യാൻ ഡൈജസ്റ്റ് ഡബിൾ ഷുഗർ? അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ NCERT-യിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈജഷൻ ഓഫ് മാക്രോ മോളിക്യൂൾസ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദി ഡിയോഡിനം. ഇൻറ്റസ്റ്റൈനിൻ്റെ 3 പാർട്ടാണ് ഡിയോഡിനം, ജെജുനം, ഈലിയം. അതിൽ NCERT-യിൽ കൊടുത്തിട്ടുണ്ട് ഡൈജഷൻ ഓഫ് മാക്രോ മോളിക്യൂൾസ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ ദി ഡിയോഡിനം. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡബിൾ ഷുഗർ എന്ന് പറയുമ്പോൾ ഡൈസാക്കറൈഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡിയോഡിനത്തിൽ വെച്ചാണ്, ഡിയോഡിനം. അപ്പം ജെജുനം എന്ന് പറയുമ്പോൾ അവിടെ
അബ്സോർപ്ഷൻ നടക്കുന്ന സൈറ്റാണ്. മെയിൻലി അബ്സോർപ്ഷൻ നടക്കുന്ന സൈറ്റാണ് ജെജുനം. സ്റ്റൊമക്കിൽ എന്താ നടക്കുന്ന പ്രോട്ടീൻ ഡൈജഷനാണ്. പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ആസ് സ്റ്റൊമക്കിൽ പ്രോട്ടീൻ will be converted as proteoses plus peptones. Proteoses plus peptones ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവിടെ എൻസൈം ഏതാണ്? പെപ്സിനാണ്. പെപ്സിൻ. പ്രോട്ടീൻസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് പെപ്സിൻ ഈസ് കൺവേർട്ടഡ് ആസ് പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. പിന്നെ പാൻക്രിയാസ് കൊടുത്തിട്ടുണ്ട്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡാണ്. എൻഡോക്രൈൻ ഫംഗ്ഷനും എക്സോക്രൈൻ ഫംഗ്ഷനും കാണിക്കുന്ന ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ സെക്രീഷനാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ആ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 3 ആണ്. 3. Then question number 4. Protein molecules will be hydrolyzed by enzymes secreted from. അതായത് പ്രോട്ടീൻ ഡൈജഷൻ നടത്താൻ സഹായിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെ സെക്രീഷനിലുണ്ട്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കത് ഓൾറെഡി അവിടെ നോട്ട് ചെയ്തിട്ട് ആൻസറിലോട്ട് പോകുന്നതാണ് സേഫ്. ഏതൊക്കെ സെക്രീഷനിലുണ്ട്? സ്റ്റൊമക്കിലുണ്ട്. സ്റ്റൊമക്കിൽ പെപ്സിനുണ്ട്. സ്റ്റൊമക്കിൽ പെപ്സിൻ. പിന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് പ്രധാനമായിട്ടും ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, പിന്നെ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. പിന്നെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുണ്ട്. ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഉണ്ട്. ഏതൊക്കെയാണ് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ്? ഡൈപെപ്റ്റിഡേസ് ഉണ്ട്. ഡൈപെപ്റ്റിഡേസ്, പിന്നെ അമിനോ പെപ്റ്റിഡേസ്. ഇതൊക്കെയാണ് എൻസൈംസ്. അമിനോ പെപ്റ്റിഡേസ്, ഡൈപെപ്റ്റിഡേസും അമിനോ പെപ്റ്റിഡേസും. അപ്പം ഈ 3 ജ്യൂസ്, സ്റ്റൊമക്, പാൻക്രിയാറ്റിക് ജ്യൂസ്, ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. അപ്പോൾ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ആൻസർ. പിന്നെ മൗത്ത് എന്ന് പറയുമ്പോൾ സലൈവയിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ് സലൈവറി അമൈലേസ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം. പിന്നെ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലിവർ എന്ന് പറയുമ്പോൾ ലിവറിൻ്റെ സെക്രീഷൻ ബൈലാണ്. അതിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലിവർ. വീണ്ടും ലിവർ വരുന്നു. ലിവർ സെക്രീറ്റ്സ് ബൈൽ. ബൈലിൻ്റെ പ്രത്യേകത അറിയാലോ, അതിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ല. ദെൻ മൗത്തിൽ സലൈവ ഉണ്ട്. സലൈവയിൽ സലൈവറി അമൈലേസ് ആണ് ഡൈജസ്റ്റീവ് എൻസൈം. അത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം അല്ല. പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട്. കോളൻ എന്ന് പറയുന്ന ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ പാർട്ടാണ്. സീക്കം, കോളൻ, റെക്റ്റം, ഈ 3 റീജിയൻസ് ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ പാർട്ടാണ്. അപ്പോൾ അവിടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഈസ് നെഗ്ലിജിബിൾ. അവിടെ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ സെക്രീഷൻ ഇല്ല. അപ്പോൾ ആൻസർ 2 ആണ്. ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. അടുത്ത് നോക്കാം. ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ആർ ടേക്കൺ ടു ലിവർ ത്രൂ. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ലിവറിലെത്തിക്കണം. ലിവറിലെത്തിക്കാനുള്ള സംവിധാനം ഏതാണ്? ഏത് സർക്കുലേറ്ററി പാത്വേ ആണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ. അപ്പോൾ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസിനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിലോട്ട് കൊണ്ടുപോകുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ. ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിൽ വന്ന ന്യൂട്രിയൻസിൻ്റെ പ്രോസസ്സിംഗ് ആണ് ലിവറിൽ നടക്കുന്നത്. ലിവറിൽ അബ്സോർബ്ഡ് ന്യൂട്രിയൻസിൻ്റെ പ്രോസസ്സിംഗ്. ഇവിടെ വന്നാൽ പ്രോസസ്സിംഗ് ഓഫ് അബ്സോർബ്ഡ് ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പം ലിവറിൽ പ്രോസസ്സ് ചെയ്ത ന്യൂട്രിയൻസിനെ തുടർന്ന് ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ. ഇത് ഹെപ്പാറ്റിക് വെയിൻ ആണ്. ഹെപ്പാറ്റിക് വെയിൻ ഇൻഫീരിയർ വീന കേവയിൽ എത്തിക്കും. എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ വീന കേവ ഈസ് പാർട്ട് ഓഫ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇത് ഇൻഫീരിയർ വീന കേവ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്.
inferior vena cava. Inferior vena cava is part of systemic circulation. Okay. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി, അല്ലെങ്കിൽ നമുക്ക് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയാം, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം വഴി ലിവറിൽ വന്നു. ഇത് ലിവറാണ്. ലിവറിൽ ഈ ന്യൂട്രിയൻസ്, അബ്സോർബ്ഡ് ന്യൂട്രിയൻസിൻ്റെ പ്രോസസ്സിങ് നടക്കും. പ്രോസസ്സ് ചെയ്ത ന്യൂട്രിയൻസിനെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തിക്കണം, അതായത് ഇൻഫീരിയർ വീനാ കേവയിൽ എത്തിക്കണം. അപ്പോൾ എത്തിക്കുന്ന ബ്ലഡ് വെസലാണ് ഹെപ്പാറ്റിക് വെയിൻ. ഇവിടെ ആൻസർ 1 ആണ്, പോർട്ടൽ സർക്കുലേഷൻ. ഇവിടെ നിന്ന് ഇവിടെ വരുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ. ഇനി കൊറോണറി സർക്കുലേഷൻ, അപ്പോൾ അത് ഞാനിവിടെ എഴുതാം. കൊറോണറി സർക്കുലേഷൻ്റെ ഉദ്ദേശം ഹാർട്ടിൻ്റെ മയോകാർഡിയത്തിന് ഓക്സിജനും ന്യൂട്രിയൻസും മറ്റ് എസെൻഷ്യൽ സബ്സ്റ്റൻസസും എത്തിക്കുക. തുടർന്ന് അവിടുന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കുക. അതാണ് കൊറോണറി സർക്കുലേഷൻ. അവിടെ ഞാൻ എഴുതാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ്. ഇപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസും അതിൻ്റെ ബ്രാഞ്ചസുമാണ് ഹാർട്ടിൻ്റെ മയോകാർഡിയത്തിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ നടത്തുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ടു മയോകാർഡിയം, ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ടു മയോകാർഡിയം, blood supply to myocardium. Myocardium is the muscular wall of heart. ഇനി അവിടുന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് കൊറോണറി വെയിൻസ് ആണ്. കൊറോണറി വെയിൻസ്, കൊറോണറി വെയിൻസ്. കൊറോണറി വെയിൻസിൻ്റെ ഫങ്ഷൻ എന്താ? കളക്ഷൻ ഓഫ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം മയോകാർഡിയം, കളക്ഷൻ ഓഫ് ഡീഓക്സിജനേറ്റഡ്, ഞാൻ DO എന്ന് എഴുതാണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം മയോകാർഡിയം. ഓക്കെ. ഇനി തുടർന്ന് ഈ കൊറോണറി വെയിൻസ് റൈറ്റ് ഏട്രിയത്തിൻ്റെ വാളിലുള്ള ഒരു ചെറിയ സൈനസിലോട്ടാണ് ബ്ലഡിനെ എത്തിക്കുന്നത്. അതിനെ കൊറോണറി സൈനസ് എന്ന് വിളിക്കും. കൊറോണറി വെയിൻസ് ഓപ്പൺ ഇൻ ടു ദി കൊറോണറി സൈനസ്, കൊറോണറി സൈനസ്. കൊറോണറി സൈനസ് ആണ് റൈറ്റ് ഏട്രിയത്തിലോട്ട് തുറക്കുന്നത്. റൈറ്റ് ഏട്രിയം, ഇതാണ് കൊറോണറി സർക്കുലേഷൻ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് ഹാർട്ടിൻ്റെ മയോകാർഡിയത്തിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ നടത്തുന്നു. കൊറോണറി വെയിൻസ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. മയോകാർഡിയത്തിൽ നിന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് കൊറോണറി സൈനസിൽ എത്തിക്കുന്നു. കൊറോണറി സൈനസ് എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയൽ വാളിൽ കാണുന്ന ചെറിയൊരു സൈനസ് ആണ്. തുടർന്ന് കൊറോണറി സൈനസിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യും. അതാണ് കൊറോണറി സർക്കുലേഷൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ തുടങ്ങുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. റൈറ്റ് വെൻട്രിക്കിൾ, ഞാൻ RV എന്ന് എഴുതാണ്. റൈറ്റ് വെൻട്രിക്കിൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമണറി ആർട്ടറിയിലോട്ട് പമ്പ് ചെയ്തു. പൾമണറി ആർട്ടറി. അപ്പോൾ പൾമണറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലെത്തിച്ചു. ലങ്സ്, അവിടെയാണ് ഓക്സിജനേഷൻ നടക്കുന്നത്. ഓക്സിജനേഷൻ. അപ്പം തുടർന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്നത് പൾമണറി വെയിൻസ് ആണ്. പൾമണറി വെയിൻസ് വഴി ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കും. ലെഫ്റ്റ് ഏട്രിയം. ഇതാണ് പൾമണറി സർക്കുലേഷൻ. റൈറ്റ് വെൻട്രിക്കിൾ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ പൾമണറി ആർട്ടറിയിലോട്ട് പമ്പ് ചെയ്തു. പൾമണറി ആർട്ടറി ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ ലങ്സിലെത്തിച്ച് ഓക്സിജനേറ്റ് ചെയ്തു. അവിടുന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്നത് പൾമണറി വെയിൻസ് ആണ്. 2 ജോഡി പൾമണറി വെയിൻസ്. അതാണ് പൾമണറി സർക്കുലേഷൻ. പിന്നെ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസുകളിൽ നിൽക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ അവിടുന്ന് കളക്ട് ചെയ്ത്
തുടർന്ന് ബ്ലഡിലെത്തിക്കുക. അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമുക്ക് ലിംഫ് എന്ന് പറയാം, ഫ്രം ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസസ് ടു ബ്ലഡ്. അതാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. ട്രാൻസ്പോർട്ട് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ലിംഫ് എന്നും പറയാം. ഫ്രം ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസസ് ടു ബ്ലഡ്. അപ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസുകളിൽ നിൽക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ അവിടുന്ന് കളക്ട് ചെയ്ത് ബ്ലഡിലെത്തിക്കാൻ വേണ്ടിയുള്ള സർക്കുലേറ്ററി പാത്വേ ആണ് ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോൾ ഇവിടെ ആൻസർ 1 ആണ്, ഓപ്ഷൻ 1. അടുത്ത സൈനോ ഏട്രിയൽ നോഡ് സെൽസ് ആർ. അപ്പോൾ ഞാൻ ഓരോ ഓപ്ഷൻ വോയിസ് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഫൗണ്ട് ഇൻ ബോത്ത് ഏട്രിയ. അത് തെറ്റാണ്. എസ് എ നോഡ് സെൽസ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കുന്നത്? റൈറ്റ് ഏട്രിയത്തിൻ്റെ. അപ്പോൾ ഇത് റൈറ്റ് ഏട്രിയ, ഇത് ഹാർട്ടിൻ്റെ മയോകാർഡിയം. ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇത് റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ പാർട്ടിൽ അതിൻ്റെ റൈറ്റ് കോർണറിലിരിക്കുന്ന ഒരു ചെറിയൊരു മസിൽ സ്ട്രിപ്പാണ് എസ് എ നോഡ്. റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ പാർട്ടിൽ റൈറ്റ് കോർണറിലിരിക്കുന്ന ചെറിയൊരു മസിൽ സ്ട്രിപ്പ്, നോഡൽ ഫൈബേഴ്സ് അടങ്ങിയ മസിൽ സ്ട്രിപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൗണ്ട് ഇൻ ബോത്ത് ഏട്രിയ. അത് തെറ്റാണ്. റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ പാർട്ടിൽ റൈറ്റ് കോർണറിൽ മാത്രമേ ഉള്ളൂ സൈനോ ഏട്രിയൽ നോഡ്. ദെൻ ഓട്ടോ എക്സൈറ്റബിൾ വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അതാണ് ആൻസർ. അതായത് എസ് എ നോഡിലിരിക്കുന്ന മസിൽ സെൽസ് സ്പെഷ്യലൈസ്ഡ് ആണ്. എക്സ്റ്റേണൽ സ്റ്റിമുലസിൻ്റെ സഹായം കൂടാതെ തന്നെ ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിനൊരിക്കൽ ഡീപോളറൈസ്ഡ് ആയി ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ സ്വയം ഡീപോളറൈസ്ഡ് ആവാൻ കഴിവുള്ള നോഡൽ ഫൈബേഴ്സാണ് എസ് എ നോഡിലിരിക്കുന്നത്. ഓട്ടോ എക്സൈറ്റബിൾ വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസ്, അതാണ് അവിടെ ആൻസർ. ഇനി അടുത്തത് അൺഏബിൾ ടു ജനറേറ്റ് ഇമ്പൾസ് ഇഫ് നെർവ് സപ്ലൈ ഇസ് കട്ട്. അത് തെറ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അൺഏബിൾ അല്ല, ദേ ആർ ഏബിൾ ടു ജനറേറ്റ്. അതായത് ഇപ്പം നെർവ് സപ്ലൈ കട്ട് ചെയ്താലും എസ് എ നോഡിലിരിക്കുന്ന മസിൽ ഫൈബേഴ്സ് ഓട്ടോ എക്സൈറ്റേറ്ററി ആണ്. ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിനൊരിക്കൽ ഡീപോളറൈസ്ഡ് ആയി ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. അതിനനുസരിച്ച് കാർഡിയാക് ആക്ടിവിറ്റി, കാർഡിയാക് സൈക്കിൾസ് നടന്നുകൊണ്ടും ഇരിക്കും. അപ്പോൾ അൺഏബിൾ ടു ജനറേറ്റ് ഇമ്പൾസ് ഇഫ് നെർവ് സപ്ലൈ ഈസ് കട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. നെർവ് സപ്ലൈ കട്ട് ചെയ്താലും എസ് ഐ നോഡിലിരിക്കുന്ന ഫൈബേഴ്സ് ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിനൊരിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. കാരണം നമ്മുടെ ഹാർട്ട് ഏത് ടൈപ്പാണ്? മയോജീനിക് ഹാർട്ടാണ്. കണക്റ്റഡ് ടു എ വി നോഡ് ബൈ ഫൈൻ ബണ്ടിൽസ് ഓഫ് പർക്കിഞ്ചി ഫൈബേഴ്സ്. തെറ്റാണ്. അപ്പം ഞാനിവിടെ കാണിക്കാം. ഇത് എസ് എ നോഡാണ്. ഇവിടെയാണ് എ വി നോഡ് ഇരിക്കുന്നത്. റൈറ്റ് ഏട്രിയത്തിൻ്റെ ലോവർ പാർട്ടിൽ ലെഫ്റ്റ് കോർണറിനോട് ചേർന്നാണ് എ വി നോഡ്. അപ്പോൾ എസ് എ നോഡിനെയും എ വി നോഡിനെയും കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സിനെ വിളിക്കുന്നത് ഇൻ്റർനോഡൽ ഫൈബേഴ്സ് എന്നാണ്. പർക്കിഞ്ചി ഫൈബേഴ്സ് എന്നല്ല, ഇൻ്റർനോഡൽ ഫൈബേഴ്സ്. ഇൻ്റർനോഡൽ ഫൈബേഴ്സ്. അപ്പം തുടർന്ന് ഇത് എ വി നോഡ്, ഇത് എ വി നോഡാണ്. എ വി നോഡിൽ നിന്ന് തുടങ്ങി ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലോട്ട് കടന്നു വരുന്ന ബണ്ടിലാണ് എ വി ബണ്ടിൽ. ഇനി എ വി ബണ്ടിൽ രണ്ടായിട്ട് ബ്രാഞ്ച്. എ വി ബണ്ടിലിൻ്റെ രണ്ട് ബ്രാഞ്ചുകളാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. ഇത് ഇപ്പം ഞാൻ വരയ്ക്കുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. ഇത് രണ്ടും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസിൻ്റെ ബ്രാഞ്ചുകളാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇത് വീണ്ടും ഫൈൻ ബ്രാഞ്ചസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യും. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസിൻ്റെ ബ്രാഞ്ചസ്, അതാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. വെൻട്രിക്കുലാർ മയോകാർഡിയത്തിലാണ് കാണുന്നത് പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടക്റ്റിംഗ് സിസ്റ്റം, ഹ്യൂമൻ ഹാർട്ടിൻ്റെ
കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെറ്റപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? SA നോഡ് ഈസ് കണക്റ്റഡ് ടു AV നോഡ് ബൈ ഫൈൻ ബണ്ടിൽസ് ഓഫ് പർക്കിഞ്ചി ടിഷ്യൂ. തെറ്റാണ്. SA നോഡിനെ AV നോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇൻ്റർ നോഡൽ ഫൈബേഴ്സാണ്. പർക്കിഞ്ചി ഫൈബേഴ്സ് ആരുടെ ബ്രാഞ്ചസ് ആണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസിൻ്റെ ബ്രാഞ്ചുകളാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇത് കാണുന്നത് വെൻട്രിക്കുലാർ മയോകാർഡിയത്തിലാണ്. അപ്പം ഇത് തെറ്റ്. അപ്പം ആൻസർ ഏതാണ്? ആൻസർ 2, ഓപ്ഷൻ 2 ആണ് ആൻസർ. ശരി, അടുത്തത് വിച്ച് സ്ട്രക്ചർ കണ്ടെയ്ൻസ് ലോവസ്റ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. അപ്പം ചില ബ്ലഡ് വെസൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓക്സിജൻ ഏറ്റവും കുറഞ്ഞ് കാണുന്നത് ഏത് ബ്ലഡ് വെസലിലാണ്? കുറവായിട്ട് കാണുന്നത് ഏതിൽ? പൾമണറി വെയിൻ. പൾമണറി വെയിൻ എന്ന് പറഞ്ഞാൽ ലങ്സിൽ ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് പൾമണറി വെയിൻ. അതിനകത്ത് PO2 ഹൈ ആണ്, അതായത് 95 mm മെർക്കുറി. PO2 വാല്യൂ ആണ് ഞാൻ എഴുതുന്നത്. PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഇനി അയോട്ടയിലും ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഇത് സെയിം PO2 95 mm മെർക്കുറി. വീന കേവയിൽ PO2 വാല്യൂ, അതിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ. വീന കേവയിൽ 40 mm മെർക്കുറി. 40 mm മെർക്കുറി PO2. ലെഫ്റ്റ് വെൻട്രിക്കിളിനകത്ത് നിൽക്കുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അവിടെ PO2 95 mm മെർക്കുറി. അപ്പം എവിടെയാണ് ഓക്സിജൻ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കാണുന്നത്? ഇൻ ദി വീന കേവ 40 mm മെർക്കുറി. ബാക്കി 3 ബ്ലഡ് വെസലിലും PO2 95 mm മെർക്കുറിയാണ്. അപ്പം ആൻസർ 3, ഓപ്ഷൻ 3. അടുത്ത നോക്കാം. ഫൈൻഡ് ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് കോസ്ഡ് ബൈ ക്ലോഷർ ഓഫ് സെമി ലൂനാർ വാൽവ്സ്. തെറ്റാണ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് കേൾക്കുന്നത്? വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ ബിഗിനിങ്ങിലാണ്. വെൻട്രിക്കിളിൽ സിസ്റ്റോൾ തുടങ്ങുമ്പോഴാണ് ആദ്യത്തെ ഹാർട്ട് സൗണ്ട്. AV വാൽവുകളുടെ ക്ലോഷറാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്. ക്ലോഷർ ഓഫ് AV വാൽവ്സ്. ക്ലോഷർ ഓഫ് AV വാൽവ്സ്. അത് ആ AV വാൽവുകൾ അടയുന്ന ശബ്ദമാണ് ആദ്യത്തെ ഹാർട്ട് സൗണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, അതൊരു ലോ പിച്ച്ഡ് സൗണ്ടാണ്, പക്ഷെ അതിൻ്റെ മുഴക്കം കൂടുതൽ സമയം കേൾക്കാൻ സാധിക്കും. അതാണ് ആദ്യത്തെ സൗണ്ട്. ആദ്യത്തെ സൗണ്ട് വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ ബിഗിനിങ്ങിലാണ് കേൾക്കുന്നത്. ഇനി 2, ഡ്യൂറിങ് വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ സെമി ലൂനാർ വാൽവ്സ് റിമെയിൻ ക്ലോസ്ഡ്. അത് കറക്റ്റാണ്. അതായത് വെൻട്രിക്കിളിൽ ഡയാസ്റ്റോൾ തുടങ്ങുമ്പോൾ തന്നെ സെമി ലൂനാർ വാൽവുകൾ അടയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസിനകത്ത് പ്രഷർ കുറവും ബ്ലഡ് വെസൽസിനകത്ത് പ്രഷർ കൂടുതലും. അപ്പോൾ ബ്ലഡിൻ്റെ റിവേഴ്സ് ഫ്ലോയ്ക്ക് ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് സെമി ലൂനാർ വാൽവുകൾ അടയുന്നു. അതായത് സെമി ലൂനാർ വാൽവുകൾ വെൻട്രിക്കിൾസിൻ്റെ ഡയാസ്റ്റോളിൻ്റെ സമയത്ത് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ്. അപ്പോൾ അത് കറക്റ്റ്. അടുത്ത ഡ്യൂറിങ് ഏട്രിയൽ സിസ്റ്റോൾ മിട്രൽ ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് റിമെയിൻ ക്ലോസ്ഡ്. തെറ്റാണ്. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ നടക്കുമ്പോൾ അപ്പം ഇത് ഹാർട്ട്, അപ്പം ഇവിടെയാണ് ട്രൈകസ്പിഡ് വാൽവ് ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ. ഇവിടെ ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ ഏട്രിയ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ 2 വാൽവുകളും ഓപ്പൺ ആണ്. AV വാൽവ്സ് ഓപ്പൺ. AV വാൽവ്സ് എന്ന് പറയുമ്പോൾ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. AV വാൽവ്സ് ആർ ഓപ്പൺ. അതേസമയം സെമി ലൂനാർ വാൽവ്സ് ക്ലോസ്ഡ് ആയിരിക്കും. സെമി ലൂനാർ വാൽവ്സ് ആർ ക്ലോസ്ഡ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് എന്താണ് അവസ്ഥ? ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് ട്രൈ ആൻഡ് ബൈകസ്പിഡ് വാൽവുകൾ തുറന്നാണ് കിടക്കുന്നത്. അതായത് AV വാൽവുകൾ ഓപ്പൺ ആണ്. ബൈകസ്പിഡ് വാൽവിനെയാണ് മിട്രൽ വാൽവ് എന്ന് വിളിക്കുന്നത്. അതേസമയം സെമി ലൂനാർ വാൽവുകൾ ആ സമയത്ത് ക്ലോസ്ഡ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹാർട്ട് റേറ്റ്. തെറ്റല്ലേ? അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്തോറും കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. അപ്പോൾ എങ്ങനെയാണ്? കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നോട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നോട്ട് ഇൻവേഴ്സ്ലി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് ഹാർട്ട് റേറ്റ് കൂടുന്തോറും കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. അപ്പോൾ ഇവിടെ ആൻസർ 2 ആണ്. അടുത്തത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്
ഷോസ് ദി റിലേഷൻ ബിറ്റ്വീൻ, എന്ത് തമ്മിലുള്ള റിലേഷനാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് കാണിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് വരയ്ക്കുന്നത്? ഇവിടെ PO2 വാല്യൂസ് പ്ലോട്ട് ചെയ്യും. PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ആണ് കാണിക്കുന്നത്, വിത്ത് ഓക്സിജൻ. അപ്പോൾ എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂസ് വെച്ച് ഓരോ PO2 കണ്ടീഷനിലും എത്ര ശതമാനം ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായി അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മോയിഡ് കർവാണ് കിട്ടുന്നത്. അതായത് അപ്പോൾ എന്ത് തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, ഇത് തമ്മിലുള്ള ബന്ധമാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് കാണിക്കുന്നത്. ഓക്സി ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, അതാണ്. ഇനി അടുത്തത് ഓക്സി ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ, അതല്ല കാണിക്കുന്നത്. PO2 ലെവലും ഓക്സി ഹീമോഗ്ലോബിൻ സാച്ചുറേഷനുമാണ് കാണിക്കുന്നത്. ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ, അപ്പോൾ അത് നമുക്ക് ഈ ഗ്രാഫിൽ അത് രണ്ടും പറയാം. അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഗ്രാഫിനെ ഫോർവേഡ് ഡയറക്ഷനിൽ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെ PO2 ലെസ് ദാൻ 10 mm മെർക്കുറി ആണെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ഈസ് ലെസ്. അതേസമയം വെൻ PO2 ഈസ് ഇൻക്രീസിങ് ഫ്രം 10 mm മെർക്കുറി ടു 60 mm മെർക്കുറി, ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ സ്റ്റെഡിലി ഇൻക്രീസസ്. അപ്പം 60 mm മെർക്കുറി ആകുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് 90% സാച്ചുറേഷൻ ആവും. ആ സമയത്ത് PO2 എടുക്കുകയാണെങ്കിൽ 60 mm മെർക്കുറി ആയിരിക്കും. ഓക്കെ, ഇതാണ് ലിമിറ്റ്. അപ്പം അങ്ങനെ ഹീമോഗ്ലോബിൻ 90% സാച്ചുറേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓക്സി ഹീമോഗ്ലോബിൻ്റെ റേറ്റ് കുറയും, അതാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. ഇനി റിവേഴ്സ് ഡയറക്ഷനിൽ പറഞ്ഞാൽ നമുക്ക് ഡിസോസിയേഷനും ഈ ഗ്രാഫിൽ തന്നെ പറയാൻ പറ്റും. അതായത് ഹൈ PO2-ൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു, ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അത് സംഭവിക്കുന്നത് എവിടെ? ആൽവിയോളാർ സൈഡിലാണ്. ഇനി ടിഷ്യൂസിലോട്ട് വരുമ്പോൾ PO2 സ്റ്റഡി ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. 60 mm മെർക്കുറി ടു 10 mm മെർക്കുറി ആയിട്ട് കുറയുന്നു, സ്റ്റഡി ആയിട്ട് കുറയാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറയുന്നതനുസരിച്ച് ഓക്സി ഹീമോഗ്ലോബിൻ സ്റ്റഡി ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് ടിഷ്യൂസിന് ഓക്സിജൻ റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിൽ നമുക്ക് അതും പറയാം. പക്ഷേ ഗ്രാഫ് ആര് തമ്മിലുള്ള റിലേഷനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് PO2 ആൻഡ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. അതായത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇറ്റ് ഈസ് പ്ലോട്ടഡ് ബൈ ടേക്കിംഗ് വാല്യൂസ് ഓഫ് PO2 എഗെയിൻസ്റ്റ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അപ്പോൾ അതിനകത്ത് നമുക്കത് കിട്ടുന്നത് ഒരു സിഗ്മോയിഡ് കർവാണ്. ആ കർവ് സൂചിപ്പിക്കുന്നത് ഇഫ് PO2 ഈസ് ലെസ് ദാൻ 10 mm മെർക്കുറി, 10 mm മെർക്കുറിക്ക് താഴെയാണ് PO2 വാല്യൂ എങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ കുറവായിരിക്കും. ഇനി വെൻ PO2 ഈസ് ഇൻക്രീസിങ് ഫ്രം 10 mm to 60 mm മെർക്കുറി, ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ സ്റ്റെഡിലി ഇൻക്രീസസ്. ഇനി PO2 60 mm ആവുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് 90% സാച്ചുറേറ്റഡ് ആവും. അങ്ങനെ 90% സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ PO2 കൂടുന്ന അനുസരിച്ച് HbO2 ഫോർമേഷൻ ഉണ്ടാവുന്നില്ല. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് HbO2 ഫോർമേഷൻ കുറയും. അതുകൊണ്ടാണ് നമുക്ക് സിഗ്മോയിഡ് കർവ് കിട്ടുന്നത്. ശരി, അടുത്ത ഹീമോഗ്ലോബിൻ വിൽ ടെൻഡ് ടു ബൈൻഡ് മോർ ഓക്സിജൻ അറ്റ് എ ഗിവൺ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇഫ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെ സ്യൂട്ടബിൾ കണ്ടീഷൻസ് വേണം, അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ HbO2 ഫോർമേഷന് കണ്ടീഷൻസ് റിക്വയർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് വേണം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ PO2, അതാണ് പ്രൈമറി ഫാക്ടർ, ഹൈ PO2. ഇനി ഹൈ PO2 കൊണ്ട് മറ്റ് പാരാമീറ്റേഴ്സ് ഏത് അവസ്ഥയിൽ നിൽക്കണം? ലോ PCO2, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പാർഷ്യൽ പ്രഷർ കുറഞ്ഞു നിൽക്കണം.
പിന്നെ പി എച്ച്, ഹൈ പി എച്ച് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആൽക്കലൈൻ സൈഡിലായിരിക്കണം, പി എച്ച് കൂടണം. പിന്നെ ലോ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ, എച്ച് പ്ലസിൻ്റെ അളവ് കുറയണം, ടെമ്പറേച്ചർ കുറയണം, ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ആണ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്. ഒന്ന് PO2 വളരെ കൂടി നിൽക്കണം, PCO2 കുറയണം, പി എച്ച് കൂടണം, എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കുറയണം, ടെമ്പറേച്ചർ കുറയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ HbO2 നന്നായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ദി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇൻക്രീസ്ഡ്. പാർഷ്യൽ PCO2 കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ HbO2 ഉണ്ടാവില്ല, HbO2 ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ HbO2 ഫോർമേഷൻ അല്ല നടക്കുന്നത്, HbO2 ഡിസോസിയേറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കണം എന്നാലേ HbO2 ഫോം ചെയ്യും. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് പറ്റും? HbO2 ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയും HbO2 ഡിസോസിയേഷനാണ്. അടുത്ത പി എച്ച് ഓഫ് ബ്ലഡ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ലോവേർഡ്. പി എച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് അസിഡിക് ആവുന്നു. അസിഡിക് കണ്ടീഷനിലും HbO2 ഡിസോസിയേറ്റ് ചെയ്യും. ഇവിടെയും HbO2 ഡിസോസിയേറ്റ്സ്. അടുത്തത് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഈസ് ഡിക്രീസ്ഡ്. അപ്പം ബ്ലഡിൽ എച്ച് പ്ലസിൻ്റെ അളവ് കുറയുന്നു എന്ന് പറയുമ്പോൾ ബ്ലഡിൻ്റെ pH ഉയരുന്നു, ബ്ലഡിൻ്റെ pH ഉയരുന്നു. അത് ഫേവറബിൾ കണ്ടീഷനാണ്. pH ഈസ് ഇൻക്രീസിങ് ടു ആൽക്കലൈൻ സൈഡ്, ആൽക്കലൈൻ സൈഡിലോട്ട് pH ഉയരുന്നു. അപ്പോൾ ആ കണ്ടീഷനാണ് ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് HbO2 ഫോർമേഷനെ സഹായിക്കുന്ന ഫാക്ടർ ഏത്, അത് ഇതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ഓപ്ഷൻ 1 ഫേവറബിൾ അല്ല, 2 ഫേവറബിൾ അല്ല, 3 അല്ല, 4 ആണ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. pH കൂടുന്നു, എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ pH ഉയരുന്നു, ബ്ലഡ് ആൽക്കലൈൻ സൈഡിലോട്ട് പോകുന്നു. അത് HbO2 ഫോർമേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അടുത്ത നോക്കാം. ദി പ്രൈമറി കെമിക്കൽ സ്റ്റിമുലസ് ഫോർ ബ്രീത്തിങ് ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ്. അപ്പം നമ്മൾ പഠിച്ചതാണ് നമ്മുടെ മെഡുലയിലുള്ള റെസ്പിറേറ്ററി റിതം സെൻറ്റർ, അതായത് ന്യൂറോൺസ് ഇൻ ദി റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഈസ് അണ്ടർ കെമിക്കൽ കൺട്രോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് മെഡുലയിലുള്ള റിതം സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരു പരിധി കഴിഞ്ഞ് ഉയർന്നു. ആർട്ടീരിയൽ ബ്ലഡിൽ ആർട്ടീരിയൽ ബ്ലഡ്, അത് ഓർമ്മിച്ച് വയ്ക്കാം, ആർട്ടീരിയൽ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരു പരിധി കഴിഞ്ഞ് ഉയർന്നു കഴിഞ്ഞാൽ റിതം സെൻറ്റർ സ്റ്റിമുലേറ്റഡ് ആവും, ബ്രീത്തിങ് പാറ്റേൺ മാറും. ഒന്നുകിൽ നമ്മൾ ശ്വാസം വലിച്ചെടുക്കും, വലിച്ചു കളയും എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്ങിൻ്റെ ഡെപ്ത് കൂടും, അല്ലെങ്കിൽ കിതയ്ക്കുന്ന ഇഫക്റ്റ്, ബ്രീത്തിങ് റേറ്റ് കൂട്ടും. അങ്ങനെ മെഡുലയിലുള്ള റിതം സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതിൻ്റെ അളവ് ഉയരുമ്പോൾ റിതം സെൻറ്റർ സ്റ്റിമുലേറ്റഡ് ആവും, ബ്രീത്തിങ് പാറ്റേൺ മാറും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ്, കാർബൺ മോണോക്സൈഡ്. അപ്പം അത് റിതം സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനോട് 200 to 300 ടൈംസ് മോർ അഫിനിറ്റിയാണ് വെൻ കമ്പയർഡ് ടു ഓക്സിജൻ. ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്താൽ ഹീമോഗ്ലോബിൻ ഹാസ് 200 to 300 ടൈംസ് മോർ അഫിനിറ്റി ഫോർ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ബ്ലഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പം ഇതൊരു സ്റ്റേബിൾ കോമ്പൗണ്ടാണ്, സ്റ്റേബിൾ കോമ്പൗണ്ട്. അപ്പം ഇത് ഫോം ചെയ്ത് കഴിഞ്ഞു, അതായത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്ന് ഹീമോഗ്ലോബിനിൽ ഓക്സിജന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റുകൾ നഷ്ടപ്പെടുന്നു. ഓക്സിജൻ ബൈൻഡിങ് സൈറ്റ്സ്, അവിടെയാണ് കാർബൺ മോണോക്സൈഡ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റുകൾ നഷ്ടപ്പെടുന്നു. ഓക്സിജൻ ബൈൻഡിങ് സൈറ്റ്സ് ഇൻ ഹീമോഗ്ലോബിൻ ആർ ലോസ്റ്റ്.
ആർ ലോസ്റ്റ്. ഇപ്പോൾ ഓക്സിജന് ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ബ്ലഡിൽ ഹീം ബൗണ്ട് ഓക്സിജൻ്റെ അളവ് കുറയും. ഹീം ബൗണ്ട് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സി ഹീമോഗ്ലോബിൻ. ഹീം ബൗണ്ട് ഓക്സിജൻ ഡിക്രീസസ്. ഇപ്പം ബ്ലഡിൽ ഓക്സി ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂസിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുന്നു. ടിഷ്യൂസ് സ്റ്റാർവ് ഫോർ ഓക്സിജൻ. അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ടിഷ്യൂസിന് ഓക്സിജൻ കിട്ടുന്നില്ല. ഇപ്പം സെല്ലുലാർ റെസ്പിറേഷൻ നടത്താനുള്ള ഓക്സിജൻ കിട്ടാതെ വരും. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്, ചെറിയ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് ബ്ലഡിൽ ചെറിയ തോതിൽ ഉയർന്നാൽ തന്നെ നമുക്ക് തലവേദന, ഛർദിൽ, ക്ഷീണം, എക്സ്ട്രീം ഫെറ്റീഗ്, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ് സെൻസേഷൻ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കും. ഒരുപാട് എക്സസീവ്ലി ഹൈ ആയി കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് എക്സസീവ്ലി ഹൈ ആയാൽ അൺകോൺഷ്യസ് ആയി ഡെത്തിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കാർബൺ മോണോക്സൈഡ്. ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനോട് ഓക്സിജനേക്കാളും 200 to 300 ടൈംസ് മോർ അഫിനിറ്റിയാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ബ്ലഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. അപ്പം തുടർന്ന് ഹീമോഗ്ലോബിനിൽ ഓക്സിജന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ്റെ അളവ് ബ്ലഡിൽ കുറയും. അപ്പം തുടർന്ന് പേഷ്യൻറ്റിന് സിംറ്റംസ് ഉണ്ടാവും. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ തലവേദനയും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയും ക്ഷീണവും ഒക്കെ കാണും. കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് ബ്ലഡിൽ കൂടിയാൽ തുടർന്ന് അൺകോൺഷ്യസ് ആയി മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ടിഷ്യൂസിന് ഓക്സിജൻ കിട്ടുന്നില്ല, സെല്ലുലാർ റെസ്പിറേഷൻ അഫക്റ്റഡ് ആവും. അതാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ഓക്സിജൻ ഇൻ ബ്ലഡ്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കൂടിയാലും കുറഞ്ഞാലും മെഡുലയിലുള്ള റിതം സെൻറ്റർ സ്റ്റിമുലേറ്റഡ് ആവില്ല. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് റിതം സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കാർബോണിക് ആസിഡ് ഇൻ ബ്ലഡ് അത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അപ്പോൾ ബ്ലഡിൽ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും CO2 പ്ലസ് വാട്ടർ ഗിവ്സ് H2CO3 കാർബോണിക് ആസിഡ്. ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആൻസർ 2 ആണ്. അടുത്തത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ഇൻക്രീസസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ തന്നെ നിങ്ങൾ അതൊന്ന് എഴുതി നോക്കണം. അപ്പോൾ ഈ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ആവുന്ന അവസ്ഥ ഏതാന്ന് നോക്കണം. ഏതാണ്? ബ്ലഡ് വോള്യൂം കുറഞ്ഞു. ഞാൻ BV എന്ന് എഴുതാണ്. ബ്ലഡ് വോള്യൂം കുറഞ്ഞു, ബ്ലഡ് പ്രഷർ കുറഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഗ്ലോമർലെസ്സിലോട്ട് വരുന്ന ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു പോകും. അതായത് റീനൽ ബ്ലഡ് ഫ്ലോ കുറയും, RBF കുറയും. റീനൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു. റീനൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ നാച്ചുറലി GFR കുറയും. GFR കുറഞ്ഞു. അപ്പം ഇതാര് സെൻസ് ചെയ്യും? ജെക്സ്റ്റാ ഗ്ലോമർലാർ അപ്പാരറ്റസ് സെൻസ് ചെയ്യും. തുടർന്ന് JG സെൽസ് റെനിൻ റിലീസ് ചെയ്യും. JG സെൽസ് റിലീസസ് റെനിൻ. ഓക്കെ, അപ്പം ഈ റെനിൻ ആൻജിയോടെൻസിനോജൻ എന്ന ഇനാക്റ്റീവ് പ്രോട്ടീൻ, ആൻജിയോടെൻസിനോജനെ ആക്ടിവേറ്റ് ചെയ്യും ആസ് ആൻജിയോടെൻസിൻ 1. ആൻജിയോടെൻസിൻ 1 ആയി, പിന്നെ അത് ആൻജിയോടെൻസിൻ 2 ആയി. ആൻജിയോടെൻസിൻ 2. അപ്പോൾ ഇതിന് 2 ടാർഗറ്റ് ഉണ്ട്. ഒന്ന് ഗ്ലോമറുലസ് ആണ്. ഗ്ലോമറുലസ്സിൽ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്റ്റ് ചെയ്യും. വാസോ കൺസ്ട്രക്ഷൻ. ആൻജിയോടെൻസിൻ 2ൻ്റെ ഇൻഫ്ലുവൻസിൽ ഗ്ലോമറുലസ്സിൽ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റഡ് ആവും. വാസോ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അതിലൂടെ ബ്ലഡ് പ്രഷർ ഉയരുന്നു, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ടാർഗറ്റാണ് അഡ്രീനൽ കോർട്ടെക്സ്.
ഇപ്പോൾ ആൻജിയോടെൻസിൻ 2ൻ്റെ ഇൻഫ്ലുവൻസിൽ അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് അൾഡോസ്റ്റീറോൺ എന്ന മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ റിലീസ് നടത്തും. അൾഡോസ്റ്റീറോൺ. അപ്പം അതിൻ്റെ ഫങ്ഷൻ Na+ റീഅബ്സോർപ്ഷൻ കൂട്ടും. Na+ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും, വാട്ടർ റീഅബ്സോർപ്ഷൻ കൂട്ടും. റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ. അപ്പം അങ്ങനെ Na+ എടുക്കുന്നു, അല്ലാതെ വാസോ കൺസ്ട്രക്ഷൻ നടത്തുന്നു. ഇത് രണ്ടും ബ്ലഡ് പ്രഷർ ഉയർത്തും. വാട്ടർ എടുക്കുന്നത് കാരണം ബ്ലഡ് വോള്യൂം കൂടും. അപ്പം ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ റീനൽ ബ്ലഡ് ഫ്ലോ കൂടും, GFR കൂടും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ, റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റീറോൺ സിസ്റ്റം ഇൻക്രീസസ്. Na+ അബ്സോർപ്ഷൻ ഉണ്ടല്ലോ, Na+ അബ്സോർപ്ഷൻ കൂട്ടും. ആൻഡ് ബ്ലഡ് പ്രഷറും കൂട്ടും. അപ്പോൾ അത് ആൻസറാണ്. ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. റേറ്റ് ഓഫ് യൂറിയ ഫോമേഷൻ. യൂറിയ ഫോമേഷൻ നടക്കുന്നത് എവിടെയാണ്? ലിവറിലാണ് യൂറിയ ഫോമേഷൻ, ഇൻ ദി ലിവർ. അപ്പം ലിവറിൽ അതായത് അമിനോ ആസിഡുകളുടെ ഡീഅമിനേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് യൂറിയായിട്ട് കൺവേർട്ടഡ് ആവും. അത് സൈക്ലിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെ യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് ഹാൻസ്ലെറ്റ് സൈക്കിൾ എന്ന് വിളിക്കും. യൂറിയ സൈക്കിൾ, അല്ലെങ്കിൽ ഇതിന് ക്രബ്സ് ഹാൻസ്ലെറ്റ് സൈക്കിൾ എന്നും പേരുണ്ട്. ക്രബ്സ് ഹാൻസ്ലെറ്റ് സൈക്കിൾ. ഓക്കെ. ഇപ്പം റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റീറോൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം നിയന്ത്രിക്കാനുള്ള കിഡ്നിയുടെ ഇൻബിൽറ്റ് മെക്കാനിസമാണ്. അതിന് യൂറിയ സിന്തസിസുമായിട്ട് ബന്ധമില്ല. ദെൻ Na+ എക്സ്ക്രീഷൻ ആൻഡ് K+ അബ്സോർപ്ഷൻ അതില്ല. അപ്പം Na+ എക്സ്ക്രീഷൻ ആൻഡ് K+ അബ്സോർപ്ഷൻ അതായത് Na+ റീഅബ്സോർപ്ഷനാണ്, തിരിച്ചാണ്. ഇത് നമുക്ക് കറക്റ്റ് ആക്കണമെങ്കിൽ Na+ റീഅബ്സോർപ്ഷൻ, K+ൻ്റെ സെക്രീഷനാണ്, സെക്രീഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയാം. തിരിച്ച് പറയുകയാണെങ്കിൽ കറക്റ്റ് ആവും. Na+ എക്സ്ക്രീഷൻ അല്ല, റീഅബ്സോർപ്ഷൻ. Na+ ആൻഡ് K+ അബ്സോർപ്ഷൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. Na+ന് അബ്സോർപ്ഷനും K+ന് എക്സ്ക്രീഷനും അങ്ങനെ പറയണം. അപ്പം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ്. 1 ആണ് ആൻസർ. അടുത്തത്, എ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് പ്രൈമറിലി ഇൻ ദി കിഡ്നി. അപ്പം കിഡ്നിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ്, അതാണ് ക്വസ്റ്റ്യൻ. അൾഡോസ്റ്റീറോൺ. അൾഡോസ്റ്റീറോൺ എന്താണെന്നറിയാമല്ലോ, അഡ്രിനൽ കോർട്ടെക്സിൻ്റെ സോണ ഗ്ലോമർലോസ സെക്രീറ്റ് ചെയ്യുന്ന മിനറലോ കോർട്ടിക്കോയിഡാണ് അൾഡോസ്റ്റീറോൺ. അത് മിനറലോ കോർട്ടിക്കോയിഡ്, മിനറലോ കോർട്ടിക്കോയിഡ്, മിനറലോ കോർട്ടിക്കോയിഡ് എവിടെ നിന്നാണ് റിലീസ്? ഫ്രം അഡ്രീനൽ കോർട്ടെക്സ്. അപ്പം അഡ്രീനൽ കോർട്ടെക്സിൻ്റെ സോണ ഗ്ലോമർലോസ എന്ന ലെയറാണ് അൾഡോസ്റ്റീറോൺ എന്ന മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ റിലീസ് നടത്തുന്നത്. അടുത്ത ANF, ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ. ഇതൊരു ഹോർമോണാണ്, പെപ്റ്റൈഡ് ഹോർമോണാണ്. സെക്രീറ്റഡ് ഫ്രം ദി ഏട്രിയൽ വാൾ, സെക്രീറ്റഡ് ഫ്രം ഏട്രിയൽ വാൾ. ഓക്കെ. എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? വെൻ ബ്ലഡ് വോള്യൂം കൂടി, ബ്ലഡ് പ്രഷർ കൂടി, ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഏട്രിയൽ വാളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ANF, ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ. ഇതാണ് ആൻസർ. എറിത്രോപോയിറ്റിനാണ് ആൻസർ. എറിത്രോപോയിറ്റിൻ ഈസ് എ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി കിഡ്നി. അപ്പം ഇതിൻ്റെ ടാർഗറ്റ്, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് എറിത്രോപോയിസസ്, സ്റ്റിമുലേറ്റ്സ് എറിത്രോപോയിസസ്. അതായത് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. അതിൻ്റെ ടാർഗറ്റ് റെഡ് മാരോസ് ഓഫ് ബോൺസ്. ഇപ്പോൾ റെഡ് മാരോസിൽ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും, അതാണ് എറിത്രോപോയിറ്റിൻ. പിന്നെ ആൻജിയോടെൻസിനോജൻ. അപ്പോൾ അത് റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റീറോൺ
സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ അതിൻ്റെ സിന്തസിസ് നടക്കുന്നത് കിഡ്നിയിലല്ല. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദി ലിവർ. സോ ആൻജിയോടെൻസിനോജൻ ഈസ് ഇനാക്റ്റീവ് പ്രോട്ടീൻ. ഇനാക്റ്റീവ് പ്രോട്ടീൻ സിന്തസൈസ്ഡ് ബൈ ലിവർ. പ്രോട്ടീൻ ഇൻ ബ്ലഡ് കേട്ടോ, ബ്ലഡിൽ ഇനാക്റ്റീവായിട്ട് കാണുന്ന പ്രോട്ടീനാണ്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദി ലിവർ. അപ്പോൾ അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇവിടെ ആൻസർ 3 ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ബി ഫിൽറ്റേർഡ് ഫ്രം ബ്ലഡ് ബട്ട് നോർമലി നോട്ട് ഫൗണ്ട് ഇൻ യൂറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുണ്ട് പക്ഷേ യൂറിനിലില്ല. അതായത് പ്രസൻറ്റ് ഇൻ ഫിൽട്രേറ്റ് ബട്ട് ഈ ഫിൽട്രേറ്റ് ആണല്ലോ യൂറിനായിട്ട് മാറുന്നത്. ആ യൂറിനിലില്ല, ആബ്സെൻ്റ് ഇൻ യൂറിൻ. ഓക്കെ, അപ്പോൾ ഫിൽട്രേറ്റിലുണ്ട് യൂറിനിലില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഫിൽട്രേറ്റിൽ നിന്ന് 100% റീഅബ്സോർബ് ചെയ്ത സാധനങ്ങളാണ് യൂറിനിൽ കാണാത്തത്. അപ്പം 100% റീഅബ്സോർബ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഗ്ലൂക്കോസ്. നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് ഗ്ലൂക്കോസ് PCTയിൽ വെച്ച് 100% റീഅബ്സോർപ്ഷനാണ്, 100% റീഅബ്സോർപ്ഷൻ. അത് കാരണം ഗ്ലൂക്കോസ് യൂറിനിൽ കാണില്ല, ഫിൽട്രേറ്റിലുണ്ട് യൂറിനിലില്ല. ഇനി രണ്ടാമത്തേത് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ്, അപ്പം അതും PCTയിൽ വെച്ച് 100% റീഅബ്സോർപ്ഷനാണ്. ഇതിന് ഇങ്ങനെ ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ് ഇതിനെ ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയും. ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസുകളുടെ പ്രത്യേകത, ബ്ലഡിൽ ഈ സബ്സ്റ്റൻസസ് നോർമൽ ലെവലാണെങ്കിൽ ഒരിക്കലും യൂറിനിൽ ഉണ്ടാവില്ല. കാരണം PCTയിൽ വെച്ച് ഇതിന് 100% റീഅബ്സോർപ്ഷനാണ്. അപ്പം ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഫിൽട്രേറ്റിലുണ്ട് ബട്ട് ആബ്സെൻ്റ് ഇൻ യൂറിൻ. എന്താ റീസൺ? ദേ ആർ റീഅബ്സോർബ്ഡ് അറ്റ് 100% ഇൻ ദി PCT. അപ്പം ഇനി നമുക്ക് നോക്കാം. യൂറിയ കാണും. ഒരു പരിധിവരെ യൂറിയ റീഅബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും. ദെൻ വാട്ടർ ഉണ്ട്, അൺഅബ്സോർബ്ഡ് വാട്ടർ എക്സ്ക്രീറ്റ് ചെയ്യും. RBC ഫിൽട്രേറ്റിൽ വരുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദി ഫിൽട്രേറ്റ്. അപ്പം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്താണെന്നറിയാലോ? ഇറ്റ് ഈസ് ബ്ലഡ് വിത്തൗട്ട് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലാസ്മ പ്രോട്ടീൻസ്. അപ്പം ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ബ്ലഡ് സെൽസ് ഇല്ല, പ്ലാസ്മ പ്രോട്ടീനുകളില്ല. അപ്പം RBCകൾ ഫിൽട്രേറ്റിലില്ല, യൂറിനിലും ഇല്ല. ഇത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽട്രേറ്റിലുണ്ട് ബട്ട് യൂറിനിലില്ലാത്തത്. ഇത് രണ്ടുമാണ് വരുന്നത്. പക്ഷെ ഇവിടെ ആൻസർ അമിനോ ആസിഡ്സ്. ആൻസറായിട്ട് എടുക്കാൻ പറ്റുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അടുത്ത നോക്കാം. ഡ്യൂറിങ് കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ച് NaCl ഈസ് റിട്ടേൺഡ് ടു ദി മെഡുലറി ഇൻ്റർസ്റ്റിഷ്യം ബൈ. അപ്പോൾ കൗണ്ടർ കറണ്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത് ലൂപ്പ് ഓഫ് ഹെൻലി, ഇത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, ഇത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പോൾ ഇതിന് പാരലായിട്ട് കിടക്കുന്ന ഷേപ്ഡ് ബ്ലഡ് കാപ്പിലറിയാണ് വാസ റെക്റ്റ. ഞാനിവിടെ വരയ്ക്കുകയാണ് വാസ റെക്റ്റ. ഇറ്റ് ഈസ് പാരലൽ ടു ലൂപ്പ് ഓഫ് ഹെൻലി. ഇത് വാസ റെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബാണ്, ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. താഴോട്ട് ദിസ് ഈസ് അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? NaCl ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി ഇൻ്റർസ്റ്റിഷ്യം ബൈ ദി അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തു വരുന്ന NaCl. അപ്പം അത് ഡയറക്റ്റ്ലി എങ്ങോട്ട് കയറുന്നു? ഇറ്റ് ഈസ് എൻറ്ററിങ് വാസ റെക്റ്റ. എൻറ്ററിങ് വാസ റെക്റ്റ. NaCl വാസ റെക്റ്റയ്ക്ക് അകത്തോട്ട് കയറുന്നു. കുറച്ച് വെള്ളം വാസ റെക്റ്റയിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യും. സം എമൗണ്ട് ഓഫ് വാട്ടർ കംസ് ഔട്ട് ഫ്രം വാസ റെക്റ്റ. ഇതാണ് ഈ സൈഡ് നടക്കുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നിന്ന് വാട്ടറാണ് പുറത്ത് വരുന്നത്. വാട്ടർ കംസ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ പുറത്ത് വരുന്ന വെള്ളം
വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബിനകത്തോട്ട് കയറും. വാട്ടർ എൻറ്റേഴ്സ് വാസാറക്റ്റ. പകരം ഇവിടെ നിന്ന് എടുത്ത NaCl, അതായത് വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ് എടുത്ത NaClനെ ഇൻ്റർസ്റ്റീഷ്യത്തിലോട്ട് റിലീസ് ചെയ്യും. NaClനെ ഇവിടെ റിലീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. During counter current exchange, NaCl is returned to the medullary interstitium. NaClനെ തിരിച്ച് മെഡുല്ലറി ഇൻ്റർസ്റ്റീഷ്യത്തിലോട്ട് റിലീസ് ചെയ്യുന്നത് എന്താണ് ഇവിടെ? അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ. അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ ഇവിടെ എടുത്തു. ഡിസെൻഡിങ് ലിംബിനകത്തോട്ട് കയറിയ NaClനെ തിരിച്ച് ഇൻ്റർസ്റ്റീഷ്യത്തിലോട്ട് റിലീസ് ചെയ്യാണ് വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബ്. അവിടെ ആൻസർ അസെൻഡിങ് പോർഷൻ ഓഫ് വാസാറക്റ്റ. അതാണ് ആൻസർ. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടേക്കിംഗ് NaCl. അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഇൻ്റർസ്റ്റീഷ്യത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത NaClനെ വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ് എടുക്കുന്നു. ഇറ്റ് ഈസ് എൻറ്ററിങ് ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ. ദെൻ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പോൾ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാൽ വാട്ടർ കംസ് ഔട്ട് ഫ്രം ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. കളക്റ്റിംഗ് ഡക്റ്റ് നിങ്ങൾക്കറിയാം, അതൊരു കോമൺ ഡക്റ്റാണ്. ധാരാളം നെഫ്രോണുകളുടെ DCT കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് തുറക്കും. കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ എൻറ്റയർ പാർട്ട് വാട്ടറിന് പെർമിയബിൾ ആണ്, ബട്ട് ദി ലാസ്റ്റ് പാർട്ട് ഓഫ് കളക്റ്റിംഗ് ഡക്റ്റ് ഈസ് പെർമിയബിൾ ടു യൂറിയ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്തത്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് പാസീവ്ലി റീഅബ്സോർബ്ഡ് ഫ്രം PCT ഓഫ് നെഫ്രോൺ. അപ്പം നിങ്ങൾ NCERT ബുക്കിൽ തന്നെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ഏതൊക്കെയാണ്, ആക്റ്റീവായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, പാസീവായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് NCERTയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനത് എഴുതാം. ആക്റ്റീവായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നത്, ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ഒന്ന് Na+, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഇതെല്ലാം ആക്റ്റീവായിട്ടാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. ഇനി പാസീവ് എന്ന് പറയുമ്പോൾ വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നത് പാസീവായിട്ടാണ്, ഓസ്മോസിസ് വഴി, ഓസ്മോസിസ്. ഓക്കെ, പിന്നെ Cl-, ക്ലോറൈഡ് അയോൺസ് ആർ പാസീവ്ലി റീഅബ്സോർബ്ഡ്. പിന്നെ യൂറിയ, നൈട്രജനസ് വേസ്റ്റുകൾ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇത് NCERTയിൽ തന്നിട്ടുണ്ട്, ഇത് അപ്ലൈ ചെയ്ത് അവിടെ കണ്ടുപിടിക്കണം. ഇപ്പോൾ സോഡിയം അയോൺസിന് ആക്റ്റീവ് അബ്സോർപ്ഷൻ, അമിനോ ആസിഡിന് ആക്റ്റീവ് അബ്സോർപ്ഷൻ, ഗ്ലൂക്കോസിന് ആക്റ്റീവ് അബ്സോർപ്ഷൻ. യൂറിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? പാസീവാണ്, ഡിഫ്യൂഷനാണ് യൂറിയയ്ക്ക്. അപ്പോൾ ആൻസർ 4 ആണ് ഇവിടെ ആൻസർ. അടുത്തത്, ദി കാൽഷ്യം ബൈൻഡിങ് മസിൽ പ്രോട്ടീൻ ഈസ്. അപ്പം നമ്മൾ ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. ആക്റ്റിൻ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പോളിമറൈസ്ഡ് പ്രോട്ടീനാണ്. ആക്റ്റിൻ ഫിലമെൻ്റ് ഈസ് എ പോളിമറൈസ്ഡ് പ്രോട്ടീൻ. ഇപ്പം 2 F ആക്റ്റിൻസ് ഉണ്ട്, ഫിലമെൻ്റ് ആക്റ്റിൻസ് 2 എണ്ണം ഉണ്ട്, 2 F ആക്റ്റിൻസ്. ദെൻ 2 ട്രോപ്പോമയോസിൻസ് ഉണ്ട്, ട്രോപ്പോമയോസിൻസ്, അതും ഫിലമെൻ്റസ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. ഇനി മൂന്നാമത്തത് ട്രോപ്പോണിൻസ് ആണ്, ട്രോപ്പോണിൻസ് എന്ന് പറയുന്നത് 3 സബ് യൂണിറ്റ് പ്രോട്ടീനുകളാണ്. ഒരു ട്രോപ്പോണിൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 സബ് യൂണിറ്റുകളുണ്ട്. ഇങ്ങനെ ഇതുപോലെ 3 സബ് യൂണിറ്റുകളുണ്ട്. ഒന്ന് ട്രോപ്പോണിൻ ഐ എന്ന് പറയുന്നത് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. അടുത്തത് ട്രോപ്പോണിൻ ടി എന്ന് പറയുന്ന ട്രോപ്പോമയോസിൻ ബൈൻഡിങ് സൈറ്റ്, ട്രോപ്പോണിൻ ടി. ഇനി ട്രോപ്പോണിൻ സി. അപ്പോൾ ട്രോപ്പോണിൻ സി ആണ് കാൽഷ്യം ബൈൻഡിങ് സൈറ്റ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന കാൽഷ്യം ബൈൻഡിങ് മസിൽ പ്രോട്ടീൻ ഈസ് ഏതാണ്? ട്രോപ്പോണിൻ സി. ഇവിടെ ട്രോപ്പോണിൻ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, അപ്പോൾ അത് എടുത്താൽ മതി, ട്രോപ്പോണിൻ. ഓക്കെ, ഇനി ഡിസ്ട്രോഫിൻ എന്താണെന്ന് നോക്കണം.
ഇപ്പം ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഒരു റോഡ് ഷേപ്ഡ് പ്രോട്ടീനാണ്. ഒരു മസിൽ സെല്ലിൻ്റെ സൈറ്റോസ്കെലറ്റൽ എലമെൻറ്റുകളെ അതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ് ഷേപ്ഡ് പ്രോട്ടീനാണ് ഡിസ്ട്രോഫിൻ. ഞാനിവിടെ എഴുതാം. Dystrophin, a rod shaped protein. Rod shaped protein that connects the cytoskeletal elements, skeleton of muscle cell അല്ലെങ്കിൽ muscle fiber to its extracellular matrix. അപ്പോൾ ഈ ഡിസ്ട്രോഫിൻ എന്ന പ്രോട്ടീനിൻ്റെ പ്രസൻസ് ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ടു ദി മസിൽ and structural integrity to muscle. ഓക്കെ, അതായത് ഈ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്നത് ഒരു റോഡ് ഷേപ്ഡ് പ്രോട്ടീനാണ്. ഒരു മസിൽ സെൽ അല്ലെങ്കിൽ ഒരു മസിൽ ഫൈബറിൻ്റെ സൈറ്റോസ്കെലറ്റൽ എലമെൻറ്റുകളെ അതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് ഡിസ്ട്രോഫിൻ. അപ്പോൾ അതിൻ്റെ പ്രസൻസ് കാരണം മസിൽ സെല്ലിന് സ്ട്രെങ്തും സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന ഡിസീസ് പഠിച്ചല്ലോ. അപ്പോൾ അതൊരു ജനറ്റിക് ഡിസോർഡറാണ്. അവിടെ ഡിസ്ട്രോഫിൻ എന്ന പ്രോട്ടീനിന് വേണ്ടി കോഡ് ചെയ്യുന്ന ജീൻ ഫോൾട്ടിയാണ്. ഫോൾട്ടി ആയത് കാരണം മസിലിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും, മസിലിൻ്റെ സ്ട്രെങ്ത് കുറയും, തുടർന്ന് ഗ്രാജുവലായിട്ട് മസിൽ ഡീജനറേറ്റ് ചെയ്ത് പോകും. പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് മസിൽ. അത് ഈ ഡിസ്ട്രോഫിൻ എന്ന പ്രോട്ടീനിൻ്റെ ഡെഫിഷ്യൻസിയാണ് ആ ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റിൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, ഒരു മസിൽ സെല്ലിനകത്ത് 2 തരത്തിലുള്ള മയോ ഫിലമെൻറ്റുകളുണ്ട്. ഒന്ന് ആക്റ്റിൻ ഫിലമെൻറ്റ്, മറ്റത് മയോസിൻ ഫിലമെൻറ്റ്. ആക്റ്റിൻ ഫിലമെൻറ്റ് ഈസ് തിൻ ഫിലമെൻറ്റ്. പിന്നെ ട്രോപ്പോമയോസിൻ എന്താണെന്ന് നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു. ഒരു ആക്റ്റിൻ ഫിലമെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പോളിമറൈസ്ഡ് പ്രോട്ടീനാണ്. 3 തരത്തിലുള്ള പ്രോട്ടീനുകളുടെ പോളിമർ, 2 എഫാക്റ്റൻസ്, 2 ട്രോപ്പോമയോസിൻസ്, പിന്നെ ട്രോപ്പോണിൻസ്. ആൻസർ 4 ആണ്. അടുത്തത്, ഇഫ് യു വെയർ ടു എക്സ്ട്രാക്ട് ദി പ്രോട്ടീൻ മോളിക്യൂൾസ് ഫ്രം ദി എ ബാൻഡ്, വിച്ച് ഓഫ് ദി മോളിക്യൂൾ വുഡ് ബി ഫൗണ്ട് ഇൻ ദി എക്സ്ട്രാക്ട്. അതായത് ഇപ്പം ഒരു സാർക്കോമിയർ എടുത്താൽ, ഇതൊരു സാർക്കോമിയർ. ഞാനൊന്ന് ഓക്കെ, ഇവിടെ എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മയോസിൻ ഫിലമെൻറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എ ബാൻഡ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് എ ബാൻഡ്. അപ്പോൾ എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എ ബാൻഡ് ഫോം ചെയ്യുന്നത് മയോസിൻ ഫിലമെൻറ്റുകളാണ്. പക്ഷേ എ ബാൻഡിൻ്റെ അറ്റങ്ങളിൽ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇങ്ങനെ മയോസിൻ ഫിലമെൻറ്റുകളെ ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ഇങ്ങനെ ഓവർലാപ്പിംഗ് ഉണ്ട് എ ബാൻഡിൻ്റെ അറ്റങ്ങളിൽ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് യു വെയർ ടു എക്സ്ട്രാക്ട് പ്രോട്ടീൻ മോളിക്യൂൾസ് ഫ്രം ദി എ ബാൻഡ്, അതായത് ഇത്രയും പാർട്ട് ഞാനിവിടെ വരയിടാം, ഇത്രയും പോർഷനിൽ, ഇതിനകത്ത് ഇത്രയും പോർഷനകത്തുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് മയോസിൻ കിട്ടും, പിന്നെ ആക്റ്റിൻ ഫിലമെൻറ്റും കിട്ടും, ആക്റ്റിനും കിട്ടും. ആക്റ്റിൻ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്? എഫ് ആക്റ്റിൻ ഉണ്ട്, ട്രോപ്പോമയോസിൻ ഉണ്ട്, ട്രോപ്പോണിൻ ഉണ്ട്. അതാണ് ഇവിടെ ആൻസർ. ആക്റ്റിൻ, ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ ആൻഡ് മയോസിൻ, ഇത്രയും അടങ്ങിയതാണ് എ ബാൻഡ്. ഓക്കെ, അപ്പോൾ ആൻസർ 4 ആണ്. അടുത്തത്, കോൺട്രാക്ഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽസ്. അപ്പം ഞാൻ ഓരോ ഓപ്ഷൻ വൈസ് നോക്കാം. റിക്വയർസ് ദി റിലീസ് ഓഫ് അഡ്രിനാലിൻ അറ്റ് ദി ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. തെറ്റാണ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസിൽ അഡ്രിനാലിൻ അല്ല റിലീസ് ചെയ്യുന്നത്, അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ ഈസ് ദി ഓൺലി ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ് അറ്റ് ദി ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ദെൻ ഡിപ്പെൻസ് ഓൺ എക്സ്റ്റേണൽ കാൽഷ്യം. അത് തെറ്റാണ്. എക്സ്റ്റേണൽ കാൽഷ്യത്തിനെ ആശ്രയിച്ചല്ല
മസിൽ കോൺട്രാക്ഷൻ. ഇപ്പോൾ മസിൽ സെല്ലിനകത്ത് തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യം, അതായത് കാൽഷ്യം പ്രസൻറ്റ് ഇൻ ദി സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് എ മസിൽ സെൽ, അതിനെ ആശ്രയിച്ചാണ് കോൺട്രാക്ഷൻ. കാൽഷ്യം ഇൻ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇപ്പം എക്സ്റ്റേണൽ കാൽഷ്യം അല്ല, സെല്ലിനകത്ത് തന്നെയുള്ള കാൽഷ്യത്തിനെ ആശ്രയിച്ചാണ് കോൺട്രാക്ഷൻ. ആ കാൽഷ്യം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? മസിൽ സെല്ലിൻ്റെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത്. ദെൻ ഡിക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് വിത്ത് റാപ്പിഡ് റിപ്പീറ്റഡ് സ്റ്റിമുലേഷൻ. അത് കറക്റ്റാണ്. അതായത് ഇപ്പം നിങ്ങളൊരു മസിലിനെ റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്താൽ ആദ്യം അത് മസിലിനകത്ത് തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ATP മോളിക്യൂൾസ് ഉപയോഗിച്ച് കോൺട്രാക്ഷൻ നടത്തും. ദെൻ വീണ്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് സ്റ്റിമുലേഷൻ നടത്തുകയാണെങ്കിൽ മസിലിനകത്തുള്ള ATP മോളിക്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകുന്ന അവസ്ഥയിൽ മസിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൽ നിന്ന് ATP ജനറേറ്റ് ചെയ്ത് കോൺട്രാക്ഷൻ നടത്തും. അതായത് ADP പ്ലസ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഗീവ്സ് ATP പ്ലസ് ക്രിയാറ്റിൻ. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ മസിലിനകത്ത് തന്നെയുള്ള ATPയെ യൂട്ടിലൈസ് ചെയ്ത് കോൺട്രാക്ട് ചെയ്യും. അത് തീർന്നു കഴിഞ്ഞാൽ ATP വിൽ ബി ജനറേറ്റഡ് ഫ്രം ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. അങ്ങനെ കോൺട്രാക്ഷൻ നടത്തും. അങ്ങനെ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റും തീർന്നു കഴിഞ്ഞാൽ മസിൽ വിൽ സ്റ്റാർട്ട് ആനേറോബിക് റെസ്പിറേഷൻ. മസിൽ ഉടനെ തന്നെ ആനേറോബിക് റെസ്പിറേഷൻ തുടങ്ങും. ആനേറോബിക് റെസ്പിറേഷൻ തുടങ്ങിയാൽ ലാക്റ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ നടക്കും. അത് മസിൽ സെല്ലിനകത്ത് അക്യൂമുലേറ്റ് ചെയ്യും. തുടർന്ന് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസ് ഇനാക്ടിവേറ്റഡ് ആവും. തുടർന്ന് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിനോട് റെസ്പോണ്ട് ചെയ്യില്ല. ഇതിന് മസിൽ ഫെറ്റീഗ് എന്ന് പറയും. അപ്പോൾ ഡിക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് വിത്ത് റിപ്പീറ്റഡ് സ്റ്റിമുലേഷൻ, അത് കറക്റ്റ്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ആക്ഷൻ പൊട്ടൻഷ്യൽ, തെറ്റാണ്. അപ്പം ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അറൈവ് ചെയ്താലേ മസിൽ കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ആൻസർ 3. അടുത്തത് ഐഡൻറ്റിഫൈ ദി റോങ് പെയറിംഗ് ജോയിൻറ്റ് ബിറ്റ്വീൻ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ജോയിൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ വെർട്ടബ്രേ, ഇപ്പോൾ 2 വെർട്ടബ്രേ, ഇതൊരു വെർട്ടബ്രൽ കോളത്തിൻ്റെ ഒരു ബോണാണ്, ഇത് രണ്ടാമത്തെ ബോൺ. ഈ രണ്ടിൻ്റെ ഇടയ്ക്കിരിക്കുന്ന ഈ ജോയിൻറ്റിലിരിക്കുന്നത് ഫൈബ്രോ കാർട്ടിലേജ് ആണ്. അപ്പോൾ ഈ ജോയിൻറ്റിനെ കാർട്ടിലാജിനസ് ജോയിൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് കറക്റ്റ്. കാർട്ടിലാജിനസ് മൂവ്മെൻറ്റ് ഓർ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്. ഇപ്പോൾ 2 എക്സാമ്പിൾസ് ഉണ്ട്. ജോയിൻറ്റ് ബിറ്റ്വീൻ വെർട്ടബ്രേ, പിന്നെ 2 പ്യൂബിക് സിംഫൈസസ്. ഇത് രണ്ടും കാർട്ടിലാജിനസ് ജോയിൻറ്റിന് എക്സാമ്പിൾ. റേഡിയസ് ആൻഡ് പെൽവിക് ഗേർഡിൽ, ഇത് തെറ്റാണ് കേട്ടോ. 2 ആൻസർ ഉണ്ട്. അതായത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഹെഡ് ഓഫ് ഹ്യൂമറസ് ആൻഡ് ദി ഗ്ലീനോയിഡ് കാവിറ്റി ഓഫ് പെക്ടോറൽ ഗേർഡിൽ, അതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ ഹെഡ് ഓഫ് ഫിമർ ആൻഡ് ദി അസറ്റാബുലം ഓഫ് പെൽവിക് ഗേർഡിൽ, അല്ലെങ്കിൽ അസറ്റാബുലം ഓഫ് കോക്സൽ ബോൺ, അതാണ് ബോൾ ആൻഡ് സോക്കറ്റിന് എക്സാമ്പിൾ. അതായത് ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റ്. ഇവിടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, റേഡിയസ് ആൻഡ് അൾനാർ, ലോവർ ആമിലുള്ള ബോൺ ഒരിക്കലും പെൽവിക് ഗേർഡിൽ ആർട്ടിക്കുലേഷൻ ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. അത് ഇവിടെ ആക്ച്വലി ആൻസർ 4 ആണ് തന്നിരിക്കുന്നെങ്കിലും ഇത് തെറ്റാണ്. ദെൻ ക്രേനിയൽ ബോൺസ് ഫൈബ്രസ് ജോയിൻറ്റ്, കറക്റ്റാണ്. ക്രേനിയൽ ബോൺസ് തമ്മിലുള്ള ജോയിൻ്റ് അതിനെ ഫൈബ്രസ് ജോയിൻ്റ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിൻ്റ് എന്ന് വിളിക്കും. കാരണം അവിടെ ആർട്ടിക്കുലേറ്റിംഗ് ബോൺസിനെ കണക്ട് ചെയ്യുന്നത് ഡെൻസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. ആർട്ടിക്കുലേറ്റിംഗ് ബോൺസ് ആർ ഹെൽഡ് ബൈ നോൺ ഇലാസ്റ്റിക് ഡെൻസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. ഗ്രാജുവലി അങ്ങനെയുള്ള ജോയിൻറ്റുകൾ അനങ്ങാതെ ഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ക്രേനിയൽ സ്യൂച്ചേഴ്സ്. അപ്പോൾ ക്രേനിയൽ ബോൺസ് ഫൈബ്രസ് ജോയിൻറ്റ്, കറക്റ്റ്. ഹ്യൂമറസ് ആൻഡ് അൾന, ഹ്യൂമറസും അൾണയും തമ്മിൽ ഇവിടെയാണ്. ഹ്യൂമറസ് ഇവിടെ അൾന. ഹ്യൂമറസും അൾണയും തമ്മിൽ ഏത് ജോയിൻ്റാണ്? ഹിഞ്ചാണ്, ഹിഞ്ച് ജോയിൻറ്റ്. പൈവട്ടല്ല, ഹിഞ്ച്. പൈവട്ട് ജോയിൻ്റ് ആര് തമ്മിലാണ്? അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. വെർട്ടബ്രൽ കോളത്തിൽ അറ്റ്ലസും ആക്സിസും തമ്മിലുള്ള ജോയിൻ്റാണ് പൈവട്ട്. ഹ്യൂമറസും അൾണയും തമ്മിലുള്ള ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഹിഞ്ച്. ഇങ്ങനെ ബോൺസ് തമ്മിലുള്ള ആംഗിൾ കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന ജോയിൻ്റാണ് ഹിഞ്ച്. മൂവ്മെൻറ്റ് ഇൻ സിംഗിൾ പ്ലെയിൻ, അതാണ് ഹിഞ്ചിൻ്റെ ഇഫക്റ്റ്. ഓക്കെ,
രണ്ട് ആൻസേഴ്സ് ഉണ്ട്, 2 and 4. Then അടുത്തത്, an action potential in the nerve fiber is produced when positive and negative charges on the outside and inside the membrane are reversed because. അപ്പം ഞാൻ റെസ്റ്റിംഗ് മെംബ്രെയിനും കാണിച്ച് സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റും കാണിക്കാം. അതായത് ഒരു റെസ്റ്റിംഗ് ന്യൂറോൺ എന്ന് പറയുമ്പം റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഏതാണ്? പോളറൈസ്ഡ് സ്റ്റേറ്റ് ആണ്. പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇത് ന്യൂറോണിൻ്റെ ആക്സോൺ ആണ്. ഇതകത്തുള്ള സൈറ്റോപ്ലാസം, ആക്സോപ്ലാസം. ഇത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ പോസിറ്റീവ് അയോൺസിൻ്റെ അളവ് കൂടുതലാണ് വെൻ കമ്പയർഡ് ടു ഇൻറ്റീരിയർ. അകത്ത് പോസിറ്റീവ് അയോൺസ് കുറവും വെളിയിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കൂടുതലും. അപ്പം ന്യൂറോണിൻ്റെ മെംബ്രെയിനിൽ ഔട്ട് സൈഡിൽ പോസിറ്റീവ് ചാർജ്, ഇൻസൈഡിൽ നെഗറ്റീവ് ചാർജ്, ഇങ്ങനെ വരും. ഇതാണ് പോളറൈസ്ഡ് ന്യൂറോൺ, ഇതാണ് റെസ്റ്റിംഗ് ന്യൂറോൺ. ഇനി നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇപ്പം നമ്മളിവിടെ ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്താൽ ഈ പർട്ടിക്കുലർ സൈറ്റിലുള്ള Na+ അയോൺ ചാനൽ തുറക്കും. ഇവിടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു, ഇവിടെ Na+ അയോൺ ചാനൽ തുറന്നു. അപ്പോൾ Na+ ഇവിടെയാണ് കൂടുതൽ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ Na+ കൂടുതൽ, അകത്ത് കുറവാണ്. സോ എന്ത് പറ്റും? Na+ അയോൺസ് ഡിഫ്യൂസ് ചെയ്ത് കയറും. ഇതിപ്പോൾ സൈറ്റ് എ ആണ്. സൈറ്റ് എയുടെ ഇൻറ്റീരിയറിലോട്ട് Na+ അയോൺസിൻ്റെ ഇൻഫ്ലക്സ് നടക്കുന്നു. പോസിറ്റീവ് അയോൺസ് അകത്തോട്ട് കയറി വരുന്നു. അപ്പം ഈ സൈറ്റ് എയുടെ ഇൻറ്റീരിയർ ഗ്രാജുവലി പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്യും. എക്സ്റ്റീരിയർ ഇസ് ഗെയിനിങ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ സൈറ്റ് എ ഇപ്പോൾ ഏതവസ്ഥയിലായി? ഡീപോളറൈസ്ഡ് ആയി. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം an action potential in the nerve fiber is produced when positive and negative charge on outside and inside of axon membrane are reversed because. അപ്പം അതായത് ഇവിടെ ഈ രീതിയിലാണ് ഇരിക്കുന്നത്, വെളിയിൽ പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു, അകത്ത് പോസിറ്റീവായി, വെളിയിൽ നെഗറ്റീവായി. അതിന് റീസൺ അറിയാമല്ലോ, Na+ അയോൺ ചാനൽ തുറന്നു. Na+ അയോൺസ് ആക്സോപ്ലാസത്തിലോട്ട് കടന്നു വരുന്നതാണ് പൊളാരിറ്റി റിവേഴ്സലിന് കാരണം. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓൾ K+ അയോൺസ് ലീവ് ദി ആക്സോപ്ലാസം, തെറ്റാണ്, അതല്ല റീസൺ. ഇപ്പം നമ്മൾ റീസൺ പറഞ്ഞല്ലോ, Na+ൻ്റെ ഇൻഫ്ലക്സ് ആണ് പൊളാരിറ്റി റിവേഴ്സലിന് കാരണം. മോർ Na+ അയോൺസ് എൻ്റർ ദി ആക്സോപ്ലാസം ആസ് കമ്പയർഡ് ടു K+ അയോൺസ് ലീവിങ് ഇറ്റ്, ഇതാണ് ആൻസർ. മോർ K+ അയോൺസ് എൻ്റർ ദി ആക്സോൺ, അത് തെറ്റല്ലേ? Na+ ആണ് സ്റ്റിമുലേറ്റ് ചെയ്താൽ Na+ ആണ് ആക്സോണിനകത്തോട്ട് കടന്നു വരുന്നത്. മോർ നെഗറ്റീവ് അയോൺസ് എൻ്റർ ദി ആക്സോൺ, നെഗറ്റീവ് അയോൺസ് അല്ല കടന്നു വരുന്നത്, പോസിറ്റീവ് അയോൺസ് ആണ് കടന്നു വരുന്നത്. അപ്പം ആൻസർ 2 ആണ്, ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്തത്, ദി ചേഞ്ച് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ആൻ ഐ ഈസ് ഡ്യൂ ടു eye lens to focus the image of objects at varying distance is done by. അതായത് ഐ ലെൻസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഐ ലെൻസിൻ്റെ കോൺവെക്സിറ്റി കൂട്ടിയും കുറച്ചുമാണ് അടുത്തിരിക്കുന്ന ഓബ്ജക്റ്റുകളെയും ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റുകളെയും ഐ ലെൻസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിടാം. നിയർ ബൈ ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുന്നു, ഫോക്കസിങ് നിയർ ബൈ ഓബ്ജക്ട്സ്. ഓക്കെ, അടുത്തിരിക്കുന്ന ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ സീലിയറി ബോഡി കോൺട്രാക്ട് ചെയ്യും, സീലിയറി ബോഡി കോൺട്രാക്ട്സ്. അപ്പം സീലിയറി ബോഡി കോൺട്രാക്ട് ചെയ്താൽ സസ്പെൻസറി ലിഗമെൻറ്റുകൾ ലൂസ് ആവും. സസ്പെൻസറി ലിഗമെൻറ്റ്സ് ആർ ലൂസ്. സസ്പെൻസറി ലിഗമെൻറ്റ്സ് ലൂസാണ്. അതിനോടൊപ്പം തന്നെ സസ്പെൻസറി ലിഗമെൻറ്റ്സ് ലൂസായി, അങ്ങനെയാണെങ്കിൽ ലെൻസിനെ ആരും വലിക്കുന്നില്ല, ലെൻസ് സ്ഫെറിക്കലാവും, ലെൻസ് സ്ഫെറിക്കൽ. ഇതാണ് നിയർ ബൈ ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. ലെൻസ് സ്ഫെറിക്കലാണ്, സസ്പെൻസറി ലിഗമെൻറ്റ്സ് ലൂസാണ്, സീലിയറി ബോഡി ഈസ് കോൺട്രാക്റ്റഡ്. ഇനി ഫാർ ഓഫ് ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ, ഫാർ ഓഫ് ഓബ്ജക്ട്സ് നേരെ തിരിച്ചാണ്. സീലിയറി ബോഡി റിലാക്സ്, സീലിയറി ബോഡി റിലാക്സസ്. അപ്പം അത് കാരണം സസ്പെൻസറി ലിഗമെൻറ്റ്സ് വലിഞ്ഞു പോകും.
suspensory ligaments are stretched. Suspensory ligaments stretched ആയി ലെൻസ് അല്ല, അത് ലെൻസിനെ വലിക്കും. സസ്പെൻസറി ലിഗമെൻറ്റ്സ് വലിഞ്ഞു എന്ന് പറഞ്ഞാൽ ലെൻസിനെ വലിക്കുന്നു. ലെൻസ് ഫ്ലാറ്റ് ആവും. ലെൻസ് ഈസ് ഫ്ലാറ്റ്. അപ്പം നിയർ ബൈ ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ ലെൻസ് സ്ഫെറിക്കലാണ്. ഫാർ ഓഫ് ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ ലെൻസ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നിയർ ബൈ ഓബ്ജക്റ്റ് ആണെങ്കിൽ സീലിയറി ബോഡി കോൺട്രാക്റ്റ് ചെയ്യും. ഫാർ ഓഫ് ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ സീലിയറി ബോഡി റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ചേഞ്ച് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് എൻ ഐ ലെൻസ് ടു ഫോക്കസ് ദി ഇമേജ് ഓഫ് ഓബ്ജക്ട്സ് അറ്റ് വേരിയിങ് ഡിസ്റ്റൻസസ് ഡൺ ബൈ സീലിയറി മസിൽസ്. പ്യൂപ്പിൾ എന്താണെന്നറിയാലോ. പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഐറിസ്. ഇപ്പം ഐറിസ് എന്ന് പറയുന്നത് നമ്മുടെ കോർണിയയിലൂടെ നോക്കുമ്പോൾ അകത്ത് കാണുന്ന ഒരു സർക്കുലാർ ഡയഫ്രമാണ് ഐറിസ്. നമ്മുടെ ഐബോളിൻ്റെ കളേർഡ് പാർട്ടാണ് ഐറിസ്. സപ്പോസ് ഇത് ഐറിസ് ആണെങ്കിൽ ഐറിസിൻ്റെ നടുക്ക് കാണുന്ന ഒരു സ്പേസ് ആണ് ദിസ് ഇസ് പ്യൂപ്പിൾ. ദിസ് സ്പേസ് സറൗണ്ടഡ് ബൈ ഐറിസ്. സ്പേസ് സറൗണ്ടഡ് ബൈ ഐറിസ് ഈസ് പ്യൂപ്പിൾ. ഇപ്പം റെറ്റിന, ഐബോളിൻ്റെ വാളിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ സ്ക്ലീറ, മിഡിൽ കോറോയിഡ്, ഇന്നർ റെറ്റിന. അപ്പോൾ റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അവിടെയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഇരിക്കുന്നത്. അവിടെയാണ് ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ദെൻ ഫോവിയ സെൻട്രാലിസ്. ഫോവിയ സെൻട്രാലിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മാക്കുല ലൂട്ടിയ പഠിച്ചിട്ടുണ്ടല്ലോ. മാക്കുല ലൂട്ടിയ ഈസ് യെല്ലോ സ്പോട്ട്. മാക്കുല ലൂട്ടിയ യെല്ലോ സ്പോട്ട്. അപ്പം ഈ മാക്കുല ലൂട്ടിയയുടെ നടുക്കൊരു ഡിപ്രഷൻ ഉണ്ട്. അതാണ് ഫോവിയ സെൻട്രാലിസ്. സോ ഇറ്റ് ഇസ് എ ഡിപ്രഷൻ at the center of center of macula lutea. Macula lutea യെല്ലോ സ്പോട്ടാണ്. അപ്പം ഈ ഡിപ്രഷൻ ഇരിക്കുന്ന, അതായത് ഫോവിയ സെൻട്രാലിസ് ഇരിക്കുന്ന സൈറ്റിലാണ് റെറ്റിന ഏറ്റവും തിന്നായിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി തിൻഡ് ഔട്ട് പോർഷൻ ഓഫ് റെറ്റിന. തിൻഡ് ഔട്ട് പോർഷൻ ഓഫ് റെറ്റിന. പിന്നെ ഫോവിയയുടെ പ്രത്യേകത അവിടെ കോൺസ് മാത്രമേ ഉള്ളൂ. ഫോവിയ കണ്ടെയ്ൻസ് ഓൺലി കോൺസ്. മാത്രമല്ല കോൺസ്, പിന്നെ ബൈപോളാർ ന്യൂറോൺസ്, ഗാംഗ്ലിയോൺ സെൽസ്. ഇത് 1:1:1 റേഷ്യോയിലാണ് ഫോവിയ സെൻട്രാലിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോണിന് ഒരു ബൈപോളാർ ന്യൂറോൺ, ഒരു ബൈപോളാർ ന്യൂറോണിന് ഒരു ഗാംഗ്ലിയോൺ സെൽ. അങ്ങനെ മാത്രമല്ല കോൺസ് ആർ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ഇൻ ദി ഫോവിയ. അപ്പം റെറ്റിനയിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാർട്ടാണ് ഫോവിയ സെൻട്രാലിസ്. ഫോവിയ സെൻട്രാലിസിൽ ഫോക്കസ് ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ അതിന് പരമാവധി വിഷ്വൽ അക്യൂവിറ്റി കിട്ടും, അല്ലെങ്കിൽ മാക്സിമം റെസൊല്യൂഷൻ കിട്ടുന്ന ഇമേജാണ് ഫോവിയയിൽ ഫോക്കസ് ചെയ്യുന്ന ഇമേജ്. ഇപ്പം നമ്മൾ നിയർ ബൈ ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇമേജ് വിൽ ബി ഫോംഡ് ഇൻ ദി ഫോവിയ. ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ ഫോവിയ ഒഴിച്ച് റെറ്റിനയുടെ മറ്റെവിടെയെങ്കിലും ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് ഫോവിയ സെൻട്രാലിസ്. അടുത്തത് നീ ജർക്ക് ഫിനോമിനൻ ഈസ്. ഇപ്പം നീ ജർക്ക് റിഫ്ലെക്സ് എന്താണെന്നറിയാലോ. മുട്ടിങ്ങനെ മടക്കിയിട്ടിരിക്കുന്നു, ഫ്ലെക്ഷൻ എന്ന് പറയും. അപ്പം ഇവിടെ നീ ക്യാപ്പ് ഉണ്ട്, ഇവിടെ മസിലുണ്ട്, അപ്പം ഇവിടെ ഇങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ടെൻഡൻ. ഇനി ഇവിടെ അടുത്ത ടെൻഡൻ, ഇവിടുത്തെ മസിൽ അറ്റാച്ച്. ഇവിടെ നമ്മളൊരു ഷാർപ്പായിട്ടുള്ളൊരു തട്ട് കൊടുക്കുന്നു. അതായത് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ഓബ്ജക്റ്റ് അല്ല, ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് നല്ല ഷാർപ്പായിട്ടൊരു തട്ടി ഇവിടെ തട്ടുമ്പോൾ ഈ ടെൻഡൻ വലിയും. പെറ്റല്ല കുറച്ച് താഴുന്നത് കാരണം ഈ ടെൻഡൻ വലിയും. ഇത് താഴ്ന്നു, ഇത് സ്റ്റിമുലേറ്റഡ് ആവും. അതായത് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നീ സ്ട്രെച്ച് ചെയ്യും, മുട്ട് സ്ട്രെച്ച് ചെയ്യും. അതാണ് നീ ജർക്ക് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് ഇൻബോൺ റിഫ്ലെക്സ് ആണ്. ഇതിന് ട്രെയിനിങ് ഒന്നും വേണ്ട. ചെറിയ കുട്ടിയുടെ ഈ പാർട്ടിൽ നമ്മൾ ടാപ്പ് ചെയ്താലും അത് കാല് സ്ട്രെച്ച് ചെയ്യും. ഇൻബോൺ, ജന്മനാ തന്നെയുള്ള റിഫ്ലെക്സ് ആർക്കാണ് നീ ജർക്ക് റിഫ്ലെക്സ്. അപ്പം അങ്ങനെ ഇൻബോൺ ആയിട്ടുള്ള റിഫ്ലെക്സ് ആർക്കുകളെ നമ്മൾ അൺകണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്നാണ് വിളിക്കുന്നത്. അൺകണ്ടീഷൻഡ് റിഫ്ലെക്സ്. അപ്പോൾ ഇത് അൺകണ്ടീഷൻഡ് ഇൻബോൺ ആയിട്ടുള്ള റിഫ്ലെക്സ് ആണ്. ഇൻബോൺ.
കോൺഷ്യസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് റിഫ്ലക്സ് ആക്ഷൻ അല്ല. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആണ്. അൺകോൺഷ്യസ് ആയിട്ട് പെട്ടെന്ന് സഡൻ ഇൻവോളണ്ടറി റെസ്പോൺസ് ടു പെരിഫറൽ നെർവസ് സ്റ്റിമുലേഷൻ, അതാണ് റിഫ്ലക്സ് ആക്ഷൻ. കോൺഷ്യസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മൾ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് റിഫ്ലക്സ് ആക്ഷൻ അല്ല. ദെൻ അടുത്തത് കണ്ടീഷൻഡ് റിഫ്ലക്സ്. കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സസ് ദാറ്റ് ആർ അക്യൂർഡ് ത്രൂ ട്രെയിനിങ്ങിലൂടെ അക്യൂർ ചെയ്തിട്ടുള്ള റിഫ്ലക്സുകളെയാണ് കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഡ്രൈവിങ് അത് റിഫ്ലക്സ് ആണ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ് ഇതെല്ലാം കണ്ടീഷൻഡ് റിഫ്ലക്സുകളാണ്. അതായത് റിഫ്ലക്സസ് ദാറ്റ് ആർ അക്യൂർഡ് ത്രൂ ട്രെയിനിങ്, ജന്മനാ ഉള്ള റിഫ്ലക്സുകളല്ല. ദെൻ ലേൺഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, പഠിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക, അതും ഇതുമായിട്ട് ബന്ധമില്ല, റിഫ്ലക്സ് ആക്ഷൻ അല്ല അത്. Then which of the following is not involved in the transmission of sound waves? അപ്പോൾ സൗണ്ട് വേവ്സിൻ്റെ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധമില്ലാത്ത പാർട്ട് കണ്ടുപിടിക്കണം. ടിംബാനിക് മെംബ്രെയിൻ ഉണ്ടല്ലോ, സൗണ്ട് വേവ്സ് ഇയർ കനാൽ വഴി വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ടിംബാനത്തിലാണ്. അപ്പോൾ ടിംബാനം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് മാലിയസ് അനങ്ങുന്നത്. മാലിയസ് ഇൻകസിനെ പുഷ് ചെയ്യും, ഇൻകസ് സ്റ്റേപ്പസിനെ പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടിംബാനിക് മെംബ്രെയിൻ വേണം. സ്റ്റേപ്പസ് വേണമല്ലോ, സ്റ്റേപ്പസ് ഓവൽ വിൻഡോയിൽ പുഷ് ചെയ്യുമ്പോഴാണ് സ്കേല വെസ്റ്റിബുലയുടെ പെരി ലിംഫിൽ റിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓവൽ വിൻഡോ വേണം. സെമി സർക്കുലാർ കെനാലുകൾ, സെമി സർക്കുലാർ കെനാൽസ് എന്ന് പറയുമ്പോൾ വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ പാർട്ടാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. അത് ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹിയറിംഗ് അല്ല. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ബോഡി ബാലൻസിങ്. ഇപ്പോൾ സെമി സർക്കുലാർ കെനാലുകൾ നമുക്ക് 3 എണ്ണം ഉണ്ട്. ഓരോന്നും മറ്റ് 2 കെനാലുകൾക്ക് റൈറ്റ് ആംഗിൾസിലാണ് ഇരിക്കുന്നത്. സെമി സർക്കുലാർ കെനാലുകളുടെ ഒരറ്റം ഡയലേറ്റഡ് ആണ്, അതിനെ ആംപുല്ല എന്ന് പറയും. ആംപുല്ലയ്ക്കകത്തിരിക്കുന്ന സെൻസ് ഓർഗനാണ് ക്രിസ്റ്റേ ആംപുല്ലാരിസ്. അപ്പോൾ ഇതിനെ കൈനറ്റിക് ലാബ്രിന്ത് എന്ന് പറയും. ക്രിസ്റ്റേ ആംപുല്ലാരിസ് ഇസ് കോൾഡ് കൈനറ്റിക് ലാബ്രിന്ത്. അപ്പോൾ ഹെഡിൻ്റെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ് സെൻസ് ചെയ്ത് ബ്രെയിനിനെ ഇൻഫോം ചെയ്യുന്ന സെൻസ് ഓർഗനാണ് ക്രിസ്റ്റേ ആംപുല്ലാരിസ്, which is present in the ampulla of semicircular canals. അപ്പോൾ ഇതാണ് 4 ആണ് ആൻസർ. അടുത്ത സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫിൽസ് ദി സ്പേസ് ബിറ്റ്വീൻ. അതായത് ഇത് ക്രേനിയൽ മെനിഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് സെറിബ്രം, മെനിഞ്ചസ് എന്താണെന്നറിയാമല്ലോ, ബ്രെയിൻ ആസ് വെൽ ആസ് സ്പൈനൽ കോഡ്, ഇതിനെ എൻവലപ്പ് ചെയ്യുന്ന മെംബ്രെയിൻസിനെയാണ് മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് സെറിബ്രം. സെറിബ്രം എന്ന് പറയുമ്പോൾ ബ്രെയിൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്രെയിനിനോട് ചേർന്ന് കിടക്കുന്ന മെനിഞ്ച്, ബ്രെയിനിന് ക്ലോസ് ആയിട്ട് കിടക്കുന്ന മെനിഞ്ച്, അതാണ് പിയാ മേറ്റർ. ഇനി മിഡിൽ മെനിഞ്ച് ഉണ്ട്, ഇങ്ങനെ സ്പൈഡർ വെബ് പോലെ കിടക്കുന്ന മെനിഞ്ച്, അത് അരക്നോയിഡ് മാറ്റർ. അതായത് സ്പൈഡർ വെബ് പോലെ കിടക്കുന്നതുകൊണ്ടാണ് അരക്നോയിഡ് മാറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഔട്ടർ മോസ്റ്റ് മെനിഞ്ച് ഉണ്ട്, ഏറ്റവും ഔട്ടറായിട്ടുള്ള മെനിഞ്ച്, അതായത് ക്രേനിയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഡബിൾ ലെയേർഡ് ഷീത്ത്, കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്, ഒട്ടും ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത നല്ല ടഫായിട്ടുള്ള ഔട്ടർ മെനിഞ്ച്, അതാണ് ഡ്യൂറാ മാറ്റർ. ഹാർഡ് മദർ എന്ന് പറയും. ശരി, അപ്പോൾ ഇത് അരക്നോയിഡ് മാറ്റർ, ഇത് പെയാ മാറ്റർ. ഈ രണ്ടിനും ഇടയ്ക്കുള്ള ഈ സ്പേസ്, അരക്നോയിഡ് മാറ്ററിനും പെയാ മാറ്ററിനും ഇടയ്ക്കുള്ള സ്പേസാണ് സബ് അരക്നോയിഡ് സ്പേസ്. ഈ സബ് അരക്നോയിഡ് സ്പേസിലാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സബ് അരക്നോയിഡ് സ്പേസ് ഇസ് ഫിൽഡ് വിത്ത് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് CSF കാണുന്നത്? ഡ്യൂറാ മാറ്റർ ആൻഡ് അരക്നോയിഡ് മാറ്റർ ഇവിടെ അല്ല, ഡ്യൂറാ മാറ്റർ ആൻഡ് പെയാ മാറ്റർ അല്ല. അപ്പം അറിയാമല്ലോ, അരക്നോയിഡ് മാറ്റർ ആൻഡ് പിയാ മാറ്റർ, ഇതാണ് ആൻസർ. ഇതാണ് ആൻസർ. പിയാ മാറ്റർ ആൻഡ് സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുമ്പോൾ വരില്ല. പിയാ മാറ്റർ സെറിബ്രൽ കോർട്ടക്സിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇന്നർ മോസ്റ്റ് മെനിഞ്ചാണ്
ഇറ്റ് ഈസ് ക്ലോസ് ടു ദി സർഫസ് ഓഫ് സെറിബ്രം. ഇപ്പം സെറിബ്രത്തിൻ്റെ ഗൈറിയിലും സൾസിയിലും ഒക്കെ ഇറങ്ങി കയറി വരുന്ന മെംബ്രെയിനാണ് പിയ മാറ്റർ. ബ്രെയിനിനോട് ചേർന്ന് ക്ലോസ് ആയിട്ട് കിടക്കും, ഇടയ്ക്ക് സ്പേസ് ഇല്ല. പിന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്ന ഒരു സൈറ്റ് കൂടെയുണ്ട്, വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ദി വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. വെൻട്രിക്കിൾസ് ആർ ക്യാവിറ്റീസ്. CSF കാണുന്ന മറ്റ് സൈറ്റ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ, അത് ക്യാവിറ്റീസ് ഇൻസൈഡ് ദി ബ്രെയിൻ. പിന്നെ അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ സെൻട്രൽ കനാലിനകത്തും CSF ഉണ്ട്. ഇൻസൈഡ് സെൻട്രൽ കനാൽ ഓഫ് സ്പൈനൽ കോഡ്, സെൻട്രൽ കനാൽ ഓഫ് സ്പൈനൽ കോഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, കാറ്റക്കോളമീൻസ്. കാറ്റക്കോളമീൻസ് എന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അത് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്, ഡെറൈവ്ഡ് ഫ്രം അമിനോ ആസിഡ്സ് ഫിനൈൽ അലാനിൻ ആൻഡ് ടൈറോസിൻ. ഈ 2 അമിനോ ആസിഡുകളിൽ നിന്നാണ് കാറ്റക്കോളമീൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവ്സ്. സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് ഹോർമോൺസ് ഓഫ് ഗൊണാഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളും പിന്നെ ഹോർമോൺസ് ഓഫ് അഡ്രീനൽ കോർട്ടെക്സ്. ഓക്കെ, ഇനി പോളിപെപ്റ്റൈഡ് ഹോർമോണിന് എക്സാമ്പിളാണ് ഇൻസുലിൻ. പോളിപെപ്റ്റൈഡ് ഹോർമോണിന് എക്സാമ്പിൾ ഇൻസുലിൻ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺസ് ഡസ് നോട്ട് നീഡ് എ സെക്കൻഡറി മെസ്സഞ്ചർ. അപ്പോൾ സെക്കൻഡറി മെസ്സഞ്ചർ ആവശ്യമില്ല. സെല്ലിനകത്ത് ഡയറക്റ്റായിട്ട് കയറുന്ന ഹോർമോണുകൾ, അതായത് അങ്ങനെയുള്ള ഹോർമോണുകളുടെ റിസപ്റ്റർ ഇരിക്കുന്നത് സെല്ലിനകത്താണ്. അതായത് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ ഉപയോഗിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? സ്റ്റിറോയിഡ്സും അയഡിനേറ്റഡ് തൈറോണിൻസും. സ്റ്റിറോയിഡ്സ് ആൻഡ് അയഡിനേറ്റഡ് തൈറോണിൻസ്. അപ്പോൾ സെക്കൻഡറി മെസ്സഞ്ചർ ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് സെല്ലിനകത്ത് കയറി ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഹോർമോണുകളെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സ്റ്റിറോയിഡ്സും അയഡിനേറ്റഡ് തൈറോണിൻസുമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈസ്ട്രോജനാണ് എക്സാമ്പിൾ. FSHും LHും ഇതിന് സെക്കൻഡറി മെസ്സഞ്ചർ ആവശ്യമാണ്. ഇത് ഗ്ലൈക്കോപ്രോട്ടീനാണ്. അത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്താണ് ടാർഗറ്റ് സൈറ്റിൽ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. മെലാറ്റോണിനും അതുപോലെ തന്നെ, അതൊരു അമൈനാണ്. അതിനും സെക്കൻഡറി മെസ്സഞ്ചർ ആവശ്യമുണ്ട്. ആവശ്യമില്ലാത്തത് ഈസ്ട്രോജനാണ്, കാരണം അതിൻ്റെ റിസപ്റ്റർ സെല്ലിനകത്താണ് ഇരിക്കുന്നത്. അടുത്ത, ഫ്രം ഡോർസൽ ടു വെൻട്രൽ വാട്ട് ഈസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ദീസ് ഓർഗൻസ് ഇൻ കോഡേറ്റ്സ്. ഒരു ടിപ്പിക്കൽ കോഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇത് അലിമെൻ്ററി കനാൽ. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് അലിമെൻ്ററി കനാൽ, ഗട്ട്. ഇതിൻ്റെ മേളിലാണ് നോട്ടോകോഡ്. ഇപ്പം ഞാൻ വരയ്ക്കുന്ന നോട്ടോകോഡ്, ഇത് നോട്ടോകോഡ്. അലിമെൻ്ററി കനാലിന് ഡോർസലായിട്ട്. ഇനി ഏറ്റവും മേളിലാണ് നെർവ് കോഡ്. ഇത് നെർവ് കോഡ്, ഇത് നോട്ടോകോഡ്, ഇത് അലിമെൻ്ററി കനാൽ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡോർസൽ ടു വെൻട്രൽ. അപ്പോൾ ആദ്യം നെർവ് കോഡ് വരും, പിന്നെ നോട്ടോകോഡ് വരും, പിന്നെ ഗട്ട് വരും. ആൻസർ 4 ആണ്, 4. അടുത്തത്, വിച്ച് വൺ ഈസ് ജോലെസ് വെർട്ടബ്രേറ്റ്. അപ്പോൾ ജോലെസ് വെർട്ടബ്രേറ്റ് എന്ന് പറയുമ്പോൾ ഏനകത്ത, ഡിവിഷൻ ഏനകത്ത ക്ലാസ് ഏതാണ്? ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ, ജോലെസ് ഫിഷസ്. അപ്പോൾ അവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് ആണ് പഠിച്ചത്. ലാംപ്രി എന്ന് പറയുമ്പോൾ പെട്രമൈസോൺ, സീ ലാംപ്രി, പെട്രമൈസോൺ. പിന്നെ ഒന്ന് മിക്സീനാണ്, ഹാഗ് ഫിഷ് എന്ന് പറയും, ഹാഗ് ഫിഷ്, മിക്സീൻ. അപ്പം ലാംപ്രി ആണ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഡോളിയോളം എന്ന് പറയുന്ന യൂറോ കോഡേറ്റ് ആണ്, ഡോളിയോളം.
ബെലാനോഗ്ലോസസ് എന്ന് പറയുന്നത് ഹെമി കോർഡേറ്റയിൽ വരും. ഫൈലം ഹെമി കോർഡേറ്റ. ആംഫിയോക്സസ് എന്ന് പറയുന്നത് കോർഡേറ്റ് ആണ്. കോർഡേറ്റയിൽ സബ് ഫൈലം സെഫാലോ കോർഡേറ്റ. സെഫാലോ കോർഡേറ്റ. ആംഫിയോക്സസിന് ബ്രാങ്കിയോസ്റ്റോമ എന്നും പേരുണ്ട്. ഇവിടെ ആൻസർ 1 ആണ്, ലാംപ്രി. അടുത്തത് എ ലാർവൽ സ്റ്റേജ് ഈസ് ആബ്സെൻറ്റ് ഇൻ ദി ലൈഫ് സൈക്കിൾ ഓഫ്. ലാർവൽ സ്റ്റേജ് ഇല്ല, ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ആർക്കാണ്? അപ്പം അത് എർത്ത്വേമാണ്. എർത്ത്വേമിന് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ലാംബ്രിക്ക് ലാർവയുണ്ട്, പെട്രമൈസോൺ, സീ ലാംബ്രി. അതിൻ്റെ ലാർവയാണ് അമ്മോസീറ്റ്. അമ്മോസീറ്റ് ലാർവ. പിന്നെ ബീറ്റിലിൻ്റെ ലാർവയാണ് ഗ്രബ്. ഗ്രബ് ബീറ്റിലിൻ്റെ ലാർവ. ബ്രിട്ടിൽ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഓഫിയൂറ. ബ്രിട്ടിൽ സ്റ്റാർ ഈസ് ഓഫിയൂറ. ബ്രിട്ടിൽ സ്റ്റാർ. അതിൻ്റെ ലാർവ, ലാർവയുടെ പേര് ലാർവ. ലാർവ ഈസ് കോൾഡ് ഒഫിയോപ്ലൂട്ടിയസ്. ഒഫിയോപ്ലൂട്ടിയസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 30 കഴിഞ്ഞു. ആൻസർ 1 ആണ്. ബാക്കി 3 പേർക്കും ലാർവയുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നിഡേറിയൻസ് സെക്രീറ്റ് ഷെൽ ഓഫ് കാൽഷ്യം കാർബണേറ്റ്? ഇപ്പം നമുക്കറിയാം നിഡേറിയയിൽ കാൽക്കേരിയസ് ഷെൽ സെക്രീറ്റ് ചെയ്യുന്നത് കോറൽസ് ആണ്. കോറൽസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്രീറ്റ് നിഡേറിയൻ സെക്രീറ്റ് ഷെൽ ഓഫ് കാൽഷ്യം കാർബണേറ്റ്? അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് സെക്രീറ്റ് ചെയ്യുന്നത് കോറൽസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോറൽ ഏതെന്ന് കണ്ടുപിടിക്കണം. ആൻസർ ഇതാണ്. അതായത് നമുക്ക് NCERT തന്നിരിക്കുന്ന കോറൽസ് ഒന്ന് മിയാൻഡ്രീന ബ്രെയിൻ കോറൽ, ഗോർഗോണിയ സീ ഫാൻ, ഗോർഗോണിയ സീ ഫാൻ, പെന്നാറ്റുല സീ പെൻ. അപ്പോൾ ഇവിടെ ഗോർഗോണിയയാണ് വന്നിരിക്കുന്നത്. ഒറീലിയ സീഫർ, ആഡംസിയ സീ ആനിമോൺ, ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ബാക്കി 3 എല്ലാം നിഡേറിയൻസ് ആണ്. അതിൽ കോറൽ എന്ന് പറയുന്നത് ഗോർഗോണിയ, അതിൻ്റെ കോമൺ നെയിം സീ ഫാൻ എന്നാണ്. സീ ഫാൻ. ദെൻ വിച്ച് ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ബിലോങ് ടു സെയിം ഫങ്ഷൻ? അതിൽ പേൾ ഓയിസ്റ്റർ മൊളസ്ക, ഒക്ടോപ്പസ് മൊളസ്ക, നീറിസ് എന്ന് പറയുന്ന സാൻഡ് വേം, അത് അനലിഡാണ്. അപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല. ദെൻ അടുത്ത 2 നോക്കാം. പിൻവേം ആഷെൽമിന്തസ് ആണ്. ടേപ്പ് വേം പ്ലാറ്റി ഹെൽമിന്തസ്, ഹൂക്ക് വേം ആഷെൽമിന്തസ്. അപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോൺ, സ്പൈഡർ, ലെപ്പിസ്മ 3 പേരും ആർത്രോപോഡയാണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. ലെപ്പിസ്മ നമുക്ക് NCERT ഇല്ലാത്തതാണ്. ലെപ്പിസ്മ ഈസ് സിൽവർ ഫിഷ്, കോമൺ നെയിം സിൽവർ ഫിഷ്. അപ്പം അതിന് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പ്രിമിറ്റീവ് വിങ്ലെസ് ഇൻസെക്റ്റ്. പ്രിമിറ്റീവ് വിങ്ലെസ് ഇൻസെക്റ്റ്. വിങ്ലെസ് ഇൻസെക്റ്റ്. അതുപോലെ തന്നെ അതിന് മെറ്റമോർഫോസിസ് ഇല്ല. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ദെൻ സി, 4ാമത്തെ ഓപ്ഷൻ എടുക്കാം. സി കുക്കുംബർ എക്കനോഡെർമേറ്റയാണ്. സി അനിമോൺ എക്കനോഡെർമേറ്റ. സി മൗസ്. സി മൗസ് എന്ന് പറയുന്ന അനലിഡാണ്. അനലിഡ്. അപ്പം അതിൻ്റെ സയൻറ്റിഫിക് നെയിം അഫ്രോഡൈറ്റ് എന്ന് പറയും. അഫ്രോഡൈറ്റ്. സി മൗസ്. ഇപ്പം നമുക്ക് ഈ എക്സാമ്പിൾ ഇല്ല. പഴയ NCERTയിലാണ് ഈ എക്സാമ്പിൾ ഉള്ളത്. സി മൗസ്. ഓക്കെ, അടുത്ത് ട്രൂ സീലോമേറ്റ് വിത്ത് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ ആർക്കൊക്കെയാണെന്നറിയാലോ? അനലിഡ, ആർത്രോപോഡ, കോഡേറ്റ. 3 പേരും ട്രൂ സീലോമേറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ആൻസർ അനലിഡയാണ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ എ സീലോമേറ്റ് ആണ്. എ സീലോമേറ്റ്. സെഗ്മെൻറ്റേഷൻ ഇല്ല. സീലൻഡ്രേറ്റയ്ക്ക് സീലോം ഇല്ല. സീലോം ആബ്സെൻ്റ് ആണ്. സെഗ്മെൻറ്റേഷനും ഇല്ല. രണ്ടും ഇല്ല. ആഷെൽമിന്തസ് എന്ന് പറയുമ്പോൾ സ്യൂഡോസീലാണ്. സ്യൂഡോസീലാണ്. ബട്ട് സെഗ്മെൻറ്റേഷൻ ഈസ് ആബ്സെൻറ്റ്. സെഗ്മെൻറ്റേഷൻ ഇല്ല. അപ്പോൾ ആൻസർ 1 ആണ്, അനലിഡ. അടുത്തത് വിച്ച് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോക്രോച്ച്? അതിൽ ഓപ്ഷൻ 1 ആണ് ആൻസർ. മെയിൽ വിത്ത് കൊളാറ്ററൽ ഗ്ലാൻഡ്സ്. ഈ കൊളാറ്ററൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന മെയിലിൻ്റെ ഗ്ലാൻഡ് അല്ല, ഫീമെയിൽ ആക്സസറി ഗ്ലാൻഡ്. ഫീമെയിൽ ഗ്ലാൻഡാണ് കൊളാറ്റീറിയൽ ഗ്ലാൻഡ്. ഫീമെയിൽ കോക്രോച്ചിൻ്റെ ഗ്ലാൻഡാണ് കൊളാറ്റീറിയൽ ഗ്ലാൻഡ്. ഫീമെയിൽ വിത്തൗട്ട് ഏനൽ സ്റ്റൈൽ. ഏനൽ സ്റ്റൈൽസ് മെയിൽസിന് മാത്രമേ ഉള്ളൂ, ഫീമെയിൽസിനില്ല. 3 pairs ഓഫ് വാക്കിംഗ് ലെഗ്സ്. അത് മെയിൽസിനുണ്ട്, ഫീമെയിൽസിനുണ്ട്. വെൻട്രൽ നെർവ് കോഡ് മെയിൽസിനും ഫീമെയിൽസിനുണ്ട്. വിച്ച് ഇസ് നോട്ട് ക്യാരക്ടർ. അപ്പോൾ ഇതെല്ലാം ക്യാരക്ടറാണ്. ഇതെല്ലാം കറക്റ്റാണ്. ക്യാരക്ടർ അല്ലാത്തത് 1 ആണ്. മെയിൽ വിത്ത് കൊളാറ്റീറിയൽ ഗ്ലാൻഡ്. കൊളാറ്റീറിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഫീമെയിൽ കോക്രോച്ചസിന് മാത്രമേ ഉള്ളൂ.
അടുത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഈസ് നോട്ട് ഷെയർഡ് ബൈ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ബേർഡ്സിനും റെപ്റ്റൈൽസിനും കോമൺ അല്ലാത്ത ക്യാരക്ടർ കണ്ടുപിടിക്കണം. OV പാരിറ്റി രണ്ടുപേർക്കും കോമൺ ആണ്. പ്രസൻസ് ഓഫ് എപ്പിഡേർമൽ സ്കെയിൽസ് അത് കോമൺ ആണ്. ബേർഡ്സിൻ്റെ ഹൈൻഡ് ലിംസിൽ എപ്പിഡേർമൽ സ്കെയിൽസ് ഉണ്ട്. ബേർഡ്സിന് എപ്പിഡേർമൽ ഫെദേഴ്സ് ആണ്, ബട്ട് ഹൈൻഡ് ലിംബ് ഈസ് കവേർഡ് ബൈ എപ്പിഡേർമൽ സ്കെയിൽസ്. റെപ്റ്റൈൽസിൻ്റെ സ്കിന്നിൽ എപ്പിഡേർമൽ സ്കെയിൽസ് ആണ് കവറിങ്. അപ്പോൾ അതൊരു കോമൺ ക്യാരക്ടറാണ്. പക്ഷേ ഹോമിയോതെർമി റോങ് ആണ്. റെപ്റ്റൈൽസ് പോയിക്കിലോതെർമിക് ആണ്. പോയിക്കിലോതെർമിക് കോൾഡ് ബ്ലഡഡ് ആണ്. അതേസമയം ബേർഡ്സ് ആർ ഹോമിയോതെർമിക്. ബേർഡ്സിന് ഹോമിയോതെർമി ഉണ്ട്. അപ്പോൾ അതൊരു കോമൺ ക്യാരക്ടർ അല്ല. അമ്നിയോട്ടിക് എഗ്സ് രണ്ടുപേർക്കും അമ്നിയോൺ ഉണ്ട്. അപ്പോൾ ആൻസർ 3 ആണ്. അടുത്തത് പാർട്ട് ബി ആണ്. അതായത് പാർട്ട് ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 10 ചെയ്യണം. വാട്ട് ഈസ് ട്രൂ എബൌട്ട് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? ഞാനത് ആദ്യം ഇവിടെ കണ്ടീഷൻ എഴുതിയിട്ട് ചെക്ക് ചെയ്യാം. അതായത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുമ്പോൾ മദർ ഈസ് RH നെഗറ്റീവ് കേട്ടോ. RH നെഗറ്റീവ് ആയിരിക്കും മദർ. ഫീറ്റസ് ഈസ് RH പോസിറ്റീവ്. ഈ ഒരു കണ്ടീഷനിലാണ് പ്രോബ്ലം വരുന്നത്. ഫീറ്റസ് RH പോസിറ്റീവ്. ഓക്കെ, നമുക്ക് നോക്കാം. അഫക്ട്സ് മെയിൻലി ബേബീസ് ഓഫ് RH പോസിറ്റീവ് മദേഴ്സ്. തെറ്റല്ലേ? മദർ എന്താണ്? RH നെഗറ്റീവ്. അപ്പോൾ ഇത് തെറ്റ്. അടുത്തത് ഒക്കേഴ്സ് മെയിൻലി ഇൻ ബേബീസ് ഹൂ ലാക്ക് RH ഫാക്ടർ. അതും തെറ്റാണ്. RH ഫാക്ടർ ഉണ്ടെങ്കിലേ നമ്മൾ RH പോസിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇത് RH ഫാക്ടർ ഉള്ള ബേബീസിനാണ് പ്രശ്നം വരുന്നത്. ഹൂ ലാക്ക് RH ഫാക്ടർ അല്ല, RH ഫാക്ടർ പ്രസൻ്റ് ആയിട്ടുള്ള ബേബീസിന്. ക്യാൻ ബി ട്രീറ്റഡ് ബൈ ട്രാൻസ്ഫ്യൂസിങ് അഫക്റ്റഡ് ബേബി വിത്ത് RH പോസിറ്റീവ് ബ്ലഡ്. അതിൽ കാര്യമില്ല. RH പോസിറ്റീവ് ബേബിക്ക് വീണ്ടും RH പോസിറ്റീവ് ബ്ലഡ് കൊടുത്തു എന്ന് പറഞ്ഞ് ഈ കണ്ടീഷൻ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് റോങ് ആണ്. ഡസ് നോട്ട് അഫക്റ്റ് ദി ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് ഓഫ് RH നെഗറ്റീവ് മദർ. അത് കറക്റ്റാണ്. ഫസ്റ്റ് ചൈൽഡിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഫസ്റ്റ് ചൈൽഡ് നോർമലായിട്ട് ജനിക്കും. അപ്പോൾ ഫസ്റ്റ് ചൈൽഡ് ജനിക്കുന്ന സമയത്ത് മദറിൻ്റെ ബ്ലഡിൽ പ്രശ്നം വരും. മദറിൻ്റെ ബ്ലഡിലോട്ട് ഫീറ്റൽ ബ്ലഡിൻ്റെ മിക്സിംഗ് നടക്കും. തുടർന്ന് മദറിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം RH ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷൻ നടത്തും. അങ്ങനെയാണ് പ്രശ്നം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ 4 ആണ്. അടുത്തത് ബ്ലഡ് ഫ്ലോസ് ത്രൂ സൈനസസ് ഇൻ. അപ്പോൾ ബ്ലഡ് സൈനസുകളിലൂടെ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പൺ സർക്കുലേഷനാണ്. അപ്പോൾ ഓപ്പൺ സർക്കുലേഷൻ്റെ ക്യാരക്ടറാണ് അത്. ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ബ്ലഡ് വെസൽസിലൂടെ മാത്രം ബ്ലഡ് ഒഴുകുന്നു. പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനിൽ കാപ്പിലറീസ് ആയിട്ട് തുടങ്ങി അടുത്ത ഓർഗനിൽ കാപ്പിലറീസ് ആയിട്ട് അവസാനിക്കുന്ന സർക്കുലേറ്ററി പാത്വേ ആണ് പോർട്ടൽ സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ബോഡി പാർട്സിന് ന്യൂട്രിയൻസും ഓക്സിജനും മറ്റ് എസെൻഷ്യൽ സബ്സ്റ്റൻസസും എത്തിക്കുക. ബോഡി പാർട്സിൽ നിന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് തിരിച്ച് ഹാർട്ടിലെത്തിക്കുക. ഇതിനു വേണ്ടിയുള്ള സർക്കുലേറ്ററി പാത്വേ ആണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? അവിടെ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി, എക്സ്പിറേറ്ററി ERV എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം പ്ലസ് റെസിഡുവൽ വോള്യൂം, അത് കറക്റ്റാണ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അത് IRV പ്ലസ് TV, അതും കറക്റ്റാണ്. വൈറ്റൽ കപ്പാസിറ്റി ടോട്ടൽ ലങ് കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി VC എന്ന് പറയുമ്പോൾ VC ഈസ് ഈക്വൽ ടു IRV പ്ലസ് TV പ്ലസ് ERV. ഇനി TLC ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ IRV പ്ലസ് TV പ്ലസ് ERV പ്ലസ് RV. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ലങ് കപ്പാസിറ്റി മൈനസ് റെസിഡുവൽ വോള്യൂം, ഇത് ഇത്രയും VC അല്ലേ? VC. അപ്പം VC മൈനസ് RV എന്ന് പറയുമ്പോൾ നമുക്ക് TLC മൈനസ് RV ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി കിട്ടും. TLC മൈനസ് RV ഗീവ്സ് വൈറ്റൽ കപ്പാസിറ്റി. കറക്റ്റ്. ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV ആണ്. ടൈഡൽ വോള്യൂം അല്ല, RV. അപ്പോൾ ആൻസർ 4. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഹാപ്പൻ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ? ഇപ്പോൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കാത്തത് എന്ത്? ഇപ്പോൾ റിബ്സ് മൂവ് അപ്വേർഡ് ഉണ്ടല്ലോ, എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസ് കോൺട്രാക്ട് ചെയ്യും, റിബ്സ് മൂവ് ഫോർവേഡ് ആൻഡ് അപ്വേർഡ്. ദി ഡയഫ്രം ലിഫ്റ്റ്സ് അപ്പ്, തെറ്റാണ്. ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് താഴ്ന്ന്
സ്ട്രെച്ച്ഡ് ആൻഡ് ഫ്ലാറ്റ് ആവും. അപ്പോൾ ഇതാണ് ആൻസർ. ആൻറ്റീറോ പോസ്റ്റീരിയർ ഡയമെൻഷൻ ഓഫ് ചെസ്റ്റ് ഈസ് ഇൻക്രീസ്ഡ്. അതായത് ആൻറ്റീറോ പോസ്റ്റീരിയർ ആക്സിസിൽ തൊറാസിക് വോള്യൂം കൂടും. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഡോർസോ വെൻട്രൽ ആക്സിസിലും തൊറാസിക് വോള്യൂം ഇൻക്രീസ് ചെയ്യും. അപ്പം ഡയഫ്രം ലിഫ്റ്റ്സ് അപ്പ്. ഇത് എക്സ്പിറേഷനിലാണ് നടക്കുന്നത്, ഇൻസ്പിറേഷനിൽ ഇതല്ല. അപ്പം 2 ആണ് ആൻസർ. അടുത്തത് വെൻ സ്കെലിറ്റൽ മസിൽ ഷോർട്ടൻസ് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലേഷൻ ദെയർ ഈസ്. ഇപ്പോൾ ഒരു സ്കെലിറ്റൽ മസിൽ ഷോർട്ടൻ ചെയ്യുമ്പോൾ നടക്കുന്നത് എന്താണ്? ഡിക്രീസ് ഇൻ ദി വിഡ്ത്ത് ഓഫ് ഐ ബാൻഡ്. ഐ ബാൻഡ് ഷോർട്ടൻ ചെയ്യും, കറക്റ്റാണ്. ഡിക്രീസ് ഇൻ ദി വിഡ്ത്ത് ഓഫ് എ ബാൻഡ്, തെറ്റല്ലേ. എ ബാൻഡ് ഈസ് സ്റ്റേഷനറി. A band remains stationary. Then increase in the width of H zone, തെറ്റാണ്. H zone disappear ചെയ്യും, H zone disappears. I ബാൻഡിലോ ആക്റ്റിൻ ഫിലമെൻസ് എ ബാൻഡിനകത്തോട്ട് സ്ലൈഡ് ചെയ്ത് വരുന്നത് കാരണം H zone disappear ചെയ്യും. എ ഡിക്രീസ് ഇൻ ദി ലെങ്ത് ഓഫ് മയോസിൻ, ഇല്ല. മയോസിൻ ഫിലമെൻ്റ്, ആക്റ്റിൻ ആൻഡ് മയോസിൻ്റെ ലെങ്ത് സ്റ്റേഷനറി ആയിരിക്കും. അപ്പം അതും തെറ്റാണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്തത് 6th and 7th പെയർസ് ഓഫ് റിബ്സ്. അപ്പം അത് നമുക്കറിയാലോ. ഫസ്റ്റ് ടു ദി 7th പെയർ എന്ന് പറയുന്നത് ട്രൂ റിബ്സ് ആണ്. ട്രൂ റിബ്സ്. അപ്പോൾ വെർട്ടബ്രോ കോണ്ടൽ റിബ്സ് എന്ന് പറയുന്നത് ഫോൾസ് റിബ്സ് ആണ്. അത് 8, 9, 10. 8, 9, 10 ഇങ്ങനെ 3 ജോഡി റിബ്സാണ് വെർട്ടബ്രോ കോണ്ടൽ റിബ്സ്. ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുമ്പോൾ 11, 12 ജോഡികൾ. ഫോൾസ് റിബ്സ് അത് തന്നെയാണ് വെർട്ടബ്രോ കോണ്ടൽ, 8, 9, 10. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ദി ഹോർമോൺ ആൻഡ് ഇറ്റ്സ് primary action is mismatched? Erythropoietin promotes RBC production, correct. Parathyroid hormone increases blood calcium level, അത് ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ ആണ്, കറക്റ്റ് ആണ്. Somatostatin inhibits release of growth hormone from anterior pituitary, correct. Adrenaline promotes synthesis of glycogen, തെറ്റാണ്. അപ്പോൾ ഇത് ഗ്ലൈക്കോജെനോലൈസിസ്, സിന്തസിസ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, ബ്രേക്ക് ഡൗൺ ആണ്. പ്രൊമോട്ട്സ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ. സിന്തസിസ് അല്ല, ഗ്ലൈക്കോജെനോലൈസിസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഗ്ലൈക്കോജെനോലൈസിസ് അതായത് ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇത് തെറ്റ്. ശരി, അടുത്തത് കുഷിംഗ് സിൻഡ്രോം ഈസ് ഡ്യൂ ടു ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ആണ്. കുഷിംഗ് ആണ്, അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ കോർട്ടെക്സിൻ്റെ ഹൈപ്പർ സെക്രീഷനാണ് കുഷിംഗ് സിൻഡ്രോം കോസ് ചെയ്യുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹൈപ്പർ സെക്രീഷൻ എക്സോഫ്താൽമിക് ഗോയിറ്റർ, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ ഇപ്പം ഗ്രോത്ത് ഹോർമോണിൻ്റെ ഹൈപ്പർ സെക്രീഷൻ ആണെങ്കിൽ ജൈജാൻറ്റിസം. ദെൻ അഡ്രീനൽ മെഡുല്ല, അത് പ്രത്യേകിച്ചില്ല. അടുത്തത് സിറ്റാക്കുല ബിലോങ്സ് ടു ഗ്രൂപ്പ് ഓഫ് അനിമൽ. സിറ്റാക്കുല എന്ന് പറയുന്ന ബേർഡാണ്, പാരറ്റാണ്, ക്ലാസ് ഏപ്സിൽ വരും. അപ്പം അതിന് ന്യൂമാറ്റിക് ബോൺസ് ഉണ്ട്. ന്യൂമാറ്റിക് ബോൺസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ല, ബേർഡ്സിന് ഇൻറ്റേർണൽ ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. 3 ചേമ്പേർഡ് അല്ല, 4 ചേമ്പേർഡ് ഹാർട്ട്. മാമറി ഗ്ലാൻസ് ഇല്ല, അത് മാമൽസിന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്ത വിച്ച് വൺ ഈസ് ആൻ അക്വാട്ടിക് മാമൽ? ടെറോപ്പസ് എന്ന് പറയുന്ന ബാറ്റ് ആണ്, ഫ്ലൈയിങ് ഫോക്സ്, ബാറ്റ്, ഫ്ലൈയിങ് ഫോക്സ്. മാക്രോപ്പസ് എന്ന് പറയുന്ന കാങ്കരു, പൗച്ച്ഡ് മാമലാണ്. പൗച്ച്ഡ് മാമലാണ് മാക്രോപ്പസ്, അതായത് മാർസൂപ്പിയൽ മാമൽ. ഡെൽഫീനസ് ആണ് ആൻസർ. ഡെൽഫീനസ്, ഡോൾഫിൻ, അക്വാട്ടിക് മാമൽ. ഈക്വസ്, ഹോഴ്സ്. ഓക്കെ, അടുത്തത് ഓർഗൻ ഓഫ് കോർട്ടി ഈസ് സിറ്റുവേറ്റഡ് ഇൻ. അപ്പം അത് നമുക്കറിയാമല്ലോ. ഇപ്പം ഇൻ കോക്ലിയ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇത് ബേസില്ലാർ മെംബ്രെയിൻ. ബേസില്ലാർ മെംബ്രെയിനിൻ്റെ ഇന്നർ സർഫസിലിരിക്കുന്ന സെല്ലുകളാണ് ഓഡിറ്ററി റിസപ്റ്റർ സെൽസ് അല്ലെങ്കിൽ ഓർഗൻ ഓഫ് കോർട്ടി. അപ്പം ഇതിനെ എൻവലപ്പ് ചെയ്ത് ടെക്ടോറിയൽ മെംബ്രെയിൻ കാണും. അപ്പം ബേസില്ലാർ മെംബ്രെയിനിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ തിൻ ഇലാസ്റ്റിക് ഷീത്ത് ദാറ്റ് എൻവലപ്സ് ദി ഓഡിറ്ററി റിസപ്റ്റർ സെൽസ്. റെയ്സ്നേഴ്സ് മെംബ്രെയിൻ ഇതാണ്, റെയ്സ്നേഴ്സ് മെംബ്രെയിൻ.
ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയുന്ന ഇയർ ഡ്രം. ടിംബാനിക് മെംബ്രെയിൻ ഈസ് ഇയർ ഡ്രം. അടുത്തത് വാട്ട് ഈസ് വൈറ്റ് പോർഷൻ ഇൻ ദി ആൻറ്റീരിയർ എക്സ്പോസ്ഡ് പാർട്ട് ഓഫ് ഐബോൾ. ഐബോളിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സ്ക്ലീറ. സ്ക്ലീറ ഫോംസ് ദി വൈറ്റ് ഓഫ് ഐബോൾ. വൈറ്റ് സ്ക്ലീറ. ഐറിസ് എന്ന് പറയുന്നത് ഐറിസ് ഡയഫ്രം, അതാണ് ഐബോളിൻ്റെ കളേർഡ് പാർട്ട്. കളേർഡ് പാർട്ട് ഓഫ് ഐബോൾ ഈസ് കോൾഡ് ഐറിസ്. പിന്നെ കോറോയിഡ് എന്ന് പറയുന്നത് ഐബോളിൻ്റെ വാളിൽ മിഡിൽ ലെയർ ആണ് കോറോയിഡ്. അത് പിഗ്മെൻറ്റഡ് ആണ്, റിച്ച്ലി വാസ്കുലറൈസ്ഡ് ആണ്. സീലിയറി ബോഡിയും ഐറിസും കോറോയിഡിൻ്റെ പാർട്ടാണ്. കോർണിയ. കോർണിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ക്ലീറ ഇങ്ങനെ വന്നിട്ട് ആൻറ്റീരിയർ പാർട്ടിൽ അത് ട്രാൻസ്പെറൻറ്റ് ആൻഡ് കോൺവെക്സ് ആവും. അപ്പോൾ സ്ക്ലീറയുടെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് കോൺവെക്സ് പാർട്ടാണ്, ആൻറ്റീരിയർ പാർട്ടാണ് കോർണിയ. കോർണിയ. ആ കോർണിയയാണ് ലൈറ്റ് റേസിനെ ആദ്യം റിഫ്രാക്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 48. എ മോളസ്ക് വിത്ത് ഇൻറ്റേർണൽ ഷെൽ. അപ്പം അത് സെപ്പിയാണ്. സെപ്പിയ കട്ടിൽ ഫിഷ്. പൈല ആപ്പിൾ സ്നെയിൽ, അതിന് എക്സ്റ്റേണൽ ഷെല്ലുണ്ട്. ഓയിസ്റ്റർ, ഇപ്പം നിങ്ങൾ പേൾ ഓയിസ്റ്റർ, പിങ്ക് ടാഡ പഠിച്ചു, അതിനും എക്സ്റ്റേണൽ ഷെല്ലാണ്. ഡെൻറ്റാലിയം ടസ്ക് ഷെൽ, അതിനും എക്സ്റ്റേണൽ ഷെൽ. സെപ്പിയയ്ക്ക് ആണ് ഇൻറ്റേർണൽ ഷെല്ലുള്ളത്. സെഫാലോപോഡ എന്ന ക്ലാസ്. സെഫാലോപോഡ. അപ്പം ഈ ക്ലാസിൻ്റെ കീഴിൽ വരുന്ന ക്ലാസ് സെഫാലോപോഡയിൽ വരുന്ന മൊളസ്കുകൾക്ക് ഷെൽ ഈസ് ഇൻറ്റേർണൽ. ഷെൽ ഈസ് ഇൻറ്റേർണൽ. അപ്പം ഇതിനകത്ത് വരുന്നത് സെപ്പിയ, ലോലിഗോ, പിന്നെ ഒക്ടോപ്പസ്, ഇതൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ക്ലാസ് സെഫാലോപോഡ. അവർക്ക് ഷെൽ ഈസ് ഇൻറ്റേർണൽ. അടുത്തത് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ദാറ്റ് റെഗുലേറ്റ്സ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്രീത്തിങ് റേറ്റ്. അതായത് നമ്മുടെ വിസറൽ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതിൽ ഹാർട്ട് റേറ്റ് നിയന്ത്രിക്കുന്ന സെൻ്ററാണ് കാർഡിയാക് സെൻറ്റർ. കാർഡിയാക് സെൻറ്റർ. ബ്രീത്തിങ് റേറ്റ് നിയന്ത്രിക്കാൻ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഉണ്ട്. സെറിബെല്ലം ഈസ് കൺസേൺഡ് വിത്ത് ബോഡി ബാലൻസിങ്. തലാമസ് ഈസ് സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. അമിഗ്ഡലയുടെ ഫങ്ഷൻ, അത് നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസിൻ്റെ എക്സ്പ്രഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സെൻറ്റർ. അതായത് ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് അമിഗ്ഡല. ദെൻ അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇൻ ജോയിൻസ് കോസസ്, അത് അറിയാമല്ലോ, ഗൗട്ടാണ് ആൻസർ. ഗൗട്ട്. പിന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. സൈനോവിയൽ ജോയിൻറ്റുകളുടെ ഇൻഫ്ലമേഷനാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റം. ഓക്കെ. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ബോൺസിൻ്റെ ഡീമിനറലൈസേഷൻ, ബോൺ മാസ് കുറഞ്ഞ് ബോൺ ഫ്രാക്ചേഴ്സിന് സസെപ്റ്റബിൾ ആവുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. അത് ഫീമെയിൽസിനാണ് മെയിനായിട്ടും ഉണ്ടാവുന്നത്. അത് ഈസ്ട്രോജൻ, മെനോപോസ് എത്തിയ ഫീമെയിൽസിന് ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നതാണ് അതിന് കാരണം. ഇതല്ലാതെ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ഹൈപ്പർ സെക്രീഷൻ ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഡെവലപ്പ് ചെയ്യാം. ഇനി നാലാമത്തെ ഓപ്ഷൻ ടെറ്റനി. അത് ബോഡി ഫ്ലൂയിഡ്സിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കാരണം വോളണ്ടറി മസിൽസ് ഇൻവോളണ്ടറി ആയിട്ട് പ്രവർത്തിക്കും. അതായത് ക്രാംസും സ്പാസംസും വൈൽഡ് കോൺട്രാക്ഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന അവസ്ഥയാണ് ടെറ്റനി. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.